ഹായ് ഹലോ. കഴിയുന്നവരൊക്കെ വീഡിയോ ഓൺ ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എൻ്റെ പേര് ജാസ്മിൻ. ഞാൻ തിരുവനന്തപുരം സ്വദേശിനിയാണ്. ഓക്കെ. നമ്മുടെ തൃശ്ശൂര് ചന്ദ്രാപിന്നിയിൽ സ്ഥിതി ചെയ്യുന്ന വിംബിൾ അക്കാഡമിയുടെ ഒരുപാട് കോഴ്സുകൾ നമ്മൾ കൊടുക്കുന്നുണ്ട് വിംബിൾ അക്കാഡമിയിലൂടെ. ഫൈസൽ സിയാണ് അതിന്റെ ഫൗണ്ടർ, സൈക്കോളജിസ്റ്റ്, അതുപോലെ തന്നെ മാസ്റ്റർ ട്രെയിനർ. അതുപോലെ ഒരുപാട് സ്കൂളുകളിലൊക്കെ ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട് ഇപ്പോൾ. വിവിധങ്ങളായ വെബിനാറുകളും ഫ്രീ വെബിനാറുകളും ക്ലാസ്സുകളും ഒക്കെ ഇതിനോടകം നമ്മുടെ വിംബിൾ അക്കാഡമിയിലൂടെ പെയ്ഡ് കോഴ്സസ് ആയാലും കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ ഇന്ന് നമുക്കൊരു ഫ്രീ വെബിനാറിലേക്കാണ് നമ്മൾ ഇന്നിവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഇന്ന് നമുക്ക് ഫ്രീ വെബിനാർ ലീഡ് ചെയ്യാൻ എത്തിയിരിക്കുന്നത് ഡോക്ടർ യൂനിസ് കുരുക്കൾ. അദ്ദേഹം ഡോക്ടറാണ്, അതുപോലെ സൈക്കോ തെറാപ്പിസ്റ്റ് ആണ്. വ്യത്യസ്തങ്ങളായ മേഖലയിൽ കൗൺസിലിംഗ് തെറാപ്പികളൊക്കെ കൊടുക്കുന്ന ഒരു പ്രഗത്ഭനായ ഡോക്ടറാണ്. വർഷങ്ങളായിട്ട് അദ്ദേഹം കൗൺസിലിങ്ങും വ്യത്യസ്തങ്ങളായ മേഖലയിൽ കൗൺസിലിംഗ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ പ്രീ മാരിറ്റബിൾ കൗൺസിലിംഗ്, സെക്ഷുവാലിറ്റി, അതുപോലെ ആർട്ട് ഓഫ് പാരന്റിങ് എന്ന് തുടങ്ങിയ വിവിധങ്ങളായ ക്ലാസ്സുകൾ നമ്മുടെ വിംബിൾ അക്കാഡമിയിലൂടെ തന്നെ പെയ്ഡ് കോഴ്സുകളും കൊടുത്തു കഴിഞ്ഞു. നമ്മുടെ വിംബിൾ അക്കാഡമിയുടെ മാത്രം ഒരു പ്രത്യേകതയാണ് ഏറ്റവും റേറ്റ് കുറവിൽ, ക്വാളിറ്റി ഒട്ടും ചോരാതെ നല്ല നല്ല ക്ലാസ്സുകൾ കൊടുക്കുന്നു എന്നുള്ളത് വിംബിൾ അക്കാഡമിയുടെ ഒരു പ്രത്യേകതയാണ്. അതുപോലെ തന്നെ ഡോക്ടർ യൂനിസ് സാറിന്റെ ഡോക്ടർ യൂനിസ് കുരുക്കൾ ടോക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രൂപ്പ് തന്നെ നമുക്ക് അവൈലബിൾ ആണ്. ഈ ക്ലാസ്സിന്റെ ഫർദർ ഡിസ്കഷൻസ് ഒക്കെ അതിനകത്തായിരിക്കും നടക്കുന്നത്. ഈ ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ട് ചിലപ്പോൾ ഇവിടെ തന്നെ വീഡിയോ ഓൺ ചെയ്ത് സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഈ ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ ഡൗട്ട്സും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ഗ്രൂപ്പിലേക്ക് ചോദിക്കാം. ഇനി ഡോക്ടർ സമയം കണ്ടെത്തി വന്ന് ആൻസർ പറയാൻ ചിലപ്പോൾ താമസിച്ചാലും ആൻസർ അറിയുന്നവർക്ക് തന്നെ ആൻസർ പറഞ്ഞു കൊടുക്കാവുന്നതാണ്. അവിടെ അതിന് വേണ്ടിയിട്ട് ഒരു ഡിസ്കഷൻ ഗ്രൂപ്പാണത്. ഇപ്പൊ ഡോക്ടർ തന്നെ വന്ന് ആൻസർ പറയട്ടെ എന്ന് വിചാരിച്ചിരിക്കരുത്. അറിയുന്നവർക്ക് അത് പറഞ്ഞു കൊടുക്കാം. അതുപോലെ പാരന്റിങ്ങിന്റെ തന്നെ അടിപൊളിയായിട്ട് ഒരു ഡിസ്കഷനൊക്കെ ആ ഗ്രൂപ്പിൽ നന്നായിട്ട് നടന്നിരുന്നു. പലർക്കും അറിയുന്ന കാര്യങ്ങളും അവരുടെ അറിവിലുള്ള കാര്യങ്ങളൊക്കെ പലരും അവിടെ ഷെയർ ചെയ്തിരുന്നു. അതിൽ ഞാനും പങ്കാളിയായിരുന്നു എന്നുള്ളതാണ്. അപ്പോ ആ ഗ്രൂപ്പിന്റെ ലിങ്ക് ഷെയർ ചെയ്യാം. അപ്പോൾ നമ്മൾ ഡോക്ടറെ ഈ ഒരു വേദിയിലേക്ക് ക്ലാസ് എടുക്കുന്നതിന് വേണ്ടിയിട്ട് ക്ഷണിക്കുകയാണ്. ഡോക്ടർ സാർ, പ്ലീസ് വെൽക്കം. ഗുഡ് ഈവനിങ് ഓൾ. നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് സെക്ഷുവാലിറ്റി ഇൻ ഫീമെയിൽ. ഫീമെയിൽ സെക്ഷുവാലിറ്റിയിൽ ഓൾറെഡി നമുക്ക് ഒരു കോഴ്സ് തന്നെ, നമ്മൾ മെയിൽ ആൻഡ് ഫീമെയിൽ സെക്ഷുവാലിറ്റി എന്ന് പറഞ്ഞിട്ട് ആഫ്റ്റർ മാരേജ്, കല്യാണത്തിന് ശേഷം വരുന്ന ഒരു സെക്ഷുവൽ സിസ്റ്റത്തെ പറ്റിയിട്ട് ഡീപ്പായിട്ടുള്ള പല കാര്യങ്ങളും നമ്മൾ ആ കോഴ്സിൽ ഡീറ്റെയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറെ കാലങ്ങളായിട്ട് പല ആളുകളും എൻ്റെ അടുത്തൊരു ചോദ്യം ചോദിച്ചിരുന്നു, പ്രത്യേകിച്ച് ഈ പറയുന്ന കേസുകളിൽ ഫീമെയിൽസിന്റെ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് അവിടെ ഒരു സെക്സിലേക്ക് എത്തിക്കാവുന്ന അല്ലെങ്കിൽ സെക്സ് വേണ്ട എന്ന് പറയത്തക്ക ഒരുപാട് പ്രശ്നങ്ങളാണ് പലപ്പോഴും സ്ത്രീകളിൽ കണ്ടുവരുന്നത്. അതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്താണെന്നൊക്കെ ചോദിക്കാറുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ക്ലാസ്സുകളൊക്കെ കഴിഞ്ഞ് ആ കോഴ്സ് അറ്റൻഡ് ചെയ്ത ആളുകൾക്കൊക്കെ അതിന് പല ഉത്തരങ്ങളും കൃത്യമായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടാവും. പക്ഷെ ഈ ഒരു ടോപ്പിക് എനിക്ക് തോന്നുന്നു നമുക്കൊരു ഫ്രീ വെബിനാറിൽ ഞാൻ കൊണ്ടുവരാനുള്ള ഒരു കാരണം എന്താ വെച്ച് കഴിഞ്ഞാല്, സാധാരണ നമ്മൾ അറിയാവുന്ന സെക്സ് എഡ്യൂക്കേഷൻസ് ഒരുപാടുണ്ട് അല്ലെ, കുട്ടികളിലേക്ക് നമ്മൾ കൊടുക്കുന്ന സെക്സ് എഡ്യൂക്കേഷൻസ്. അവിടെയൊക്കെ നമ്മൾ സ്കൂളുകളിൽ കൊടുക്കുന്നത്, കോളേജുകളിൽ കൊടുക്കുന്നു, അല്ലെങ്കിൽ പാരന്റ്സിലേക്ക് കൊടുക്കുന്നു, അല്ലെങ്കിൽ കല്യാണം കഴിയുന്നവർക്ക് കൊടുക്കുന്നു. പല രീതിയിൽ പല വെറൈറ്റികളിലായിരിക്കും നമ്മൾ ക്ലാസ്സസ് ഒക്കെ കൊടുക്കുന്നത്. പക്ഷെ ഇവിടെ ഒരു സെക്ഷൽ ആയിട്ടുള്ള ഒരു വിഷയത്തെ പറ്റി നമ്മൾ സംസാരിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. കാരണം നമുക്ക് അറിയാം എന്തൊക്കെയോ കാര്യങ്ങളുണ്ട് ഇതിൽ, എന്തൊക്കെയോ കാര്യങ്ങളിലൂടെ നടക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ അടുത്ത് വരുന്ന ഒരു ക്ലയന്റിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രശ്നങ്ങൾ കേൾക്കുമ്പോൾ അത് പ്രശ്നമാണെന്നും അതിൻ്റെ ഒരു ഏകദേശം ആകത്തുക അതിൻ്റെ ഒരു കോഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. പക്ഷെ അതിന് സംസാരിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിന് പലതരത്തിലുള്ള തെറാപ്പികൾ ചെയ്തുകൊണ്ട് അത് ഹീൽ ചെയ്യാൻ പലർക്കും പറ്റാറില്ല. കുറെ ആളുകൾ എനിക്ക് തോന്നുന്നു ക്ലാസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം മെസ്സേജ് അയക്കാറുണ്ട്, ഇങ്ങനെ ഒരു കേസ് വന്നിട്ടുണ്ടായിരുന്നു, അതിലെ ഇത്തരം രീതിയിലാണ് പ്രോഗ്രഷൻ വന്നിട്ടുള്ളൂ, ഇനി അതിന്റെ അപ്പുറത്തോട്ടേക്ക് അത് പോകുന്നില്ല, അല്ലെങ്കിൽ നമുക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല,
നമുക്ക് തന്നെ സംസാരിക്കുന്നതിന് ലിമിറ്റ് ചെയ്യുന്ന പോലെ. കാരണം ഇത് കുറെ കാര്യങ്ങൾ ഡീപ്പ് ചെയ്ത് ചോദിക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഇവിടെ എന്നാ എല്ലാവരും ഈവൻ ഒരു സൈക്കോളജിസ്റ്റ് അല്ലെങ്കിൽ ഒരു ഡോക്ടർ ആണെങ്കിൽ പോലും സെക്സിനെ വല്ലാത്ത രീതിയിലാണ് നോക്കി കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിനെ നമുക്ക് എന്തായാലും ബ്രേക്ക് ചെയ്തേ പറ്റൂ. അതിന് ബ്രേക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ ഇന്ന് കാണുന്ന ഒരു നോർമലൈസ് ആയിട്ടുള്ള ഒരു സിസ്റ്റത്തിലേക്ക് സെക്സിനെ കൊണ്ടുവരേണ്ട ആവശ്യമില്ല. സെക്സ് ഒരു നോർമലൈസ് ചെയ്യപ്പെടുന്ന ഒരു സാധനമാക്കി കൊണ്ടുവരാൻ പാടില്ല. പക്ഷെ അതിന് കൃത്യമായ രീതിയിൽ റിസർച്ചേഴ്സ് ഒക്കെ ബേസ് ചെയ്ത് നല്ല രീതിയിലുള്ള പഠനങ്ങൾ നമുക്ക് ആവശ്യമുണ്ട്. റിസർച്ചേഴ്സ് ആവശ്യമുണ്ട്. അതിന്റെ കൂടെ അതിനെ നല്ല രീതിയിൽ പഠിപ്പിച്ചു കൊടുക്കുന്ന ആളുകളെ നമുക്ക് ആവശ്യമുണ്ട്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഇന്ന് നമ്മുടെ ജനറേഷനിൽ അല്ലെങ്കിൽ ഇന്നത്തെ കാലഘട്ടങ്ങളിൽ എത്രത്തോളമാണ് സെക്ഷൽ ആക്ടിവിറ്റി ലാക്ക് ചെയ്യുന്നതെന്നുള്ളത് ഒരു കൗൺസിലിംഗ് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഫാമിലിയുമായി ബന്ധപ്പെട്ടുള്ള തെറാപ്പികൾ ചെയ്യുന്ന ആളുകൾക്കൊക്കെ അറിയാം. അപ്പോ അത് എന്താണ് കുട്ടികളിൽ തന്നെ എത്രത്തോളം പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുന്നത്. പോൺ വീഡിയോ അഡിക്ഷൻസിനെ പറ്റി സംസാരിക്കാറുണ്ട്. അതുപോലെ തന്നെ പ്രണയത്തിലൂടെ സെക്ഷൽ അബ്യൂസസ് നടന്ന കുട്ടികളിലേക്ക് പല എന്താ പറയുക കൗൺസിലിംഗ് ചെയ്യുന്ന ആളുകളുണ്ടാവും. ഇതൊക്കെ കഴിഞ്ഞ് നമുക്കിപ്പോഴും അറിയില്ല ഇതെങ്ങനെയാണ്, അല്ലെങ്കിൽ ഈവൻ ഒരു കല്യാണം കഴിഞ്ഞ ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം, ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ആ ആളുടെ ശരീരപ്രകൃതം എങ്ങനെയാണെന്നുള്ളത്, അല്ലെങ്കിൽ അയാളുടെ സെക്ഷൽ ആക്ടിവിറ്റീസിനെ എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത് എന്നുള്ളതൊന്നും കുറെ കേട്ട അറിവുകളും കുറെ കണ്ടറിവുകളും മാത്രമേ ഉള്ളൂ. പഠിച്ച് അറിവുകൾ എനിക്ക് തോന്നുന്നു വളരെ കുറവാണ്. അത് കുറച്ച് ഹൈലി എഡ്യൂക്കേറ്റ് ചെയ്ത ആളുകൾക്ക് ഉണ്ടാവും എന്നൊക്കെ നമുക്ക് ചിലപ്പോൾ തോന്നും. പക്ഷെ അവരിൽ പോലും അത് നമുക്കൊരിക്കലും പറയാൻ പാടില്ല. എന്നാലും ഇവിടുത്തെ ഒരു ഇൻഫോർമേഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് വരുന്ന പല കേസുകളിലും എനിക്ക് തോന്നാറുണ്ട് അത് സാധാരണക്കാർ മാത്രമല്ല, ഹൈലി എഡ്യൂക്കേറ്റ് ചെയ്ത ആളുകൾക്ക് പോലും പലതരത്തിലുള്ള മിസ് ഇൻഫോർമേഷൻസ് ലോഡ് ചെയ്തിട്ടാണ് വരാറുള്ളത്. അതിന്റെ ഭാഗമായിട്ട് തന്നെ അവരുടെ ഒരു ഫാമിലി ലൈഫിൽ വലിയ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. ഈ സെക്സ് എന്ന് പറയുന്ന ഒരു കാരണം കൊണ്ട് മാത്രം ഡിവോഴ്സസിന്റെ എണ്ണം എത്രയാന്നുള്ളത് നമ്മളൊന്ന് നോക്കുന്നത് നല്ലത്. കാരണം ആ ഒരു കാരണം കൊണ്ട് മാത്രം എക്സ്ട്രാ മാരിറ്റൽ അഫയേഴ്സ് ഉണ്ടാവുന്നു, അല്ലെങ്കിൽ ആ ഒരു റീസൺ കൊണ്ട് മാത്രം ഡിവോഴ്സ് ആയിട്ട് പെട്ടെന്ന് വേറെ കല്യാണം കഴിക്കാനുള്ള പരിപാടിയിലോട്ട് പോകുന്നു. അപ്പോ ഇതൊരു പില്ലറാണ്. ഒരു വിവാഹത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പില്ലർ തന്നെയാണ് സെക്സ് എന്ന് പറയുന്നത്. പക്ഷെ അത് മാനേജ് ചെയ്യാനും അത് നല്ല രീതിയിൽ മൈൻഡ്ഫുൾ ആയിട്ട് അതിനെ മനസ്സിലാക്കാനും അത് ചെയ്യാനും ഒക്കെ നല്ല രീതിയിലുള്ള അറിവുകൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ കല്യാണത്തിനെ കുറിച്ച് പഠിക്കണം എന്ന് പറയുന്നത് പോലെ തന്നെ അതിലൂടെ തന്നെയാണ് സെക്ഷുവാലിറ്റിനെ കുറിച്ചും കൂടുതൽ അറിയണം, പഠിക്കണം എന്നുള്ള ഒരു ആവശ്യം ഉണ്ട്. അതുപോലെ തന്നെയാണ് അതിനെ പഠിപ്പിക്കുകയും. ഭയങ്കരമായ ഡീപ്പ് നോളേജ് ഉണ്ടെങ്കിൽ പോലും പലർക്കും അത് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റാറില്ല. കാരണം അത് പഠിപ്പിക്കുന്നിടത്ത് ഒരുപാട് കാര്യങ്ങൾ നമുക്കിതിപ്പോ എങ്ങനെ പറയാം, ഈ വിഷയത്തെ നമ്മളിപ്പോ എങ്ങനെയാ ഇത് പറയാ, ഇതിപ്പോ എങ്ങനെയാ പറയാ, നമുക്ക് മര്യാദയ്ക്ക് നല്ല ഭാഷയിൽ നമുക്ക് സംസാരിക്കാവുന്നേ ഉള്ളൂ ഒക്കെ. അപ്പൊ ആ നല്ല ഭാഷയിൽ സംസാരിച്ചുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെല്ലാം പഠിപ്പിച്ചു കൊടുക്കാനും നാളെ ഒരു സൊസൈറ്റിയിലേക്ക്, പ്രത്യേകിച്ച് നമ്മുടെ മക്കളിലേക്ക് ഇത് കൊണ്ടെത്തിക്കണമെങ്കിൽ ഓരോ മാതാപിതാക്കൾക്ക് തന്നെ ഇതിനെക്കുറിച്ച് നല്ല രീതിയിൽ അറിവുണ്ടായിരിക്കണം. അപ്പൊ അതിനെന്ത് ചെയ്യണം, അറിവ് പകർന്നു കൊടുക്കുന്ന ആളുകളുടെ എണ്ണം കൂടണം. അപ്പൊ ഇതിലിപ്പോ എനിക്കറിയാം പല ആളുകളും സാധാരണക്കാരും മാത്രമല്ല, ഇതുമായി ഈ സൈക്കോളജിയുമായി ബന്ധപ്പെട്ടിട്ടോ അല്ലെങ്കിൽ കൗൺസിലിംഗുമായി ബന്ധപ്പെട്ടിട്ടോ കൂടുതൽ പഠിക്കുക എന്നുള്ളത് ടീച്ചേഴ്സായ വേറെ ഏതെങ്കിലും പ്രൊഫഷൻ ചെയ്യുന്ന ആളുകളായിരിക്കും. സൈക്കോളജി എല്ലാവർക്കും നിർബന്ധമാണല്ലോ. അപ്പൊ ആ ഒരു സൈക്കോളജി അറിയണം എന്നും അതിൽ കൂടുതൽ കാര്യങ്ങൾ ടീച്ചേഴ്സ് പ്രത്യേകിച്ച് കുട്ടികളായിട്ട് ഇടപെടുന്ന ആളുകളുണ്ടാവും, അല്ലെങ്കിൽ ഇത്തരം സൈക്കോളജി ഹോസ്പിറ്റലുകളോ ക്ലിനിക്കുകളിലോ വർക്ക് ചെയ്യുന്ന ആളുകളുണ്ടാവും, അല്ലെങ്കിൽ ബേസിക്കലി ആ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് സൈക്കോളജി കംപ്ലീറ്റ് ചെയ്തിരിക്കുന്ന ആളുകളുണ്ടാവും. എല്ലാവരുടെ ഉദ്ദേശം കൂടുതലായിട്ട് അറിവുകൾ നേടുക എന്നുള്ളത് തന്നെയാണ്. പക്ഷെ അറിവ് നേടൽ മാത്രമല്ല, ആ അറിവ് പകർന്നു കൊടുക്കുന്നതിനെ പറ്റിയിട്ട് നന്നായിട്ട് പഠിക്കുക. അതിലേക്കും കൂടെ നമ്മൾ എന്താണ് കൂടുതൽ ശ്രദ്ധ കൊടുത്തിട്ട് നല്ല രീതിയിലുള്ള ട്രെയിനർ ആവാൻ വേണ്ടിയിട്ടില്ല. അപ്പൊ അതിനാണ് പ്രത്യേകിച്ച് വിപിൾ അക്കാഡമി കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത്, ഹൗ ടു ബിക്കം എ ഗുഡ് ട്രെയിനർ. അപ്പൊ നല്ലൊരു ട്രെയിനർ ആവുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഞാൻ ഇപ്പം പറയാറുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ, നമുക്ക് ഒരു മനുഷ്യന്റെ മനസ്സിലേക്ക് കയറി ചെന്ന് അയാളുടെ പ്രശ്നത്തെ അയാൾക്ക് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളത് അത് വലിയൊരു ടാസ്ക് ആണ്. അപ്പൊ അത് ഏറ്റെടുത്ത ആളുകളാണ് ഇപ്പൊ ഇവിടെ ഇരിക്കുന്നവരെല്ലാം. അപ്പൊ നമ്മളത് വലിയൊരു റെവല്യൂഷൻ തന്നെയാണ്, ഒരു മനുഷ്യന്റെ മനസ്സിൽ വലിയൊരു റെവല്യൂഷൻ തന്നെയാണ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കാൻ പോകുന്നത്. അപ്പൊ നമ്മൾ അതിൽ എപ്പോഴും പ്രിപ്പയർഡ് ആയിരിക്കണം. ഏത് സിറ്റുവേഷനിലും എപ്പോ വന്നാലും അയാൾ എത്രത്തോളം ബ്രേക്ക് ആയിട്ടാണ് വരുന്നതെങ്കിൽ പോലും നമ്മൾ ഭയങ്കര ഒരു കോൺഫിഡന്റ് ആയിരിക്കണം. നമ്മളെ മുമ്പിൽ ഇവിടെ വന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ അയാളുടെ പ്രശ്നങ്ങളൊക്കെ മാറും.
അത് എൻ്റെ ഒരു കോൺഫിഡൻസ് ആണ് എന്നുള്ള രീതിയിലായിരിക്കണം നമ്മൾ ഓരോ ട്രെയിനർമാരും ഉണ്ടാവേണ്ടത്. ട്രെയിനർ എന്ന് പറയുന്നത് ശരിക്കും ഗൈഡ് എന്നാണ് ഞാൻ എപ്പോഴും പറയാൻ ഉദ്ദേശിക്കാറുള്ളത്. ട്രെയിനർ എന്നുള്ള വാക്കിനെക്കാളും ഭയങ്കര രസം തോന്നുന്ന ഒരു വാക്ക് എനിക്ക് ഗൈഡ് എന്നാണ്. കാരണം വെളിച്ചമായിക്കൊണ്ട് നമുക്ക് അവരെ വഴികൾ കാണിച്ചു കൊടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റണം എന്നുള്ളത്. അപ്പൊ അത്രത്തോളം ഹാർട്ട് ടു ഹാർട്ട് കണക്ഷൻ നമുക്ക് ഉണ്ടായിരിക്കണം. അപ്പൊ അത്തരം കണക്ഷൻസ് ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ഇത്തരം വിഷയങ്ങളൊക്കെ നമുക്ക് ഭയങ്കര ഈസി ആയിട്ട് തന്നെ നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റും. അപ്പോൾ വിഷയത്തിലേക്ക് വരാം. അതായത് ഇവിടെ നമ്മൾ ടോപ്പിക്കില് ഫീമെയിൽ സെക്ഷുവാലിറ്റി, അതില് പെയിൻഫുൾ ഇന്റർകോഴ്സ്. അപ്പൊ ഈ അടുത്ത് വന്ന കുറച്ച് കേസുകൾ, അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ ഒരു ടോപ്പിക് ഇന്ന് തിരഞ്ഞെടുക്കാൻ കാരണം ഇപ്പൊ ഈ ഒരു 2-3 മന്ത്സ് ആയിട്ട് ഒരു കപ്പിൾ തെറാപ്പിയിൽ സ്ഥിരമായിട്ട് പല കേസുകളിലായിട്ട് ഞാൻ റിപ്പീറ്റ് ആയിട്ട് കാണുന്ന ഒരു കാര്യമാണ് ഈ ഫീമെയിൽസിലുള്ള അനോർഗാസ്മിക്, അതായത് ഓർഗാസം ഇല്ലാത്ത കേസുകൾ. അത് കാരണം അവരുടെ ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു. പെയിൻഫുൾ സെക്സ്, ഇന്റർകോഴ്സ് ചെയ്യുന്ന സമയത്ത് ഭയങ്കര പെയിന് ഫീൽ ചെയ്യുന്നു. അപ്പൊ ഇതിനെപ്പറ്റി നമുക്ക് കൂടുതലായിട്ട് അറിയണം. കാരണം ഇവിടെ ഇതിനെ ട്രീറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്നാണ് പലപ്പോഴും എല്ലാവരും ചോദിക്കുക. പക്ഷെ അവിടെ നമുക്ക് അറിയേണ്ട ഒരു കാര്യമാണ് ഇതിന്റെ പ്രധാനപ്പെട്ട കോസ് എവിടെയാണെന്നുള്ളതാണ് അറിയേണ്ടത്. കോസ് കിട്ടിക്കഴിഞ്ഞാൽ ട്രീറ്റ് ചെയ്യാൻ നമുക്ക് ഈസി അല്ലേ. എന്താണ് കാരണം എന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആ കാരണത്തെ ഇല്ലാതാക്കിയാൽ മതി. കാരണം എന്താന്നുള്ളതാണ്. കാരണം ഒരുപക്ഷെ ഇവർ പറയുന്നത് തന്നെയാണ് കാരണം ഒരിക്കലും ഒന്ന് വിചാരിക്കരുത്. നമ്മുടെ മുമ്പിൽ വരുന്ന ഒരാള് അവർക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് എനിക്കത് ഇഷ്ടമല്ലാത്തത് എന്നൊക്കെ പറയുമ്പോഴും അതൊന്നല്ലായിരിക്കും അവരുടെ കാരണങ്ങൾ. അവരുടെ കാരണങ്ങൾ നമുക്ക് ഈവൻ അവരിലേക്ക് ഇനിയും ഇറങ്ങി ചെന്ന് അവരെ ടിക്ക് ചെയ്ത് അവരുടെ ചൈൽഡ്ഹുഡും അവരുടെ പാസ്റ്റും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ഒരുപാട് കഥകളിലൂടെ പോകുമ്പോഴാണ് യഥാർത്ഥം നമുക്ക് അവരുടെ റൂട്ട് കോസ് കിട്ടുന്നത്. ആ റൂട്ട് കോസ് ചിലപ്പോൾ അവർ പറഞ്ഞതുമായി ചിലപ്പോൾ ഒരു ബന്ധം ഉണ്ടാവില്ല, വളരെ ചെറിയ ബന്ധം ഉണ്ടാവുള്ളൂ. ചിലപ്പോൾ അതായിരിക്കും അവരുടെ റീസൺ, അവർ റിയലൈസ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെ പല രീതിയിലായിരിക്കും നമ്മുടെ അടുത്ത് വരുന്ന ആളുകൾ ഉണ്ടാവുക. അപ്പൊ അവരിലേക്ക് ഇറങ്ങി ചെല്ലണമെങ്കിൽ നമുക്ക് എന്തായിരിക്കണം, നമുക്ക് ഒരു അശ്വമേധം കളിക്കണമെങ്കിൽ നമ്മുടെ കയ്യിൽ എന്തുണ്ടായിരിക്കണം, ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടായിരിക്കണം. ആ ചോദ്യങ്ങളെ പറ്റിയിട്ടാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ പെയിൻഫുൾ സെക്സ് എന്ന് പറയുന്നതിൽ അതില് ഡിസ്പെറോണിയ എന്നുള്ള രീതിയിലാണ് പൊതുവെ അതിനെ ഒരു മെഡിക്കലി നമ്മൾ പറയുന്ന ഒരു വേർഡ്, ഡിസ്പെറോണിയ. അത് ഇതാണ് ഫീമെയിൽ സെക്ഷുവാലിറ്റിയിൽ വരുന്ന പ്രോബ്ലംസിൽ മെയിൻ ആയിട്ട് രണ്ട് കാര്യങ്ങൾ. ഒന്ന് വെജൈനിസ്മസും ഡിസ്പെറോണിയാണ്. വെജൈനിസ്മസ് എന്ന് പറയുന്നത് അതൊരു ഇൻവോളണ്ടറി വെജൈനൽ മസിൽ ടൈറ്റനിങ് ആണ്. വെജൈനൽ ഭാഗത്ത് വരുന്ന മസിൽസിന്റെ ശരീരം നമ്മൾ ഒരു കോൺട്രാക്ട് ചെയ്യുന്നത് നമ്മൾ പോലും അറിയാതെ ഇൻവോളണ്ടറി ആയിട്ടുള്ളൊരു അവസ്ഥയിൽ എന്ത് ചെയ്യുന്നതാണ്, അതിന് ഒരു കോൺട്രാക്ഷൻ വരുമ്പോൾ അത് വെജൈനിസ്മസ് ആയി. അതിന്റെ പേരാണ് വെജൈനിസ്മസ് എന്ന് പറയുന്നത്. അപ്പൊ അവിടെ നമുക്ക് എന്ത് ചെയ്യാണ്, അവിടെ നല്ലൊരു പെയിൻ ഫീൽ ചെയ്യും. അല്ലെങ്കിൽ അവിടെ ഒരു ഭയങ്കര ഒരു കോയിറ്റസ് നടക്കാൻ പറ്റാത്ത രീതിയിലുള്ള ബോഡി ലാംഗ്വേജ് അവിടെ ക്രിയേറ്റ് ചെയ്യും. അപ്പൊ അവിടെ നമുക്ക് പെയിൻ ഉണ്ടാകും. അതുപോലെ തന്നെയാണ് ഡിസ്പെറോണിയ എന്ന് പറയുന്നത്. ഡിസ്പെറോണിയ എന്ന് പറയുന്ന കേസുകളിൽ നമുക്ക് ശരിക്കും സംഭവിക്കുന്നത് സെൻസിറ്റീവ് ആവണം, ഹൈപ്പർ സെൻസിറ്റീവ് ആയിക്കൊണ്ടിരിക്കും. അതായത് ശരിക്കും ഇന്റർകോഴ്സ് ചെയ്യുന്ന സമയത്ത് മാത്രമല്ല ഈ പെയിൻ ഉണ്ടാവുക. ചിലപ്പോ അതിന്റെ ഔട്ടർ വാളിൽ ടച്ച് ചെയ്താൽ തന്നെ പെയിൻ ആയിരിക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ ഹിപ്പിന്റെ ഭാഗത്തോട്ട് തന്നെ ജസ്റ്റ് മൂവ്മെന്റ് വന്നു കഴിഞ്ഞാൽ ഭയങ്കര പെയിൻ ആയിരിക്കും. അത് വെറുതെ പെയിന് ഫീൽ ചെയ്യില്ല. എപ്പോഴാണോ ഒരു സെക്ഷൽ ഡിസയർ ഫോം ചെയ്യുന്നത്, എപ്പോഴാണോ ഒരു പാർട്ട്ണറായിട്ട് നമ്മൾ സെക്സിലേക്ക് നമ്മൾ മുന്നോട്ട് പോകുന്നത്, അതിന്റെ ഒരു ഫോർപ്ലേക്ക് കംപ്ലീറ്റ് ചെയ്ത് അല്ലെങ്കിൽ അതിന്റെ ഒരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ക്ലൈമാക്സിൽ എത്തുന്ന സമയത്തായിരിക്കും അതിന് ഭയങ്കര ഒരു പെയിന് ഭയങ്കര കൂടി വരുന്നത്. അപ്പൊ അത് ഓരോ ആളിലും ഡിപ്പെൻഡ് ചെയ്യും. ചില ആളുകളിൽ പറയുന്ന പോലെ ഇന്റർകോഴ്സ് ചെയ്യുന്ന സമയം വരെ കുഴപ്പമുണ്ടാവില്ല, ഇന്റർകോഴ്സ് ചെയ്യുമ്പോഴായിരിക്കും പെയിൻ ഉണ്ടാവുന്നത്. അപ്പൊ അതിന്റെ കാരണങ്ങളിലേക്ക് നമ്മൾ ചുമ്മാ നമ്മൾ വെറുതെ അതിന്റെ ഒരു സിസ്റ്റത്തെ പറ്റി മാത്രം സംസാരിച്ച കാര്യമില്ല. അല്ലെങ്കിൽ അതെങ്ങനെയാണ്, അത് അങ്ങനെ ഇല്ല രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ സിമ്പിൾ ആണ്, അത് മാറും എന്നൊക്കെ പറയുന്ന രീതിയിലേക്ക് പറയാതെ എന്തൊക്കെയായിരിക്കും അതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഒരു ഈ അടുത്ത് വന്നൊരു കേസിലാണെങ്കിൽ അവര് ഏകദേശം കല്യാണം കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒരു 20 ഇയേഴ്സ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഒരു 20 വർഷത്തിലൊക്കെ മേലെ ആയിട്ടുണ്ട്. അവര് ഏകദേശം കല്യാണം കഴിഞ്ഞത് മുതലേ അവർക്ക് പെയിനാണ്. ആ പെയിന് പൊതുവെ അവര് കുറെ കാലമൊക്കെ അറിയിക്കാണ്ട് അങ്ങനെ പോകും. എല്ലാരിലും കോമൺ ആയിട്ട് കേൾക്കുന്ന ഒരു കാര്യമാണ്. പൊതുവെ തുടക്കം കുറച്ച് കാലം അവർ അറിയിക്കാതെ പോകും, കാരണം അത് നോർമൽ ആണെന്ന് വിചാരിക്കും. പക്ഷെ അത് ഏകദേശം ചിലപ്പോൾ ചില ആളുകൾ ഒരു 3 മാസം കഴിയുമ്പോഴേക്കും ചിലപ്പോൾ അത് പറഞ്ഞു കൊടുക്കും, ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്, നമുക്കത് പെർഫോം ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പാർട്ട്ണർ അറിയിച്ചു കഴിഞ്ഞാലും ചിലപ്പോൾ അതൊരു മെയിൽ പാർട്ട്ണർ എന്താ ചെയ്യാം, കുറെ കേസുകളിൽ പറയുന്ന ഒരു സ്ഥിരമായിട്ട് പറയുന്ന ഒരു വാക്ക് എന്താ വെച്ചാൽ സെക്സ് അല്ല, അത് സ്റ്റാർട്ടിങ്ങിൽ അങ്ങനെ തന്നെ ആയിരിക്കും, ബുദ്ധിമുട്ടുണ്ടാവും,
നമുക്ക് മെല്ലെ മെല്ലെ നോക്കാം എന്നൊക്കെ പറഞ്ഞ് അതിനെ വീണ്ടും വീണ്ടും സ്റ്റിമുലേറ്റ് ചെയ്ത് ആ ഒരു പേടി, ഓക്കെ, ആ ഒരു പേടി പിന്നെ അതെന്ത് ചെയ്യണം, ആ ഫിയർ പിന്നെ ട്രോമ ആയിട്ട് വരും. അപ്പൊ ഫസ്റ്റത്തെ കാരണങ്ങൾ പലപ്പോഴും ആങ്സൈറ്റി ആൻഡ് ഫിയർ തന്നെയാണ്. ഫസ്റ്റത്തെ കാരണം ഡിസ്പെറോണിയ എന്ന് പറയുന്ന കേസ്, പ്രത്യേകിച്ച് പെയിൻഫുൾ ഇന്റർകോഴ്സ് എന്ന് പറയുന്നതിൽ ഫിസിയോളജിക്കലി ഒരുപാട് റീസൺസ് ഉണ്ട്. അതുപോലെ തന്നെയാണ് സൈക്കോളജിക്കലിയും സൈക്കോസൊമാറ്റിക് ആയിട്ടുള്ള ഡിസോർഡറും കൂടിയാണ് എന്ത് ചെയ്യുന്നത്, ഡിസ്പെറോണിയ എന്ന് പറയുന്നത്. അപ്പൊ അവിടെ നമുക്ക് സാധാരണഗതിയിലുള്ള ട്രീറ്റ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ മാറുമോ? മാറില്ല. ഒരുപാട് ഗൈനക്കിനെ കാണിച്ചു എന്ന് പറയും, അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾക്ക് തന്നെ ഒരുപാട് ഡോക്ടർ നമ്മുടെ അടുത്ത് വരുന്ന സമയത്ത് പൊതുവെ മെയില് പറയുന്ന ഇപ്പൊ എന്താണ്, ഭർത്താവായിരിക്കും ഈ വിഷയത്തെ ഡിഫൈൻ ചെയ്യുന്നത്. ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, എന്താ ചെയ്യേണ്ടത്? ഞാൻ പറയും ഫീമെയിലിനെ കാണണം. ഒരിക്കലും ഭാര്യയ്ക്ക് എന്റെ മുമ്പിൽ വന്ന് നിൽക്കാനോ പറയാനോ ഒന്നും അവർക്ക് കഴിയില്ല. കാരണം അവർ യൂസ് ചെയ്യുന്ന ഇമോഷൻ, അവർക്ക് പറ്റുന്ന ഇമോഷൻ എന്താണ്, ആ സിറ്റുവേഷനിൽ അവർ അനുഭവിക്കുന്ന വേദന എന്താണ്, ഏത് തരത്തിലാണ് അവർക്ക് വേദന ഫീൽ ചെയ്യുന്നത്, എപ്പോഴാണ് ഇത് തുടങ്ങുന്നത്, ഇതൊന്നും അറിയാതെ നമുക്ക് യഥാർത്ഥത്തിൽ ഡയഗ്നോസ് ചെയ്യാൻ പോലും പറ്റില്ല. അപ്പോ ഭർത്താക്കന്മാര് വന്നിട്ടായിരിക്കും ഇവിടെ കോഴ്സും കാര്യങ്ങളൊക്കെ പറയുന്നത്. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു, അതിനുശേഷമാണ് ഇങ്ങനെയൊക്കെ ഉണ്ടായത്, അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞപ്പോഴേ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു, അതിനുശേഷം ഇത് മെല്ലെ മെല്ലെ കൂടിക്കൂടി വന്നു. അങ്ങനെയൊക്കെയാണ് അതിന്റെ ഒരു എന്താണ് ഒരു രീതിയിൽ അതിന്റെ കംപ്ലൈനിങ് ഒക്കെ കാണാറുള്ളത്. എന്തൊക്കെയാണെങ്കിലും അവിടെ നമുക്ക് എപ്പോഴും ഡയറക്ട്ലി നമ്മൾ കോൺടാക്ട് ചെയ്യുന്നത് ഫീമെയിലിനോട് തന്നെ ആയിരിക്കണം. കാരണം ഫീമെയിലിനോട് നമ്മൾ കൂടുതലായിട്ട് കാര്യങ്ങൾ അറിയണം. അപ്പൊ അവിടെ അയാളുടെ ഉണ്ടായിരിക്കുന്ന സൈക്കോളജിക്കലാണോ അതോ ഫിസിയോളജിക്കലാണോ എന്നുള്ള ഒരു ക്ലാസിഫിക്കേഷൻ ആദ്യം കൊണ്ടുവരണം. അപ്പൊ സൈക്കോളജിക്കലാണ് എന്ന് നമുക്ക് മനസ്സിലായി. ഫിസിയോളജിക്കലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് ഇത്തരം കേസുകൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ഇപ്പൊ ഒരു ഡോക്ടർ അല്ലാത്ത ആരും ആദ്യം ചെയ്യേണ്ടത്, നമുക്കിപ്പോ സൈക്കോളജിക്കൽ ആണെന്ന് തോന്നിയാൽ പോലും ഒരു ഗൈനക്കിനെ കാണിച്ച് ഒരു ഒരു സെക്സ് തെറാപ്പിസ്റ്റിനെ കാണിച്ച് ജസ്റ്റ് എന്ത് ചെയ്യാം, ഒരു എന്താണ് ഒപ്പീനിയൻ എടുപ്പിക്കാം. ഫസ്റ്റ് ഒപ്പീനിയൻ എടുപ്പിക്കുക, ഡോക്ടർ അല്ലാത്തവരല്ല. അപ്പൊ ആ ഒപ്പീനിയനിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഇത് അവര് കൃത്യമായിട്ട് ഒരു ഡീറ്റെയിൽ ചെയ്ത് തരും. ഇത് എന്തല്ല, ഒരു ഫിസിയോളജിക്കൽ പ്രശ്നങ്ങളൊന്നുമില്ല, ബാക്കിയെല്ലാം ഈ പറയുന്ന സെർവിക്കൽ വാൾസിന്റെ അല്ലെങ്കിൽ വജൈനൽ ഏരിയന്റെ എക്സ്റ്റൻഷനും അതിന്റെ എന്താണ് ഓപ്പൺ ചെയ്യുന്ന സ്പേസുകളൊക്കെ മസിൽസ് ഒക്കെ ക്ലിയർ ആണ്, അവിടെ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇവർക്ക് വരുന്ന പ്രശ്നം സൈക്കോളജിക്കലായി. അപ്പൊ ആ സൈക്കോളജിക്കൽ ഏരിയയിലേക്കാണെന്ന് കൺഫേം ആയാൽ മാത്രമേ നമ്മൾ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകേണ്ട ആവശ്യമുള്ളൂ. കാരണം ചിലപ്പോൾ പല ട്രീറ്റ്മെന്റുകളും ചെയ്ത് കഴിഞ്ഞാൽ ക്ലിയർ ആവുന്ന ചെറിയ കാര്യങ്ങളായിരിക്കും. അവിടെ നമ്മൾ കൂടുതലായിട്ട് ഈ ആളെ നമ്മൾ കൂടുതലായിട്ട് കൗൺസിലിങ്ങും കാര്യങ്ങളും ചെയ്യുമ്പോൾ ചിലപ്പോൾ ചില ആളുകൾ പേടിക്കാറാണ് പതിവ്. അപ്പോൾ അവിടെ നമ്മൾ ആ ഒരു ഫസ്റ്റ് ഒപ്പീനിയൻ നമ്മൾ എന്തായാലും ചെയ്തിരിക്കണം. രണ്ടാമത് സൈക്കോളജിക്കൽ ആണെന്ന് കൺഫേം ചെയ്താൽ മാത്രമേ പിന്നെ നമ്മൾ അതിലേക്ക് ആഡ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അവിടെ നമുക്ക് ഫസ്റ്റത്തെ ചോദ്യം അല്ലെങ്കിൽ ഫസ്റ്റത്തെ നമ്മുടെ ഒരു സ്പേസ് എന്ന് പറയുന്നത് ആങ്സൈറ്റി ആൻഡ് ഫിയർ ആണ്. ഈ ആങ്സൈറ്റി ആൻഡ് ഫിയർ എന്ന് പറയുന്ന സമയത്ത് നമുക്കറിയാം, ഇവിടെ ഇവിടെ നമുക്ക് എന്താണ് സെക്ഷൽ അവേർഷൻ ഡിസോർഡർ ഉണ്ട്. അതായത് മുമ്പെങ്ങാനും നമുക്കൊരു ട്രോമ വന്നതിന്റെ ഭാഗമായിട്ടോ, അല്ലെങ്കിൽ മുമ്പെങ്ങാനും നമുക്കൊരു എന്താ പറയാ ഒരു പ്രശ്നം, ഒരു സെക്ഷുവലി അബ്യൂസസ് വന്നതിന്റെ ഭാഗമായിട്ടോ സെക്സിനോട് ഭയങ്കരമായ പേടി തോന്നും. അപ്പൊ അവിടെ നമുക്ക് ശരിക്കും ആങ്സൈറ്റി ആൻഡ് ഫിയറിൽ ട്രോമ ആൻഡ് അബ്യൂസ് നമുക്ക് അവിടെ കൊടുക്കാം. അതായത് ട്രോമ കാരണോ അല്ലെങ്കിൽ അബ്യൂസസ് കാരണോ അവിടെ വരുന്ന ഒരു ആങ്സൈറ്റി ആണോ എന്നുള്ളത് നമ്മൾ നോക്കും. അപ്പൊ അതിന് നമുക്ക് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാം, അതിന്റെ ഡീറ്റെയിലിംഗിലേക്ക് പോകണം. കാരണം പലപ്പോഴും നമുക്ക് വരുന്ന കേസുകളിലൊക്കെ നല്ലൊരു ശതമാനം കേസുകളിലും ഒരു ട്രോമ അവർക്ക് പറയാനുണ്ടാവും, ഒരു സെക്ഷൽ അവേർഷൻ ആയിട്ട് തന്നെ. അതായത് ചെറുപ്പത്തില് ചൈൽഡ്ഹുഡിൽ അല്ലെങ്കിൽ അവരുടെ ഇപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്തോ കോളേജിൽ പഠിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ പ്രണയത്തിന്റെ ഭാഗമായിട്ട് പോയതോ എവിടെയെങ്കിലും ഒരു സെക്ഷൽ ആക്ട് നടന്നതിൽ ഇവർക്കൊരു ഭയങ്കരമായ ദുരനുഭവം അവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ആ ഒരു എക്സ്പീരിയൻസ് ആയിരിക്കണം ഒരു പക്ഷെ അവർക്ക് ട്രോമ ആയിട്ട് ഫോം ചെയ്തിട്ടുണ്ടാവും. അത് ഫിയർ ആയിട്ട് വരികയും പിന്നീട് അവർക്കൊരു മാരേജ് ലൈഫിൽ അവർ പാർട്ട്ണറായിട്ട് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ വരികയും അതിൽ ഭയങ്കര ഗിൽട്ട് ഫോം ചെയ്തിട്ട് പിന്നെ എന്ത് ചെയ്യാണ്, അത് കൂടിക്കൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻ ആണ് പലപ്പോഴും കാണാറുള്ളത്. ഒരു കാര്യം. രണ്ടാമതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും ഈ ഒരു എന്താണ് ഫിയർ, ഈ എന്താണ് സെക്സിനോട് തന്നെ ഒരു പേടി. അത് എങ്ങനെയാണ് പേടിക്കാന്ന് വെച്ച് കഴിഞ്ഞാല് കല്യാണത്തിനോട് ചില ആളുകൾക്ക് പേടി ഉണ്ടാവും. അപ്പൊ നമ്മൾ എന്താണ് പ്രീമാരൈറ്റൽ കൗൺസിലിങ്ങിന്റെ ഒരു വർക്ക്ഷോപ്പിലൊക്കെ പറയാറുണ്ട്, എന്തുകൊണ്ടാണ് പേടി? ആ പേടി കല്യാണത്തിനോടാണോ പേടി, അത് സെക്സിനോടാണോ പേടി, അല്ലെങ്കിൽ ഈ പറയുന്ന വ്യക്തിയോടാണോ പേടി, വീട്ടുകാരോടാണോ പേടി? എവിടേക്കോ നമ്മുടെ ഒരു ഫോബിയ അവിടെ ആക്ടിവേറ്റ് ആയിട്ടുണ്ടാവും, എന്തിനോടൊക്കെയോ. അപ്പൊ ആ ഒരു ഫോബിയക്ക് കാരണം നമ്മുടെ പാസ്റ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും. ചിലപ്പോൾ ചില ആളുകൾക്ക് ലൈഫിൽ എപ്പോഴും പുരുഷന്മാരായിട്ട് വല്ലാണ്ട് കണക്ട് ചെയ്ത ആളുകൾ ഉണ്ടാവില്ല. സ്കൂളുകളിലും ഈ പറയുന്ന ഗേൾസ് ഓൺലി സ്കൂളുകൾ പഠിച്ചിട്ടുണ്ടാവും,
അല്ലെങ്കിൽ പിന്നീട് വന്ന് എന്താ പറയാ വീട്ടിലും അങ്ങനെ ഒരുപാട് പുരുഷന്മാർ, ചിലപ്പോ അച്ഛൻ മാത്രമായിരിക്കും അല്ലെങ്കിൽ വാപ്പ മാത്രമായിരിക്കും, ഒരു ഫാദർ മാത്രമായിരിക്കും ചിലപ്പോൾ ഒരു ആണായിട്ടുണ്ടാവുക. ബാക്കിയുള്ളതൊക്കെ ചിലപ്പോൾ പെൺകുട്ടികളായിരിക്കും, മക്കൾ പെൺകുട്ടികളായിരിക്കും, കസിൻസ് കൂടുതലും പെൺകുട്ടികളായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ആ ഒരു ഒരു ചുറ്റുപാടിൽ നിന്ന് വന്ന ഒരാള് ഒരു കല്യാണം കഴിയുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അവർക്കൊരു പേടി. കാരണം കല്യാണം കഴിയുമ്പോൾ നമുക്കറിയാലോ, പ്രത്യേകിച്ച് ആണുങ്ങൾ പറയുന്നതും പെണ്ണുങ്ങൾ തമ്മിൽ സംസാരിക്കുന്നതും സെക്സിനായിട്ട് ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ആണുങ്ങൾ തമ്മിൽ പറയുന്ന സെക്സും പെണ്ണുങ്ങൾ തമ്മിൽ പറയുന്ന സെക്സും വ്യത്യാസമുണ്ട്. ആണുങ്ങൾ അതൊരു എക്സൈറ്റ്മെന്റിലൂടെയാണ് പറയുന്നതെങ്കിൽ പെണ്ണുങ്ങൾ പലപ്പോഴും അത് പല കേസുകളിൽ, പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു ന്യൂലി മാരീഡ് ചെയ്യുന്ന കപ്പിൾസിനോടൊക്കെ സംസാരിക്കുന്നതിൽ അതൊരു എക്സൈറ്റ്മെന്റിലുപരി ഒരു പേടി, ഒരു ഫിയർ, അതിന്റെ ഒരു എലമെന്റ് അതിന്റെ കൂടെ കൊടുക്കും. അതങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, ശ്രദ്ധിക്കണം അങ്ങനെ. പ്രത്യേകിച്ച് അമ്മമാർ തന്നെയാണ് പലതരത്തിൽ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഒരു പേടി കൊടുക്കും. ഡയറക്റ്റ് ആയിട്ടൊന്നും വളരെ കുറവ് ആളുകളാണ് സംസാരിക്കാറുള്ളൂ. പക്ഷെ ഇൻഡയറക്റ്റ് ആയിട്ട് എന്താണ്, ചില ആളുകൾ, ചില ഒരു ഒരു കപ്പിൾസ് ഒക്കെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഫസ്റ്റ് നൈറ്റിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ പാരന്റ്സിൽ നിന്ന് തന്നെ കേട്ടൊരു പ്രധാനപ്പെട്ട വാക്ക് എന്താ വെച്ചാല്, ഭർത്താവ് എന്ത് പറഞ്ഞാലും അത് ചെയ്യണം ട്ടോ എന്നാണ്. അപ്പൊ ഈ രീതിയിൽ ഫസ്റ്റ് നൈറ്റിലേക്ക് ഒരു ബെഡ്റൂമിലേക്ക് പോകുന്ന ഒരു മോളെടുത്ത് എങ്ങനെയാണ് ഇവർ ഈ രീതിയിൽ പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവിടെ എന്താണ് ഭർത്താവ് എന്ത് പറഞ്ഞാലും ചെയ്യണം എന്ന ഉദ്ദേശം ഒന്നും ആർക്കും ക്ലിയർ അല്ല. കാരണം അവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ട്. ഒരു വലിയൊരു വിഷയമാണ് കൊടുത്തേക്കാണ്. ഇത് എങ്ങനെയാണ് ഈ മകള് എടുത്തേക്കുന്നത് എന്നുള്ളത് പാരന്റ്സിനും അറിയില്ല. പാരന്റ്സ് എന്ത് രീതിയിലാണ് അത് പറഞ്ഞേക്കുന്നത് എന്നുള്ളത് അവർക്ക് രണ്ടുപേർക്കും അതറിയില്ല. പക്ഷെ മകള് സ്വാഭാവികമായിട്ടും ഈ ഒരു സെക്ഷൽ ആക്ടിനെ പറ്റിയിട്ട് തന്നെയാണ് അവിടെ മനസ്സിലാക്കുകയും അത് ആ ഒരു കംപ്ലീറ്റ്ലി ഭർത്താവ് എന്താണോ പറയുന്നത് അത് അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ള ഒരു കോൺഷ്യസിലാണ് കയറി ചെല്ലുന്നത്. അവിടെ ഒരു എന്താണ്, ഒരു തരത്തില് ഫസ്റ്റ് നൈറ്റിൽ തന്നെ അവരൊരു സെക്ഷൽ ആക്ടിലേക്ക് പോവുകയും അവിടെ നല്ല രീതിയിൽ ഇയാൾക്ക് നല്ലൊരു പെയിൻ അനുഭവപ്പെടുകയും അവിടെ നല്ല ഒരു 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 അടിപിടി തന്നെ നടന്നു നമുക്ക് പറയുമ്പോൾ, അത്തരത്തിലൊരു പ്രശ്നം നടന്നതിന് ശേഷം ഇയാൾക്ക് പിന്നെ ഒരു തരത്തിലും ഒരു ഓർഗാസം പോയിട്ട് ആ ഒരു തരത്തിലും ഒരു ഡിസയർ വരാത്ത തരത്തിലേക്ക് ആ ഒരൊറ്റ ദിവസം കൊണ്ട് തന്നെ സംഭവിച്ചു. പക്ഷെ അതിന്റെ ബാക്കിലേക്ക് ഹിസ്റ്ററിയിലേക്ക് നോക്കുന്ന സമയത്ത് ആ ഡിസയറിനെ പറ്റിയിട്ടും അവരുടെ കാര്യങ്ങളൊക്കെ അവർ ഓക്കെ ആയിരുന്നു. അതിനുശേഷം ഈ കല്യാണത്തിന് ശേഷം പ്രത്യേകിച്ച് ഈ ഫസ്റ്റ് നൈറ്റിലെ ഈ എക്സ്പീരിയൻസിന് ശേഷം ഇവർക്ക് ഭയങ്കരമായ ഒരു പേടി തോന്നുകയും പിന്നീട് അങ്ങോട്ടേക്ക് നല്ലൊരു കുറേ കാലങ്ങളോളം ഈ പറയുന്ന പേടി വെച്ചിട്ട് മാത്രമാണ് അവർ സെക്സിലേക്ക് ഏർപ്പെടാൻ പോയത്. കാരണം ഭർത്താവ് പറഞ്ഞാലൊന്നും കേൾക്കണം എന്ന് പറയുന്ന ആ ഒരു കോൺഷ്യസ്നസ് ആണ് അവിടെ കൊടുത്തത്. അപ്പൊ അവിടെ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ നമ്മൾ കൊടുക്കുന്ന അറിവുകളിൽ വളരെ ഇമ്പോർട്ടന്റ് ഒരു വാക്കാണെങ്കിൽ പോലും അതിൽ ഭയങ്കര ഒരു എലമെന്റ് ഉണ്ട്, ഭയങ്കര ഒരു എനർജി എലമെന്റ് ഉണ്ട്. അപ്പൊ നമ്മൾ കൊടുക്കുന്ന വാക്കുകൾ, നമ്മൾ കൊടുക്കുന്ന അഭിപ്രായങ്ങൾ, നമ്മൾ കൊടുക്കുന്ന ഒപ്പീനിയൻസ്, പ്രത്യേകിച്ച് കല്യാണം കഴിക്കാൻ പോകുന്നവര്, നമ്മൾ ജോലി ചെയ്യാൻ പോകുന്നവര്, പുതിയൊരു ജോലി ചെയ്യുകയാണ്. അപ്പൊ അവിടുന്ന് ഒരാൾ പറയാണ്, ഓ നല്ല സ്ഥലത്തേക്ക് വന്ന് പെട്ടത്, എന്താ പിന്നെ ചെയ്യുക, ഇനിയിപ്പോ ഇതൊക്കെ ചെയ്തല്ലേ പറ്റുള്ളൂ എന്നൊക്കെ. ചിലപ്പോ ഭയങ്കര സന്തോഷത്തിലും ആവേശത്തിലൊക്കെ വന്ന ഒരാളായിരിക്കും. ആ ആളുടെ കൊടുക്കുന്ന ഒരു നെഗറ്റീവ് എലമെന്റ് ആ അയാളുടെ ആ ജോബിനെ കംപ്ലീറ്റ്ലി എന്താണ് റോയിൻ ചെയ്യുന്ന തരത്തിലേക്ക് എത്തും എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ ഇതേപോലെ തന്നെയാണ് പുതിയ ഒരു സ്വഭാവത്തിലേക്ക്, പുതിയൊരു ജീവിതത്തിലേക്ക് പോകുന്ന ഒരാളോട് ആ ജീവിതത്തെ പറ്റിയിട്ട് ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കമന്റ് കൊടുക്കുമ്പോൾ അവരിലേക്ക് അത് എങ്ങനെയാണ് അക്സെപ്റ്റ് ചെയ്യപ്പെടുന്നത് എന്നുള്ളതും പിന്നീട് അത് എങ്ങനെയാണ് അവരുടെ ജീവിതത്തിൽ ബാധിക്കുന്നത് എന്നുള്ളതൊന്നും ഈ പറഞ്ഞ ആളുകൾ ശ്രദ്ധിക്കാറില്ല. അതുകൊണ്ട് തന്നെ പറയുന്ന ആളുകളെ നമുക്ക് ഒരിക്കലും മാനേജ് ചെയ്യാൻ പറ്റില്ല. കേൾക്കുന്ന നമ്മൾ, അല്ലെങ്കിൽ ഇനി കേൾക്കാൻ പോകുന്ന ആളുകൾക്ക് നമ്മൾ എങ്ങനെയാണ് ഇതിനെ ഡെവലപ്പ് ചെയ്ത് കൊടുക്കേണ്ടത് എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. കാരണം അവിടെ ഒരു സെക്സിനേക്ക് നമ്മൾ കൊണ്ടുപോകുന്ന സമയത്ത്, അല്ലെങ്കിൽ സെക്സിനെ പഠിപ്പിക്കുന്ന സമയത്ത് ഒരിക്കലും കല്യാണം കഴിക്കുന്നതേ സെക്സിന് വേണ്ടിയിട്ടാണ് എന്ന് പറയുന്ന ഒരു കോൺഷ്യസ്നസ് ഇല്ലാതാവണം. കല്യാണം കഴിക്കുന്നത് സെക്സിന് വേണ്ടിയിട്ടല്ല, ഒന്നാമത്തെ കാര്യം. പിന്നെ എന്തിനാണ് കല്യാണം കഴിക്കുന്നത് അത് നമുക്ക് പറയാനുണ്ട്. കാരണം അത് ആ വിഷയത്തിലൂടെ നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇനി നമ്മുടെ വിഷയത്തിൽ തെന്നി മാറിപ്പോകും. അതുകൊണ്ട് അതല്ല, സെക്സ് അല്ല നമ്മുടെ ഒന്നാമത്തെ കാര്യം. പക്ഷെ അതൊരു പ്രധാനപ്പെട്ട പില്ലറാണ്, പ്രധാനപ്പെട്ട ഒരു ഫാക്ടറാണ്. പക്ഷെ അതിനെക്കുറിച്ച് ആദ്യം അറിയണം. ആദ്യം എന്തറിയണം? ആദ്യം മനസ്സറിയണം. അപ്പോ ഒരു ഭർത്താവും ഒരു ഭാര്യയും ഇന്ന് കല്യാണം കഴിഞ്ഞു, ഇന്ന് രാത്രി അവർ കൂടെ ഒരു ബെഡിൽ കിടക്കുന്ന സമയത്ത് രണ്ടുപേരും യഥാർത്ഥത്തിൽ എന്തല്ല, ഇനി അവർ പ്രണയിച്ചു എന്ന് തന്നെ വിചാരിക്കുക. ഇതിനു മുമ്പ് ഒരു ഒരു പ്രീ മെറൈറ്റൽ ആയിട്ടുള്ള ഒരു സെക്ഷൽ ആക്ടിലേക്കൊന്നും അവർ പോയിട്ടില്ല. ചെറിയ രീതിയിൽ റൊമാൻറ്റിക്കും കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളൂ. പക്ഷെ ആദ്യമായിട്ടാണ് ഒരു ബെഡ് അവർ ഷെയർ ചെയ്യുന്നതെങ്കിൽ അവരുടെ ആ ഒരു സ്പേസിൽ, പ്രൈവറ്റ് സ്പേസിൽ അവർ രണ്ടുപേരും അപരിചിതരാണ് യഥാർത്ഥത്തിൽ. ഇപ്പൊ രണ്ടുപേർക്കും യഥാർത്ഥ സ്ട്രേഞ്ചേഴ്സ് തന്നെയാണ്. കാരണം ഒരു പരിധി വരെ അവർക്ക് രണ്ടുപേർക്കും അറിയാൻ, കുറെ സംസാരിക്കുകയും ചെയ്യും. പക്ഷെ ഒരു പരിധിയിൽ അപ്പുറത്തോട്ടേക്ക് ഇവർ രണ്ടുപേരും സ്ട്രേഞ്ചേഴ്സ് ആണ്. സോ അവിടെ നമുക്ക് കുറച്ചും കൂടെ ഓപ്പൺ ആവേണ്ട ഒരു സ്പേസ് ഉണ്ട്. കുറച്ചും കൂടെ
ഒരു മാനസികമായിട്ട് മെന്റലി ഒന്ന് വല്ലാണ്ട് ഒരു ബോണ്ടിങ് വരേണ്ട, ഇമോഷണൽ ബോണ്ടിങ് വരേണ്ട ഒരു സ്പേസ് അവിടെ ബ്ലാങ്ക് ആയി കിടക്കുന്നു. അപ്പൊ അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ശരിക്കും യഥാർത്ഥത്തിൽ ആദ്യത്തെ ദിവസം നമ്മൾ എല്ലാവരും ചെയ്യേണ്ടത്. അപ്പൊ അവിടെ ആ ഒരു കാര്യം ചെയ്യുന്നതിലൂടെയാണ് കല്യാണം കഴിക്കാൻ ഉദ്ദേശിച്ച ഒരു പേടിയുണ്ടല്ലോ, അത് പോവുള്ളൂ. കാരണം ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, നമ്മുടെ നാട്ടിലെ ഒരു സൊസൈറ്റിന്റെ ഒരു സ്വഭാവം വെച്ചിട്ട് ഭർത്താവിന്റെ വീട്ടിലേക്കാണ് ഭാര്യ വരുന്നത്, കല്യാണം കഴിച്ച പെൺകുട്ടി വരുന്നത്. അപ്പൊ അവിടെ സ്വാഭാവികമായിട്ടും ആ വീട് ഭയങ്കര സ്ട്രേഞ്ച് ഫീൽ ആയിരിക്കും ആ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവുക. ആണിനെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ട്രേഞ്ച് ഫീൽ ഒന്നും ഉണ്ടാവില്ല. ആ ഒരു കല്യാണത്തിന്റെ ഭാഗമായിട്ടുള്ള ഫിനാൻഷ്യൽ കാര്യങ്ങളും, അല്ലെങ്കിൽ അവിടെ കൂടിയിരിക്കുന്ന ആളുകളായിട്ടുള്ള ഒരു സംസാരങ്ങളും ചിരിയും കളിയും അതിന്റെ എക്സൈറ്റ്മെന്റുകളും ഒക്കെ തന്നെയാണ് ഒരു ആണിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവുമെങ്കിൽ, ആ ഫിനാൻഷ്യൽ ഇഷ്യൂസിന് ചിലപ്പോൾ കുറച്ച് സ്ട്രെസ് അവിടെ കാണും. അതല്ലാതെ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം, ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം ഒരു ഒന്നുമില്ല. ജസ്റ്റ് കണ്ടാൽ പോലും തിരിച്ചറിയുന്ന ഒരാളും ചിലപ്പോൾ അവിടെ ഉണ്ടാവില്ല. ഈ പ്രത്യേകിച്ച് അറേഞ്ച്ഡ് മാരേജ് ഒക്കെ ആണെങ്കിൽ അവിടെ എല്ലാവരും ഇത് ഭർത്താവിന്റെ അമ്മയാണ്, അല്ലെങ്കിൽ ഭർത്താവിന്റെ അച്ഛനാണ്, അല്ലെങ്കിൽ അനിയന്മാരാണ്, ഇത് ഏട്ടത്തിമാരാണ് എന്നുള്ള പരിചയപ്പെടുത്തലല്ലാതെ നമുക്ക് നേരത്തെ ആരെയും അറിഞ്ഞ് സംസാരിക്കാനോ ഉള്ളു തുറക്കാനോ നമുക്ക് അവിടെ പറ്റുന്നുണ്ടാവില്ല. അപ്പൊ അത്തരം സാഹചര്യത്തിലേക്കും പല പെൺകുട്ടികളും ഇവൻ നേരത്തെ അറിയുന്ന പാർട്ട്നേഴ്സ് ആണെങ്കിൽ പോലും ഇവരെ വീട്ടിലെത്തുമ്പോൾ സ്ട്രേഞ്ച് ഫീൽ അവർക്ക്. ആ സ്ട്രേഞ്ച് ഫീലിൽ നിന്നാണ് ഇവർ ഒരു പ്രൈവറ്റ് സ്പേസിലേക്ക് പോകുന്ന സമയത്ത് അവിടെ ഒരു സ്ട്രേഞ്ച് ഫീൽ രണ്ടാമത് അനുഭവപ്പെടുന്നത്. അവിടെ രണ്ടുപേർക്കും സ്ട്രേഞ്ച് ഫീലാണ് ശരിക്കും. പക്ഷെ അവിടെ നമ്മൾ ആ സ്ട്രേഞ്ച് ഫീലും മറന്ന് പെട്ടെന്ന് റൊമാൻറ്റിക് മോഡ് ഓൺ ആവുക എന്ന് പറയുന്നത് ആണിനെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ഈസി ആണെങ്കിലും ഒരു സ്ത്രീയെ സംബന്ധിച്ച്, ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഈസി അല്ല. അവിടെ ഒരുപാട് ഇമോഷണൽ ബോണ്ടിങ് നടക്കാനുണ്ട്. അപ്പൊ ഇത് സെക്സിന്റെ രണ്ടാമത്തെ ഒരു ഫാക്ടറാണ്. ഒരിക്കലും ഒരു സെക്ഷൽ ആക്ട് പെട്ടെന്ന് നടക്കുന്ന ഒരു പ്രോസസ് അല്ല. വളരെ സമയമെടുത്ത് അത് ഹോണസ്റ്റ് ആയിട്ടുള്ള സത്യസന്ധതയിൽ നിന്നും സന്തോഷത്തിൽ നിന്നും സ്നേഹത്തിൽ നിന്നും മാത്രം തുടങ്ങുന്ന ഒരു സാധനമാണ് സെക്സ് എന്ന് പറയുന്നത്. പിന്നെ അതിന്റെ യാത്ര സ്പിരിച്വലി ആണ് എന്ന് ഞാൻ പറയാനുള്ളത്. അതായത് സ്നേഹത്തിൽ നിന്നും സമാധാനം, സ്നേഹം, സന്തോഷം, ക്ഷമ എന്നൊക്കെ പറയുന്ന എല്ലാ എലമെന്റിൽ നിന്നും തുടങ്ങുന്ന ഒരു അവസ്ഥയാണെങ്കിലും അത് കൊണ്ടെത്തിക്കുന്നത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ സെക്സിന്റെ ക്ലൈമാക്സ് കൊണ്ടെത്തിക്കുന്നത് നമ്മളിലെ സ്പിരിച്വൽ ആണ്, ആത്മീയതയിലേക്കാണ്. കാരണം അവിടെ ആ ഇമോഷണൽ ബോണ്ടിങ്ങിൽ നിന്ന് പിന്നെ ഇവർ സ്പിരിച്വലി കണക്ട് ആയി പോകും. അവിടെയാണ് ആ ബന്ധം അത്രത്തോളം പെർഫെക്റ്റ് ആവുന്നത്. അങ്ങനെ പെർഫെക്റ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, സെക്സ് എലമെന്റ് എന്ന് പറയുന്നത് അവിടെ നമുക്ക് വെച്ചേക്കുന്നത്. അപ്പൊ അവിടെ നമുക്കതൊരു എക്സൈറ്റ്മെന്റ് മാത്രമായി തീർന്നാൽ ഒരു പക്ഷേ നമുക്ക് കുറച്ചു കാലം കഴിഞ്ഞാൽ അത് മടുപ്പ് വന്നു തുടങ്ങും. ഇപ്പൊ സെക്സിലേക്ക് മടുപ്പ് വന്നവരും സെക്സിനെ താല്പര്യമില്ലാത്തതിനൊക്കെ കാരണമായിട്ട് പല ആളുകൾ പറയുമ്പോൾ അതിന് പ്രധാനപ്പെട്ട കാരണം എന്താ വെച്ച് കഴിഞ്ഞാല്, ഒന്ന് ഭയങ്കര സ്ഥിരമായിട്ട് ഒരു പാറ്റേണിൽ സെക്സ് സ്കെഡ്യൂൾ ചെയ്യുന്നു. അതുപോലെ തന്നെ അവിടെ ഒരു കൃത്യമായ ഒരു ഫോർ പ്ലേ ഇല്ലാണ്ടാവുന്നു, അല്ലെങ്കിൽ കൃത്യമായ രീതിയിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ലാതാവുന്നു. ആ ഒരു കമ്മ്യൂണിക്കേഷനിൽ തന്നെ പ്രത്യേകിച്ച് ഒരു തരത്തിലും അപ്രിസിയേഷനോ ഗ്രാറ്റിറ്റ്യൂഡോ ഒന്നും ഇല്ലാണ്ടാവുന്നു. ഇവിടെ പിന്നെ എന്തിനാ പിന്നെ ഒരു സെക്സ് എന്നുള്ള ചോദ്യം ലാസ്റ്റ് രണ്ടുപേരിലല്ല, മിക്കവാറും സ്ത്രീകളുടെ ഉള്ളിലാണ് അത് വരാറുള്ളത്. കാരണം പുരുഷന്മാരുടെ ഉള്ളിൽ ആ ഒരു സെക്ഷൽ ആക്ടിനെ എക്സൈറ്റ്മെന്റ് ആയിട്ട് കാണുമ്പോൾ ആ എക്സൈറ്റ്മെന്റ് കഴിയുന്നതോടെ തന്നെ അത് ഓഫ് ചെയ്യുന്നുണ്ട്. സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം എക്സൈറ്റ്മെന്റ് മാത്രമല്ല, അതിന്റെ കൂടെ കുറച്ച് എലമെന്റും കൂടെ എക്സ്ട്രാ വരുന്നുണ്ട്. ഇത് രണ്ടുപേരും ഒരുപോലെ മനസ്സിലാക്കി ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോകുന്ന സമയത്ത് മാത്രമാണ് അവരുടെ ലൈഫ് ലോങ് എന്ത് ചെയ്യുന്നുള്ളൂ, ഈ സെക്ഷൽ ആക്ടിവിറ്റി ഒരേ എനർജിയിൽ നിൽക്കുള്ളൂ. ഓക്കെ. അപ്പോ ഇതിനെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും പല ആളുകളും പറയാറുണ്ട്, എന്താണ് കല്യാണം കഴിഞ്ഞ് കുറച്ചു കാലമൊക്കെ അതൊരു ഓക്കെ ആണ്, പിന്നീട് അത് മീൻസ് അതൊരു ആചാരമായിട്ട് പോകും. ചെയ്യണം, അത്രേ ഉള്ളൂ. അപ്പൊ അത് ചെയ്തില്ലെങ്കിൽ അതൊരു പ്രശ്നമാണ്. അല്ലെങ്കിൽ ഉറക്കം കിട്ടാൻ വേണ്ടിയിട്ട് സെക്സ് ചെയ്യണം. അല്ലെങ്കിൽ പേരിന് ഇനി ഭാര്യയ്ക്ക് വേറെ ബന്ധങ്ങളിലേക്ക് പോകാൻ പാടില്ല, എനിക്കും എന്റെ ആവശ്യങ്ങൾ പെട്ടെന്ന് തീർക്കണം എന്നുള്ള രീതിയിൽ ഭാര്യ ഭർത്താക്കന്മാർ അതിലൊരു എന്ത് ചെയ്യാണ്, അതൊരു ടൂളായിട്ട് മാരേജിന്റെ ഒരു പെർഫെക്ഷന് വേണ്ടിയിട്ട് ഒരു ടൂളായിട്ട് മാത്രമാണ് പലപ്പോഴും സെക്സിനെ കാണാറുള്ളത്. അതിൽ നിന്ന് നമുക്കൊരു ചേഞ്ച് വരാത്തോടത്തോളം കാലം ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് നമുക്ക് ഒരിക്കലും കുറഞ്ഞു വരില്ല. ഓക്കെ. അപ്പൊ ഇതാണ് ഒരു ടൈമിൽ, അതായത് ആ ഒരു സമയത്ത് എങ്ങനെയാണ് രണ്ടുപേരിലേക്ക് ആ സ്ട്രേഞ്ച് ഫീലിംഗ് മാറ്റിക്കൊണ്ട് അത് ആ സെക്സിലോട്ട് എത്താതെ ഇരിക്കുന്ന സമയത്ത് അവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഒരു ആങ്സൈറ്റി ആൻഡ് ഫിയർ. ഓൾറെഡി ഒരു സ്ട്രേഞ്ച് ഫീൽ ഇരിക്കുന്ന ഒരു സ്ത്രീ, ഒരു പെൺകുട്ടി അവിടെ ഒരു പ്രൈവറ്റ് സ്പേസിലോട്ട് പോകുമ്പോൾ അവിടെയും ഒരു കാര്യങ്ങളൊന്നും സംസാരിക്കാതെ ജസ്റ്റ് പെട്ടെന്ന് തന്നെ, അല്ലെങ്കിൽ ഒരു നോർമൽ ഒരു എന്താ പറയാ ഫസ്റ്റ് നൈറ്റിന്റെ ആവശ്യത്തിന് വേണ്ടി, ഞാൻ അതിന്റെ പേരിനെ പറയല് ഫസ്റ്റ് നൈറ്റ് മിസ്റ്ററി എന്നാ പറയാറ്. കാരണം അങ്ങനത്തെ സംഭവം തന്നെ അവിടെ ആവശ്യമില്ല.
ഫസ്റ്റ് നൈറ്റ് എന്നൊക്കെ പറഞ്ഞ ഭയങ്കര ആഘോഷങ്ങളാണ്. ആ ആഘോഷങ്ങളിൽ നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാല് ആ ചിരിയും കളിയൊക്കെ നമുക്ക് കാണുന്നുണ്ടെങ്കിലും അവർ ബെഡ് സ്പേസിലോട്ട് എത്തുന്നതിലൂടെ അവർ രണ്ടുപേരും പല രീതിയിലാണ് എന്താണ് അതിനെടുക്കുന്നത്. ആ രീതിയെ, ആ ഒരു സിറ്റുവേഷൻസിനെ അവർ പെർസീവ് ചെയ്യുന്നത്. അപ്പോൾ ആ സിറ്റുവേഷൻസിനെ പോസിറ്റീവ് ആയിട്ടാണോ എടുക്കുന്നത് എന്നുള്ളത് രണ്ടുപേരും അനലൈസ് ചെയ്തിരിക്കണം. അത് വളരെ ഇമ്പോർട്ടന്റ് ഒരു കാര്യം. മെയിലിന്റെ ഭാഗത്ത് മെയിലും ഫീമെയിലിന്റെ ഭാഗത്ത് ഫീമെയിലും രണ്ടുപേരും ഈ ഒരു എന്ത് ചെയ്യുന്നത്, ഈ കാര്യത്തെ, സെക്ഷൽ ആയിട്ടുള്ള ആക്ടിനെ കൃത്യമായ രീതിയിൽ തന്നെ മനസ്സിലാക്കിയിട്ടുണ്ടോ, രണ്ടുപേർക്കും അതിൽ പൂർണ്ണമായി കൺസെന്റ് ഉണ്ടോ, രണ്ടുപേരും അതിന് ഇപ്പൊ പ്രിപ്പയർഡ് ആണോ. ഈ എക്സൈറ്റ്മെന്റ് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല, സ്നേഹം മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല, സെക്സ് ചെയ്യാൻ ഇഷ്ടം ഉണ്ടായിട്ട് മാത്രം കാര്യമില്ല. ആ ടൈമിൽ അത് അവർ രണ്ടുപേരും അതിന് പ്രിപ്പയർഡ് ആണോ എന്നുള്ള ഒരുപാട് കാര്യങ്ങളിലേക്ക് അവരൊന്ന് സെൽഫിൽ ഒരു അനാലിസിസ് നടത്തൽ അത്യാവശ്യമാണ്. അത് നമ്മൾ നേരത്തെ അതിന് പഠിപ്പിച്ചു കൊടുക്കൽ ആവശ്യമാണ്. കാരണം അത് ഇല്ലാതാവുന്നതോടെ അവിടെ നടക്കുന്ന സെക്ഷൽ ആക്ടിവിറ്റി നമുക്ക് തോന്നും. ചില ആളുകളൊക്കെ പറയും അന്ന് ഫസ്റ്റ് സെക്സ് ഓർമ്മ ഉണ്ടോ എന്നൊക്കെ ഞാൻ ചോദിക്കാറുണ്ട്. അപ്പൊ ചില ആളുകൾക്ക് പറയും അത് ഭയങ്കര ഓക്കെ ആയിരുന്നു, അതിനൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല. ചിലപ്പോൾ ഒരു ഭർത്താവിന്റെ സൈഡിൽ നിന്ന് ഞാൻ പലപ്പോഴും പറയാനുള്ളത് ശരിക്കും അയാളുടെയും അറിവില്ലായ്മയാണ് അത്. കാരണം ഭാര്യയ്ക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു എന്നുള്ളത് ഭർത്താവ് അറിഞ്ഞിട്ടില്ല. ഒരിക്കലും നമുക്ക് ഭർത്താക്കന്മാരെ നമുക്ക് കുറ്റം പറയാനോ പ്രശ്നം പറയാനൊന്നും പറ്റില്ല. കാരണം അയാളത് അറിഞ്ഞിട്ടില്ല ഇങ്ങനെ ഒരു പ്രശ്നം അവർക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതോ. ആ സമയത്തൊന്നും പറഞ്ഞില്ല. ഇത് എപ്പോഴാ പറയാ? ചിലപ്പോൾ ഒരു 6 മാസം കഴിഞ്ഞിട്ട്, ചിലപ്പോൾ 2 വർഷം കഴിഞ്ഞിട്ട്, 10 വർഷം കഴിഞ്ഞിട്ട് പറഞ്ഞ ആളുകളൊക്കെ ഉണ്ട്. 10 വർഷം വരെ അതങ്ങനെ തന്നെ അനുഭവിച്ച് പിന്നെ 10 വർഷം അനുഭവിച്ചു എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാലോ. ആദ്യത്തെ 2-3 മാസേ അതിന്റെ ഒരു ഡിസയറും കാര്യങ്ങളൊക്കെ ഉള്ളൂ. അതിനുശേഷം പിന്നെ ചുമ്മാ അതങ്ങനെ ഒരു കാര്യം ടൂള് എന്നുള്ള രീതിയിൽ അതങ്ങനെ പോകുന്നു എന്നല്ലാതെ ഇവർ തമ്മിൽ ഈ കാര്യങ്ങൾ സംസാരിക്കുന്നത്. ഭർത്താക്കന്മാർ പലപ്പോഴും ചോദിക്കും, എന്താണ് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടോ, എന്തെങ്കിലും ഫീൽ ചെയ്യുന്നില്ലേ, വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അത് ഭർത്താക്കന്മാരെ സങ്കടപ്പെടുത്തണ്ട എന്നുള്ളത് കൊണ്ട് പലപ്പോഴും ഭാര്യമാർ എന്ത് ചെയ്യും, കുഴപ്പമില്ല, പ്രശ്നമില്ല എന്ന് പറഞ്ഞു കൊടുക്കും. അപ്പൊ അതൊക്കെ ഇവരെ സംഭവിക്കുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ പുറത്തോട്ട് കാണിക്കുന്ന ഈ മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് അതെന്തല്ല, അത് ക്ഷമയുടെ സ്പേസ് അല്ല, അത് പേഷ്യൻസ് അല്ല, അത് ലവ് സ്നേഹമല്ല, അത് കെയർ അല്ല, അത് ഒന്നുമല്ല. നമ്മൾ നമ്മുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നതുകൊണ്ടാണ് അതൊക്കെ സംഭവിക്കുന്നത്. പക്ഷെ അതൊരു ദിവസം പൊട്ടും. ആ ഇമോഷൻസിനെ വല്ലാണ്ട് പിടിച്ചു വെച്ച് കഴിഞ്ഞാൽ അതൊരു ദിവസം പൊട്ടും. അങ്ങനെ ഒരു ദിവസം പൊട്ടിക്കഴിഞ്ഞാൽ അത് അവിടെ എന്ത് ചെയ്യും, വലിയ കോലാഹലങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെ അങ്ങനെ പല പ്രശ്നങ്ങളും കഴിഞ്ഞിട്ടായിരിക്കും ഇങ്ങനത്തെ ആളുകൾ നമ്മുടെ മുമ്പിൽ വരുന്നത്. അപ്പോ നമുക്ക് അവിടെ അത്തരം കാര്യങ്ങളെ നമ്മൾ ഇല്ലാതാക്കണമെങ്കിൽ, പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറയുന്ന പോലെ, അവിടെ അത്തരം പ്രശ്നങ്ങൾ വരാതിരിക്കണമെങ്കിൽ നമുക്ക് അവർക്ക് നേരത്തെയുള്ള ഒരു അവയർനെസ് കൊടുത്തേ പറ്റുള്ളൂ. അപ്പൊ അത്തരം സാഹചര്യങ്ങളിൽ ഇങ്ങനെ ആ ഒരു സ്ട്രേഞ്ച് ഫീലിനെ ഇല്ലാണ്ടാക്കാൻ അല്ലെങ്കിൽ ആ ഇമോഷണൽ ബോണ്ടിങ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ അവിടെ ഡെവലപ്പ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം ആങ്സൈറ്റി ആൻഡ് ഫിയർ ആണ്. കല്യാണത്തിനോടുള്ള സ്ട്രേഞ്ച് ഫീലിൽ അവർക്ക് ഉണ്ടായ ഒരു പേടിയും പിന്നെ അതിനെ ഫസ്റ്റ് നൈറ്റിൽ ഉണ്ടായിരുന്ന പേടിയും, ഇത് രണ്ടും പിന്നെ ഇങ്ങനെ ഒരു തോട്ട് പ്രോസസ്സിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോ ചില ആളുകൾക്ക് പറയാറുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാല്, ഇത് രാത്രി എല്ലാ പണിയും കഴിഞ്ഞ് റൂമിലേക്ക് പോകാൻ പേടിയാണെന്നാ പറയാം. റൂമിലേക്ക് പോകാനും അവിടെ ഭർത്താവ് വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. പാവം ഭർത്താവിന് ഈ വിഷയങ്ങളൊന്നും അറിഞ്ഞൂടാ. അറിയുന്നവര് വേറെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ അറിഞ്ഞിട്ടും ഇത് ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ഫോഴ്സ് ചെയ്യുന്ന ആളുകൾ വേറെ ഉണ്ട്. പക്ഷെ ഇതൊന്നും അറിയാതെ നല്ല രീതിയിൽ തന്നെ ജീവിച്ചു പോകുന്ന ഭാര്യ ഭർത്താക്കന്മാരുണ്ട്. തുടക്കകാലങ്ങളിലൊന്നും ഇവര് ഭാര്യമാര് പറയാത്തത് കൊണ്ട് തന്നെ ഭർത്താക്കന്മാർക്ക് അത് അറിയാത്തതുകൊണ്ടും അത് എന്താണ് എക്സ്പെക്ട് ചെയ്തിട്ട് ചിലപ്പോൾ ബെഡ്റൂമിൽ ഇരിക്കുന്നതാണ് ഭർത്താവ്. പക്ഷെ ഭാര്യയ്ക്ക് പോകാൻ പേടിയാണ്. കാരണം അവിടെ ഒരു സെക്ഷൽ ആക്ട് വന്നു കഴിഞ്ഞാൽ അന്ന് അനുഭവിക്കുന്ന വേദനകൾ കാരണം അത് അങ്ങോട്ടേക്ക് പോകാൻ ഭയങ്കര ഒരു പേടിയായിരിക്കും. അപ്പൊ ഭർത്താവ് ഉറങ്ങുന്നത് വരെയൊക്കെ ചിലപ്പോൾ ഇങ്ങനെ കാത്തിരുന്ന് പോകുന്ന ഭാര്യമാര്, അങ്ങനെയൊക്കെ ഒരു കപ്പിൾ കൗൺസിലിംഗ് പല ആളുകൾ അത് അങ്ങനത്തെ പറയാറുണ്ട്. അതുപോലെ തന്നെ ഒരുമിച്ച് കിടക്കുകയാണെങ്കിൽ തന്നെ പെട്ടെന്ന് ഭാര്യമാർ ഉറങ്ങുക, പെട്ടെന്ന് ഉറക്കം നടിച്ചിട്ട് അഭിനയിച്ചിട്ട് പെട്ടെന്ന് ഉറങ്ങുക. കാരണം ഭർത്താക്കന്മാരെ പിന്നെ വന്ന് വിളിക്കൊന്നുമില്ല. അപ്പൊ അങ്ങനെയൊക്കെയുള്ള അടുത്തേക്ക് വരുമ്പോ തന്നെ പേടിയാണ് എന്ന് പറയുന്ന രീതിയിൽ. പക്ഷെ ഇതൊക്കെ പറയുന്ന എപ്പോഴായിരിക്കും അറിയോ, ഒരു 10-15 വർഷം കഴിഞ്ഞിട്ടാട്ടോ. അതിന്റെ ഉള്ളിൽ തുടക്കത്തിലൊന്നും ഈ വിഷയങ്ങൾ പറയാണ്ട് മുന്നോട്ട് പോകുന്ന കുറെ ആൾക്കാരുണ്ട്. പറഞ്ഞിട്ടും മനസ്സിലാവാത്തവരും ഒരു സൈഡിലുണ്ട്. അപ്പൊ ഇതാണ് ഇവിടെ ഈ ഫിയർ വരുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെയെങ്കിലും ആ ഒരു ബുദ്ധിമുട്ട് വന്ന ആളുകൾ തുടക്കത്തിൽ തന്നെ അത്തരം പ്രശ്നങ്ങൾ ഉള്ളവർ പെട്ടെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഭർത്താക്കന്മാർക്ക് നമ്മൾ കൊടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അവയർനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ സെൽഫിൽ എന്ത് ചെയ്യാൻ പാടില്ല, അത് നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് അതിനെ ഹീൽ ചെയ്യാൻ നോക്കരുത്. കാരണം നടക്കൂല. അതൊരിക്കലും നടക്കാൻ പോകുന്നത്. ഒരു ഭർത്താവിനും ഭാര്യയുടെ അത്തരം പ്രശ്നങ്ങൾ ഡീൽ ചെയ്യാൻ പറ്റില്ല. അത് എക്സ്പെർട്ടൈസ് ചെയ്യേണ്ടി വരും. അതിന് ഡോക്ടേഴ്സിനെ മീറ്റ് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ ഇത്തരം സൈക്കോ തെറാപ്പിസ്റ്റിനെ മീറ്റ് ചെയ്യേണ്ടി വരും. കാരണം അവിടുന്ന് നമുക്ക് കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഏറ്റവും ചെറിയ മെത്തേഡിലൂടെ, എനിക്ക് തോന്നുന്നു വളരെ ചില കേസുകളിലൊക്കെ ഒരു നോർമൽ അഡ്വൈസും കുറച്ച് സ്നേഹം ഡെവലപ്പ് ചെയ്ത് കൊടുക്കുകയും അവരുടെ ഒരു പേഴ്സണൽ ഡെവലപ്മെന്റ്സ് ഒക്കെ ചേഞ്ച് ചെയ്താൽ തന്നെ ഈസി ആയിട്ട് അത് പോകും.
പക്ഷെ അതിന് നല്ലൊരു ഡെപ്തിലുള്ള ഒരു കോഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ടൈം എടുക്കും എന്നല്ലാതെ നമുക്കത് ക്യൂർ ആവാനുള്ള ആ പ്രശ്നം മാറാനുള്ള സാധ്യതകൾ ഏകദേശം 90% നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷെ ഇത് വെച്ചുകൊണ്ടിരുന്നിട്ട് ഈ പേടി മനസ്സിൽ കിടന്ന് ഈ പേടി പിന്നെന്ത് ചെയ്യാണ്, വേറെ പാസ്റ്റ് എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാതെ തന്നെ ഈ ഒരു സ്ട്രേഞ്ച് ഫീലിനെ കൊണ്ടോ അല്ലെങ്കിൽ സെക്സിനോടുള്ള ഒരു ഫോബിയ കാരണമോ പിന്നീട് ഇത് മനസ്സിലിട്ട് അലട്ടി 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 അത് ട്രോമയായിട്ട് മാറും. അത്തരം ട്രോമയാണ് നമുക്ക് 10-15 വർഷം കഴിഞ്ഞിട്ട് നമ്മൾ കേൾക്കുന്നതെങ്കിൽ അവിടെ നമുക്കത് ഹീൽ ചെയ്യാൻ നല്ല സമയം എടുക്കും. എന്ന് മാത്രമല്ല അതിന് രണ്ടുപേരും നല്ല രീതിയിൽ കോപ്പറേറ്റ് ചെയ്യുമ്പോഴാണ്. കാരണം ഈ 10-15 വർഷമൊക്കെ ആകുമ്പോഴേക്കിന് ഭർത്താവിന്റെ നല്ലൊരു മനസ്സ് അവിടെ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ഭാര്യയുടെ ഏകദേശം കംപ്ലീറ്റ്ലി നമുക്ക് വേണമെങ്കിൽ 99% ഡിസയറുകളും അറൗസൽസും ഓർഗാസും ഒക്കെ അവിടെ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. പിന്നെ ഇത് രണ്ടാമത് ഡെവലപ്പ് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് നല്ല പണിയുള്ള കാര്യമാണ്. മിക്കവാറും സ്ത്രീകളിൽ അനോർഗാസ്മിക് ആയിട്ടുള്ള ഓർഗാസം ഇല്ലാത്ത ഒരാളായിട്ട് ട്രാൻസ്ഫോം ആയിട്ടുണ്ടാവും. ഒരു സെക്കൻഡറി അനോർഗാസ്മിക് ആയിട്ടുള്ള ഒരു സിസ്റ്റത്തിലോട്ട് ആളെത്തിയിട്ടുണ്ടാവും. അപ്പൊ അവിടെയാണ് ആങ്സൈറ്റി, ഫിയർ എന്ന് പറയുന്ന വിഷയത്തെ നമ്മൾ കൂടുതലായിട്ട് മനസ്സിലാക്കണം. അതുപോലത്തെയാണ് ഇവിടെ നമ്മൾ ആദ്യം പറഞ്ഞ പാസ്റ്റ് ട്രോമ ആൻഡ് അബ്യൂസ്. ഈ രണ്ട് വിഷയത്തിൽ, കാരണം അവിടെ നമുക്ക് ഫസ്റ്റ് നമ്മൾ പറയുന്നതിൽ പ്രത്യേകിച്ച് ഒരു സ്ട്രെയിൻഡ് ഫീലോ അല്ലെങ്കിൽ കല്യാണത്തോടുള്ള പേടിയും അതുപോലെ തന്നെ ഈ പറയുന്ന കാര്യങ്ങളോട് പേടിയൊക്കെ തന്നെ ഉള്ളൂ എന്ന് വിചാരിക്കെങ്കിലും രണ്ടാമത്തെ വിഷയം ട്രോമയാണ്, ട്രോമ അബ്യൂസസ്. ഈ പറയുന്ന സെക്ഷൽ അവേഷൻ ഡിസോർഡർ ഒക്കെ പോലെയുള്ള. അപ്പൊ അത്തരം കാര്യങ്ങൾ ഒരു കേസിൽ തന്നെ എന്നോട് സംസാരിച്ചത് എനിക്ക് തോന്നുന്നു കുറെ കഴിഞ്ഞിട്ടാണ്. അതായത് അവർക്ക് പോലും ആ ഒരു കല്യാണം കഴിഞ്ഞ പെൺകുട്ടിക്ക് പോലും അറിയുന്നില്ലായിരുന്നു എന്ത് എന്റെ പ്രശ്നം ഇതാണ്. കാരണം അവർക്ക് സെക്സിനോട് താല്പര്യമില്ല, ഇന്റർകോഴ്സ് ചെയ്യുന്ന സമയത്ത് ഭയങ്കര പെയിൻ ആണ്, അവർക്ക് മെന്റലി ഭയങ്കര ഇഷ്യൂസ് വരുന്നു, അല്ലെങ്കിൽ ഫോർപ്ലേ കഴിഞ്ഞ് ബോഡി അപ്പേക്കിന് ഷിവറിങ് തുടങ്ങുന്നു, ഇന്റർകോഴ്സിലോട്ട് പോകുന്നു വിചാരിക്കുമ്പോഴേക്കും ബോഡി കംപ്ലീറ്റ്ലി ഷിവർ ചെയ്യുന്നു, ആളെങ്ങനെയും തട്ടി മാറ്റുന്നു, പാർട്ട്ണറായിട്ട് ഒരു തരത്തിൽ കോപ്പറേറ്റ് ചെയ്യാതിരിക്കുന്നു. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വല്ലാണ്ട് കൂടിയപ്പോഴാണ് ഭർത്താവ് കുറെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ നോക്കിയത്. പക്ഷെ അപ്പോഴൊന്നും ആർക്കും അറിയില്ല എന്താണ് ഇതിന്റെ കാരണം, റീസൺ അറിയുന്നില്ല. അങ്ങനെ ഏകദേശം 4-5 വർഷത്തിന് ശേഷമാണ് അവർ എന്ത് ചെയ്തത്, രണ്ടുപേരും ഒന്ന് അക്സെപ്റ്റ് ചെയ്തത് ഡോക്ടറെ കാണിക്കാൻ എന്നുള്ളത്. അങ്ങനെ കാണിച്ച് അവർ സൈക്കോളജിസ്റ്റിനെ റെഫർ ചെയ്യുകയും സൈക്കോളജിസ്റ്റിനോട് സംസാരിച്ച സമയത്ത് അവരടുത്ത് കുറെ ഡീറ്റെയിൽ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവരിൽ എന്തുണ്ടായിട്ടുണ്ട്, ഒരു സെക്ഷൽ അബ്യൂസ് ഒരു പാസ്റ്റ് ഉണ്ടായിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഇവർക്ക് ഇത് ഉള്ളത് എന്നുള്ള റിയലൈസേഷൻ 5 വർഷത്തിന് ശേഷം ഉണ്ടായത്. പക്ഷെ അവിടുന്ന് അങ്ങോട്ടേക്ക് ഇവർ അതിനെ ഹീൽ ചെയ്യാൻ കുറെ ശ്രമിച്ചെങ്കിലും അത് ഒരു ഫലം കാണാത്തതുകൊണ്ട് പിന്നെയും ഒരു 5-8-10 വർഷം വരെ ഇതങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയെങ്കിലും അവരിൽ നമുക്ക് സംഭവിച്ച പോലെ നമുക്ക് അറിഞ്ഞു, റിയലൈസ് ചെയ്തു, വിഷയം എന്താണെന്ന് മനസ്സിലായി. പക്ഷെ ഇവർ അതിന് ട്രീറ്റ്മെന്റ് ചെയ്ത ഹീലിംഗിലേക്കോ പോവാത്തതിനെ കൊണ്ട് ഇവരുള്ളിലെ തോട്ട് അങ്ങനെ തന്നെ കിടക്കുന്നുണ്ടായിരുന്നു. ആ തോട്ട് പ്രോസസ്സ് വീണ്ടും ഡെവലപ്പ് ചെയ്ത് റിയലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും വീണ്ടും ആ തോട്ട് പ്രോസസ് നന്നായി ഡെവലപ്പ് ചെയ്തുകൊണ്ട് പിന്നീട് അങ്ങോട്ടേക്ക് ഇവർക്ക് ഭയങ്കര ഒരു വയലന്റ് സിസ്റ്റം വരികയും സെക്സിനോട് ഭയങ്കരമായ ദേഷ്യവും വെറുപ്പും, അങ്ങനെ ഈ ഒരു ഭർത്താവിന്റെ ഒരു എക്സ്ട്രാ മറൈറ്റൽ റിലേഷൻഷിപ്പ് ഉണ്ടായി. അതിനുശേഷം ഈ എക്സ്ട്രാ മറൈറ്റൽ റിലേഷൻഷിപ്പ് കാരണം ഈ വൈഫിന് വീണ്ടും ഭയങ്കരമായ കുറ്റബോധം ഉണ്ടായി. അതിനുശേഷമാണ് അവർ എൻ്റെ അടുത്ത് വരുന്നത്. അപ്പൊ അതിനുശേഷം അത്തരം കേസുകളിൽ നമ്മൾ നല്ല രീതിയിൽ ട്രീറ്റ്മെന്റ് ചെയ്യുകയും അവർ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകുന്നൊക്കെ ഉണ്ട്. അപ്പൊ അതിൽ നമുക്ക് എന്താണ് ഈ കാര്യത്തിൽ നല്ലൊരു ശതമാനം ആളുകളിലും അത് ഈസി ആയ ഒരു മെത്തേഡ് ആയതുകൊണ്ടാണ് അങ്ങനത്തെ. കാരണം അവർ കുറച്ചുകൂടി എഡ്യൂക്കേറ്റഡ് ആയിരുന്നു, അവർ കുറച്ചുകൂടെ കാര്യങ്ങൾ നല്ല രീതിയിൽ ബ്രോഡായിട്ട് കാണാൻ കഴിവുള്ള ഒരാൾ, ഓൾറെഡി ഇൻബിൽട്ട് ആയിട്ട് അങ്ങനെ കഴിവുള്ള ഒരാളായിരുന്നു. ഭർത്താവിനും അത്രത്തോളം സപ്പോർട്ട് ചെയ്യാനും അയാൾക്ക് ഒരു ഗിൽറ്റ് ഫീൽ ചെയ്തു, അയാൾക്ക് ഭയങ്കര സങ്കടം തോന്നി, ഈ ബന്ധം ഒരിക്കലും പിരിയരുതെന്ന് അവർക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അത്തരത്തിൽ ആഗ്രഹം കൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റിയത്, ആ ഒരു ഇഷ്യൂ പെട്ടെന്ന് ക്ലീൻ ചെയ്യാൻ പറ്റിയത്. ഇല്ലാത്ത ഒരാളെ സംബന്ധിച്ച് കൊടുക്കും പലപ്പോഴും ഇത്തരം കേസുകൾ നമ്മുടെ അടുത്തോട്ട് വരുന്ന സമയത്ത് ഭർത്താക്കന്മാർ പൊതുവെ എന്ത് ചെയ്യില്ല, ഇനി അങ്ങോട്ടേക്ക് പോകാൻ പറ്റില്ല, ഇത് ഇങ്ങനെയാണെങ്കിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് പറയും. അല്ലെങ്കിൽ ഭാര്യമാര് പറയുന്നത് ഇനിയിപ്പോ ഇത് ശരിയാവില്ല എനിക്ക് ഉറപ്പാണ്, ആ ഒരു മൈൻഡ് സെറ്റിലാണ് ഓൾറെഡി വരിക. അത്തരം ആളുകളിലാണ് നമുക്ക് പ്രത്യേകിച്ച് ഇത്തരം അബ്യൂസസ് ഒക്കെ ഉണ്ടെങ്കിൽ നല്ല സമയം എടുക്കും. കാരണം അവയർനെസ്സിനാണ് അവർക്ക് ഏറ്റവും ടൈം വേണ്ടത്. കാരണം അവർ കൺവിൻസ്ഡ് ആയിരിക്കണം എനിക്കത് മാറ്റാൻ പറ്റും. എനിക്കൊരു ഷുഗർ വന്നു കഴിഞ്ഞാൽ ഞാൻ ഇനി കാലാകാലം മരുന്ന് കഴിക്കണം, എനിക്കൊരു പ്രഷർ വന്നു, കൊളസ്ട്രോൾ വന്നു, അല്ലെങ്കിൽ യൂറിക് ആസിഡ് വന്നു, വാദത്തിന്റെ ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സ് വന്നു, ഇനി ഇത് എനിക്ക് കാലാകാലം മരുന്ന് കഴിക്കൽ എന്നുള്ളത് എന്റെ ലൈഫിന്റെ ഒരു ഭാഗമായി തീർന്നിട്ടുണ്ട് ഞാൻ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ മുതലാണ് അയാൾ ഒരു രോഗിയാവുന്നത്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, എൻ്റെ അടുത്ത് വരുന്ന ഒരു അസുഖമുള്ള ഒരാളല്ല രോഗി. ഒരു പനി പിടിച്ചാലോ അല്ലെങ്കിൽ ഒരു കാലുവേദന വന്ന ഒരാളല്ല രോഗി. രോഗി എന്ന് പറയുന്നത് അയാൾ എപ്പോഴാണോ മാനസികമായിട്ട് ആ ഒരു വിഷയത്തെ ഏറ്റെടുക്കുന്നത്, ഒരു ടെൻഷനായിട്ടും സ്ട്രെസ്സായിട്ടും ഇനി ഈ രോഗം ഒരിക്കലും മാറില്ല എന്ന് അയാൾ തീരുമാനം എടുക്കുന്നോ, അത്തരം സ്റ്റേറ്റ്മെന്റ് അയാൾ സ്ഥിരമായിട്ട് പറയുന്നോ, അവിടെ മുതലാണ് യഥാർത്ഥത്തിൽ അയാൾ രോഗിയായി മാറുന്നത്.
അപ്പൊ അത്തരം രോഗികളെ നമ്മൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം, നന്നായിട്ട് ശ്രദ്ധിക്കണം. കാരണം അവരെ നമ്മുടെ മുമ്പിൽ വരുന്ന സമയത്ത് ഇത് പ്രശ്നം ഇത്രയല്ലേ ഉള്ളൂ, ഇത് ഇങ്ങനെ ഉള്ളൂ എന്ന് പറഞ്ഞാൽ അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല. കാരണം അവരെ കൺവിൻസ് ചെയ്യാന്നുണ്ടെങ്കിൽ ഒരുപാട് അവയർനെസ് നമ്മൾ കൊടുത്തേ പറ്റുള്ളൂ. അങ്ങനെ ചിലപ്പോൾ 4, 5, 10 സെഷൻസോ കഴിയുമ്പോഴേ ചിലപ്പോൾ അവർക്കൊക്കെ ഒന്ന് കത്തി തുടങ്ങുള്ളൂ. അത്രത്തോളം ഡെപ്തിലോട്ട് അവർ പോയിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെ കിട്ടിയാൽ മാത്രമാണ് അതൊക്കെ എന്ത് ഹീൽ ചെയ്യാൻ, പ്രത്യേകിച്ച് പാസ്റ്റ് ട്രോമ അബ്യൂസസ് ഒക്കെ നമുക്ക് ഹീൽ ചെയ്തിട്ട് അവർക്ക് നല്ലൊരു നോർമൽ ലൈഫ് കൊടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റുള്ളൂ. അത് നല്ല എഫേർട്ട് ഇടൽ ആവശ്യമാണ്. പ്രത്യേകിച്ച് നേരത്തെ പറഞ്ഞ ഫിയറും ആങ്സൈറ്റിയും പോലെ അല്ല പാസ്റ്റ് ട്രോമ. അത് നല്ല രീതിയിൽ തന്നെ മൈൻഡ് റീപ്രോഗ്രാം ചെയ്തെടുത്താൽ മാത്രമാണ്, നല്ല രീതിയിൽ അവർ കോപ്പറേറ്റ് ചെയ്താൽ മാത്രമാണ് അത് നമുക്ക് ഹീലിംഗ് ഒക്കെ ഉണ്ടാവുന്നത്. പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് പൊതുവെ ഗിൽറ്റ് ഓർ ഷെയിം എന്ന് പറയുന്നത്. അതും പല കേസുകളും നമുക്ക് വരാറുണ്ട്. അതായത് സ്ഥിരമായിട്ട് ബോഡി ഷെയിം ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ അവരോട് എന്താണ് അവർ ചിലപ്പോൾ സെൽഫ് നമുക്ക് എല്ലാവർക്കും ഉണ്ടാവില്ലേ, നമുക്ക് നമ്മുടെ ശരീരത്തെ പറ്റിയിട്ടും നമ്മുടെ ശരീരത്തിന്റെ സിസ്റ്റത്തിനെ പറ്റിയിട്ടും ഒക്കെ നമുക്കൊരു ധാരണ ഉണ്ട്. ഒരു കോൺഫിഡൻസ്, ഒരു ബേസിക് കോൺഫിഡൻസ് ഉണ്ട്. ഭയങ്കര ഒരു സെൽഫ് കോൺഫിഡന്റ് ആണെന്ന് ഞാൻ പറയുന്നില്ല, ബേസിക് ആയിട്ട് ഒരു കോൺഫിഡൻസ് നമുക്കൊക്കെ ഉണ്ടാവും. അപ്പൊ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും മനുഷ്യനല്ലേ, ഇതിപ്പോ ഇത്രയല്ലേ ഉള്ളൂ. ഒരു നിറം മങ്ങിയ ഒരാളെ, നിറം ഇല്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം സ്കൂളുകളിൽ പോകുന്ന സമയത്ത് അവിടെ ഒരു കളിയാക്കലൊക്കെ ഉണ്ടാവുമ്പോൾ ചില ആളുകൾക്ക് അത് ഭയങ്കര ഈസി ആയിട്ട് എടുക്കുന്നവരുണ്ട്, ചില ആളുകൾ ഭയങ്കരമായിട്ട് ഇമോഷണൽ ആയിട്ട് എടുക്കുന്നവരുണ്ട്. അപ്പൊ ഈ ഈസി ആയിട്ട് എടുക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരെ അക്സെപ്റ്റ് ചെയ്യുന്ന തിയറി ഉണ്ട്. അത് ഓരോ മനുഷ്യരിലും ഇത് വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം എന്നിലും ഉണ്ട്, മറ്റുള്ളവർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് എന്ന് പറയുന്ന ഒരു ദിവസം ഒരു 11 വയസ്സായ ഒരു പെൺകുട്ടിയാണ്. ഈ പെൺകുട്ടിയുടെ ഈ ഒരു പല്ല് ഇച്ചിരി പൊങ്ങി നിൽക്കുന്നുണ്ട്. അതിനൊരു അപ്പൊ ആ പേരൊക്കെ പറഞ്ഞിട്ട് ആ കുട്ടിയെ കളിയാക്കും. അപ്പൊ ആ കുട്ടിയെ കളിയാക്കുമ്പോൾ വീട്ടുകാര് ശരിക്ക് എന്റെ അടുത്ത് ഒരു കൗൺസിലിങ്ങിന് വേണ്ടി വന്നതല്ല. കുട്ടിക്ക് വെയിറ്റ് കുറവാണ്, അണ്ടർ വെയിറ്റ് ആണ്. അപ്പൊ ഇച്ചിരി വണ്ണം വെക്കണം, ഭക്ഷണത്തിന്റെ കാര്യങ്ങളും അതുപോലെ തന്നെ ട്രീറ്റ്മെന്റും ഒക്കെ വേണ്ടി വന്നതാണ്. അപ്പൊ ഈ കുട്ടി ഈ രീതിയിൽ ഇങ്ങനെ പറഞ്ഞപ്പോ അമ്മ പറഞ്ഞു ഇങ്ങനെ കുറെ ആളുകൾ കളിയാക്കുന്നുണ്ട്, അതുകൊണ്ടായിരിക്കും കുട്ടിക്ക് എനിക്ക് തോന്നുന്നു എപ്പോഴും ഭയങ്കര സങ്കടമൊക്കെ ഉള്ള പോലെ തോന്നാറുണ്ട് എന്ന് അമ്മ പറഞ്ഞു. അമ്മ ഭയങ്കര കൂടുതൽ കൺസേൺ ആയതുകൊണ്ട് കുട്ടിയിലേക്ക് ഭയങ്കര ഒരു കൺസേൺ കൊടുത്തുകൊണ്ടാണ് കുട്ടി. അപ്പൊ കുട്ടി പറയുന്നുണ്ട് അല്ല എനിക്ക് അങ്ങനെ കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നുണ്ട്. ഞാൻ കുട്ടിയിൽ നിന്ന് ഒരിക്കലും അങ്ങനെ പ്രതീക്ഷിച്ചില്ല. കാരണം പൊതുവെ അമ്മയും കുട്ടിയും നമ്മൾ ചെന്നിരിക്കുമ്പോൾ മുതിർന്നവരായിരിക്കും കംപ്ലൈന്റുകളൊക്കെ പറയും, കുട്ടികളെ സംസാരിക്കില്ല. ഞാൻ കുട്ടികളെ കൊണ്ട് തന്നെയാണ് എന്താണ് നിന്റെ പ്രശ്നം, എന്താണ് നിനക്ക് എന്താണ് വേണ്ടത്, ഇപ്പൊ വണ്ണം വെക്കണോ, എത്ര വണ്ണം വെക്കണം, എത്ര വെയിറ്റ് കൂടണം എന്ന് കുട്ടിയോട്, എത്ര പ്രായം കുറഞ്ഞ കുട്ടിയാണെങ്കിൽ ആ കുട്ടിയെ നമ്മൾ കൊണ്ടുവരുമ്പോൾ കുട്ടിയോടാണ് ഞാൻ കംപ്ലൈന്റുകളൊക്കെ ചോദിക്കാറുള്ളത്. അപ്പൊ ഇതേപോലെ കുട്ടിയോട് സംസാരിച്ച് കുട്ടി പറഞ്ഞു എനിക്ക് അങ്ങനെ കുഴപ്പമൊന്നുമില്ല, ദൈവം ഓരോരുത്തർക്കും ഓരോന്നല്ലേ കൊടുക്കുന്നത്, അപ്പൊ എനിക്ക് എങ്ങനെ തന്നത്, അത് എന്താ നമുക്ക് ഇങ്ങനെ അക്സെപ്റ്റ് ചെയ്തല്ലേ പറ്റുള്ളൂ എന്നുള്ള രീതിയിൽ ഭയങ്കര സ്വീറ്റ് ആയിട്ട് ആ കുട്ടി പറഞ്ഞപ്പോ എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി. കാരണം അത്രയും വിസ്ഡം ആ മാതാവിനില്ല. പിന്നെ ആ കുട്ടിക്ക് എവിടുന്ന കിട്ടിയെന്ന് വെച്ചാൽ കുറെ കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ മനസ്സിലായി ആ കുട്ടിയിലേക്ക് അത്തരം അറിവുകളിലേക്ക് കുട്ടി എത്തിപ്പെടാൻ കാരണം കുട്ടിയുടെ ഫാദർ ആയിരുന്നു. അപ്പൊ കുട്ടിയുടെ ഫാദറിനായിട്ടുള്ള കണക്ഷനും കാര്യങ്ങളും, അതുപോലെ ഫാദർ ഭയങ്കര വായനക്കാരനാണ്. അപ്പൊ കുട്ടിയിൽ കുറച്ചെങ്കിലും ഉള്ള ഒരു എബിലിറ്റി എന്ന് പറഞ്ഞാൽ കുട്ടി നന്നായിട്ട് വായിക്കും എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു വായന ഹാബിറ്റ് കുട്ടിയെ ഒരുപാട് റിയലൈസേഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് അത്തരം ആ ഒരു വിഷമങ്ങളൊന്നും കുട്ടിയിലേക്ക് വന്നിട്ടുമില്ല. അപ്പൊ ഇങ്ങനെ നമ്മൾ റിയലൈസ് ചെയ്യാൻ നമ്മുടെ ലൈഫിൽ നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും. അങ്ങനെ റിയലൈസ് ചെയ്ത് വന്ന ആളുകൾക്ക് കുഴപ്പമുണ്ടാവില്ല. പക്ഷെ അല്ലാത്ത ഒരാളോട് ഈ പറയുന്ന ബോഡി ഷെയ്മിങ്ങോ കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവർ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, ഭയങ്കരമായിട്ട് മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാവുകയും അത് അവർ അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യും. ഇപ്പൊ നമ്മളിപ്പോ ഒരു തമാശയിലൊക്കെ ഇങ്ങനെ സംസാരിക്കും, നമ്മൾ കൂട്ടുകാരുടെ ഇടയിലൊക്കെ അതിൽ ഒരു 3 പേരുണ്ടെന്ന് വെക്കാം. അതിലൊരാൾ എപ്പോഴും എന്തെങ്കിലുമൊക്കെ ഒരു വള്ളി പിടിക്കുന്ന ഒരാളാണ്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു പൊണ്ടത്തരം അല്ലെങ്കിൽ പൊട്ടത്തരം കാണിക്കും ഇടയ്ക്കിടയ്ക്ക്. അപ്പൊ അയാൾക്ക് ഒരു ടാഗ് വന്നിട്ടുണ്ടാവും, എന്ത് ചെയ്താലും ഇങ്ങനെയൊക്കെ തന്നെ വരുള്ളൂ. മറ്റേ കല്യാണരാമന് പറഞ്ഞത്, നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇങ്ങനെയൊക്കെ തന്നെയാണ് വരിക, എനിക്ക് മനസ്സിലായിരുന്നില്ല. അങ്ങനത്തെ ആളുകളൊക്കെ ഉണ്ടാവും. അപ്പൊ അവരുടെ അടുത്ത് പ്രത്യേകിച്ച് എല്ലാവരും ആ രീതിയിലായിരിക്കും അവരെ കാണുക. നീയല്ലേ കൊണ്ടുവന്നത്, അതിപ്പോ അത്രയൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ അവൻ എന്തെങ്കിലും ഒരു പ്രശ്നം കൊണ്ടുവരുമ്പോ നീ വരുമ്പോ തന്നെ അറിയാം ഒരു പ്രശ്നം കൊണ്ടാ വരവ് എന്നുള്ളതൊക്കെ, അങ്ങനെ ഒരു ടാഗ് അയാൾക്ക് ഓൾറെഡി കൊടുത്തിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ അയാളുടെ ഉള്ളിൽ തന്നെ ഇത്തരം പ്രശ്നങ്ങൾ കൊണ്ടുവരാനുള്ള ഒരാളാണ് ഞാൻ എന്നുള്ളൊരു അക്സെപ്റ്റൻസ് ഓൾറെഡി വന്നിട്ടുണ്ടാവും. അത്തരം ആളുകളിലേക്ക് നമ്മൾ സ്ഥിരമായിട്ട് ഇത്തരം പരിഹാസങ്ങളിലൂടെ പിന്നെ അയാൾക്ക് എന്ത് ചെയ്യാണ്, അത്തരം പ്രശ്നങ്ങൾ തന്നെ സെർച്ച് ചെയ്യാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെയാണ് ഈ ബോഡി ഷേമിംഗ് നടക്കുന്നത്. ഒരിക്കൽ എനിക്ക് ഒരു കേസ് വന്നത് ഇങ്ങനെയായിരുന്നു. കല്യാണം കഴിച്ച് ഈ പറഞ്ഞ പോലെ നമുക്കൊരു ബേസിക് കോൺഫിഡൻസ് ഉണ്ടല്ലോ, അങ്ങനെയുള്ള ഒരാളായിരുന്നു. അത്യാവശ്യം സൗന്ദര്യം ഉണ്ടെന്നും അത്യാവശ്യം നല്ലൊരു ബോഡി ആണെന്നുള്ളതും നല്ല രീതിയിലൊക്കെ ജീവിക്കാൻ കഴിയുന്ന മാനസികവും ശാരീരികമായിട്ട് ഞാൻ ഓക്കെ ആണെന്നൊക്കെ വിശ്വസിച്ചിരുന്ന ഒരാള്. ഇയാളെ കല്യാണം കഴിഞ്ഞ സമയത്ത് ആ വീട്ടിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് ഇവര് തമാശ രൂപേണ എന്ത് കോലാണിത്, ഇങ്ങനെയാണോ ഇവരിക്കുന്നത്, ഇങ്ങനെയാണോ കല്യാണത്തിന് പോവാ, ഈ ഡ്രസ്സാണോ ഇടുന്നത്, അതാണ് ചെയ്യുന്നത് വെച്ച്
ചില ഡ്രസ്സൊക്കെ വാങ്ങി, ഇത് നിനക്ക് തീരെ ചേരുന്നില്ല, പിന്നെ എന്താ നീ എടുത്തത്? ചിലപ്പോൾ ഭയങ്കര ആഗ്രഹത്തിൽ വാങ്ങിച്ചു കൊണ്ടുവന്ന ഡ്രസ്സായിരിക്കും. ഇത് എന്ത് പറഞ്ഞിട്ടും ഈ പറയുന്ന പല കാര്യങ്ങൾ പറഞ്ഞ് ഇവര് ഒരു തമാശ രൂപത്തിലാണ് അത് പറയുന്നതെങ്കിലും ഈ കുട്ടിയെ സംബന്ധിച്ചോളം അത് ഇങ്ങനെ മെല്ലെ അത് ഉള്ളിൽ ഇങ്ങനെ ആ ഒരു തോട്ട് ഇങ്ങനെ വന്ന് ഇടയ്ക്ക് കണ്ണാടിയിൽ നോക്കാൻ പോലും മടിയും പേടിയായ ഒരാള്. ഈ ആളിൽ ഇത്തരം സെക്ഷൽ ഡിസോർഡേഴ്സ് വരികയും ഓർഗാസം നഷ്ടപ്പെടുകയൊക്കെ ചെയ്ത കേസുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അത് ഈ ഒരു പറഞ്ഞ എന്താണ് ഹിസ്റ്ററി ഒക്കെ ഈ പറയുന്ന ഭർത്താവും ഭാര്യയും തമ്മിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അത് ക്ലിയർ ചെയ്യാൻ വേണ്ടി വന്നാണ്. അവിടെ സെക്ഷൽ ആക്ട് എങ്ങനെയാന്ന് ചോദിച്ചപ്പോൾ അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഫീമെയിൽ എന്തൊക്കെ ഒരു പ്രശ്നം ഉണ്ടെന്നുള്ളത്. ഡീറ്റെയിൽ ചെയ്ത് ചോദിക്കുന്നു. അവരതിന് ഹിസ്റ്ററി കുറെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലായി. അപ്പൊ എവിടെയാണ് ഇതിന്റെ കോസ് എന്ന് കിട്ടി. അവിടെ നിന്ന് നമുക്കത് ഹീൽ ചെയ്യാൻ പറ്റുകയും മുന്നോട്ട് മര്യാദയ്ക്ക് ഹാപ്പി ആയിട്ട് ഭർത്താവിന് റിയലൈസ് ചെയ്യാൻ പറ്റി എന്താണ് എന്റെ അടുത്ത് വന്ന തെറ്റെന്താണ്, എന്റെ വീട്ടുകാരുടെ വന്ന തെറ്റെന്താണെന്ന് റിയലൈസ് ചെയ്യാൻ പറ്റുകയും ചെയ്യും. അവർ പെട്ടെന്ന് തന്നെ വീട് മാറുകയും നല്ല രീതിയിൽ ജീവിതം തുടങ്ങുകയൊക്കെ ചെയ്തു. അപ്പോൾ ഇവിടെ കാരണം ഇത്തരം കാര്യങ്ങൾ നമുക്ക് ആ കോഴ്സ് ഈസി ആയിട്ട് കിട്ടിക്കഴിഞ്ഞാൽ സിമ്പിൾ ആണ്. പക്ഷെ പലപ്പോഴും നമുക്ക് ഇത്രയും പറയുന്ന പോലെ അല്ല. ചില കേസുകളൊക്കെ നമ്മൾ വല്ലാണ്ട് വണ്ടടിച്ചു പോകും. കാരണം ഇത് എത്ര പറഞ്ഞാലും എത്തുന്നില്ല, ആ ഒരു പോയിന്റിലേക്ക് എത്തുന്നില്ല. അതിന്റെ കാരണം ഞാൻ പലപ്പോഴും പറയാറുള്ളത്, ആ ഒരു കോഴ്സിലേക്കുള്ള ഡോർ ഓപ്പൺ ആയിട്ടില്ല. ഓപ്പൺ ആവുന്നത് വരെ ചിലപ്പോൾ നമുക്ക് അതിലേക്ക് ഡോർ നോക്ക് ചെയ്യാനുള്ള ഒരു എലമെന്റ് നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. അത് നമ്മൾ സ്റ്റിൽ സെർച്ച് ചെയ്തുകൊണ്ടേ ഇരിക്കുമ്പോഴേ നമുക്ക് ആ ഒരു എലമെന്റ് കിട്ടുക. അപ്പോഴേ നമുക്ക് അവർ ആ കോഴ്സിന്റെ ഡോർ ഓപ്പൺ ചെയ്തു തരുള്ളൂ. അപ്പോൾ ആ സബ് കോൺഷ്യസ് മൈൻഡ് അവരുടെ സബ് കോൺഷ്യസ് മൈൻഡ് അതങ്ങ് വല്ലാണ്ട് ഓപ്പൺ ആക്കി നമുക്ക് തരുള്ളൂ. അപ്പോഴേ നമുക്ക് വല്ലാണ്ട് അങ്ങ് ചെകിഞ്ഞെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത്തരം ഷെയിമുകൾ അതില് എന്താണ് റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ടാവാം, കൾച്ചറൽ ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ടാവാം, ചെയ്യുന്ന ആചാരങ്ങളോ അല്ലെങ്കിൽ ആ കുടുംബത്തിന്റെ പാരമ്പര്യം വെച്ചിട്ടോ അങ്ങനെയൊക്കെയുള്ള ഷെയിമുകളും കാര്യങ്ങളൊക്കെ ഉള്ളിൽ ഭയങ്കരമായ ഗിൽറ്റ് ഫോം ചെയ്യും. അവിടെ ആ സെക്സിലേക്ക് ആ ഗിൽറ്റ് വരും. എന്നെ കൊണ്ട് എന്റെ ഭർത്താവിന് ഒരിക്കലും ഹാപ്പി ആക്കാൻ പറ്റില്ല, ഞാൻ ഒരിക്കലും ഒരു ഓക്കെ അല്ല, ഞാനൊന്നും ശരിയല്ല, എന്റെ ഷേപ്പ് ശരിയല്ല. എത്രയോ സ്ത്രീകളാണ് എന്റെ ഒരു എന്താണ് എന്തുകൊണ്ടാണ് ഇത് നഷ്ടപ്പെട്ടത്, ഭർത്താവിന് എന്തുകൊണ്ടാണ് താല്പര്യം ഇല്ലാത്തത് എന്നൊക്കെ ചില ഭാര്യമാര് പറയാറുള്ളത്, എനിക്ക് ഫുൾ ഓക്കെ ആണ് പക്ഷെ ഭർത്താവിന് തീരെ താല്പര്യമില്ല എന്ന് പറയും. അപ്പൊ അത് എന്താ കാരണം നോക്കുമ്പോൾ അവരെന്നെ ഉത്തരം കണ്ടെത്തിയിട്ടുണ്ട്. ഞാൻ എന്റെ ബോഡി ഇങ്ങനെയാണ്, എനിക്ക് ഇങ്ങനെ ഇത്രയേ ഉള്ളൂ, ഇത് ഇത്രയേ ഉള്ളൂ, അതുകൊണ്ടാണ് പറ്റാത്തത്. കാരണം അതെന്താ എങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇത് കൃത്യമായി ഭർത്താവ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ നിന്റെ ഷേപ്പ് ശരിയില്ലാത്തതുകൊണ്ടാണ്, നീ വണ്ണം ഉള്ളതുകൊണ്ടാണ്, അല്ലെങ്കിൽ നീ ഇങ്ങനെ ആയതുകൊണ്ടാണ് എന്നൊക്കെ പറയുമ്പോൾ ആ വീട്ടിൽ നിന്നും അല്ലെങ്കിൽ പുറത്ത് അവരുടെ ജീവിത രീതികളിൽ നിന്നൊക്കെ അവർക്ക് ഇത്തരം അനുഭവങ്ങൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ അവരത് അക്സെപ്റ്റ് ചെയ്യുകയും അതൊരു ഗിൽറ്റ് ആയിട്ട് ഫോം ചെയ്യുകയും ഗിൽറ്റ് വൂണ്ട് ആയിട്ട് അവർ ഇന്നൽ സൈഡിൽ പോയി കിടക്കുകയും പിന്നീട് അവരുടെ ഒന്നിനും താല്പര്യമില്ലാത്തൊരു സ്വഭാവത്തോട്ട് പോകുക. അതിന്റെ കൂടെ സെക്സിലേക്കും ആ താല്പര്യം ഇല്ലാതാവും. അതാണ് നമുക്ക് ഗിൽറ്റ് ആൻഡ് ഷെയിം എന്ന് പറയുന്ന കേസിൽ. പിന്നെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമുക്ക് ബാക്കിയുള്ള ഡിപ്രഷൻസും റിലേഷൻഷിപ്പ് സ്ട്രെസ്സുകളൊന്നും ഞാൻ ഇവിടെ പറയുന്നില്ല കേട്ടോ. കാരണം അതൊക്കെ നമുക്കറിയാം. ഇവരെ എന്തുകൊണ്ടായിരിക്കും ഭാര്യയ്ക്ക് ആ പ്രശ്നം വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭാര്യ ഭർത്താവ് തമ്മിൽ ഒരു എപ്പോഴും അടി ഫൈറ്റ് ആണ്. അവർ തമ്മിൽ ഒരുപാട് ആ ഒരു ദാമ്പത്യ പ്രശ്നങ്ങൾ അവർക്ക് ഒരുപാടുണ്ട്. അതുകൊണ്ട് അവർക്ക് വരും. അപ്പൊ ഇതൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. അതുകൊണ്ട് ഞാൻ അതിലേട്ടും കൂടുതൽ പോകാത്തത്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് ബോഡി ഇമേജ് ഇഷ്യൂസ്, നമ്മൾ സെൽഫ് ഇമേജിന്റെ ഇഷ്യൂസ്. അതായത് ലോ സെൽഫ് എസ്റ്റീം. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം, തീരെ കോൺഫിഡന്റ് അല്ലാത്ത ഒരാള്, സെൽഫ് കോൺഫിഡൻസ് തീരെ ഇല്ല. എപ്പോഴും നമ്മുടെ എന്താണ് ഒരു കണ്ണാടി, ഒരു മിററിലേക്ക് നോക്കി കഴിഞ്ഞാല് എനിക്ക് എന്നെ തന്നെ ഡൗട്ട് തോന്നുന്ന കാര്യങ്ങൾ, എനിക്ക് എന്നോട് തന്നെ ഒരു ക്രിറ്റിസിസം ചെയ്യാൻ പറ്റുന്ന ഒരുപാട് എലമെന്റ് എന്റെ കയ്യിലുണ്ട്. അപ്പൊ ഞാൻ എന്നെ തന്നെ ഒരുപാട് ക്രിറ്റിസൈസ് ചെയ്യുന്നു. മറ്റുള്ളവരാരും എന്നോടൊന്നും പറയുന്നൊന്നുമില്ല, പക്ഷെ ഞാൻ തന്നെ എന്നെ ഒരുപാട് ക്രിറ്റിസൈസ് ചെയ്യുന്നു. ഞാൻ തന്നെ എനിക്ക് എപ്പോഴും ഡൗട്ട് തോന്നുന്നു, അത് ചെയ്യണോ, ഇത് ഞാൻ ചെയ്താൽ ശരിയാവോ. അപ്പൊ ഇതെല്ലായിടത്തും വർക്കൗട്ട് ആവുന്നതുകൊണ്ട് തന്നെ സെൽഫ് എസ്റ്റീം വളരെ വീക്കായി പോകും. അങ്ങനെ സെൽഫ് എസ്റ്റീം വളരെ വീക്ക് ആവുന്ന സമയത്ത് വെറുതെ ഒരു സംശയം നമുക്ക് തോന്നും. വെറുതെ ഭർത്താവിനെ ഇപ്പൊ ഞാൻ ഓക്കെ അല്ലല്ലോ, ഞാൻ അയാൾക്ക് പറ്റിയ ഒരാളല്ല. അപ്പൊ അങ്ങനെയുള്ള തോട്ട് സ്ഥിരമായിട്ട് വന്നതിന് ശേഷം ഇത്തരത്തിലുള്ള എന്താണ് സെക്ഷൽ ഡിസോർഡേഴ്സ്, പ്രത്യേകിച്ച് ഫീമെയിൽ എപ്പോഴും സെക്ഷൽ ഡിസോർഡേഴ്സ് വരുന്ന സമയത്ത് ചുമ്മാ ഒരു താല്പര്യം കുറയുക അല്ലെങ്കിൽ ഓർഗാസം നഷ്ടപ്പെടുക എന്ന് മാത്രമല്ല, അതിന്റെ കൂടെ ഈ പറയുന്ന ഓർഗാസം ഇല്ല എന്ന് പറയുമ്പോഴും ഹൈപ്പർ സെൻസിറ്റീവ് ആവുകയും അവർ ഇത്തരം പെയിൻഫുൾ ഇന്റർകോഴ്സ് വരികയൊക്കെ ചെയ്യുന്നു. അപ്പോൾ ചില ആളുകളൊക്കെ പറയാറുള്ളത് വെച്ചാല് ഇതാണ്, ഇന്റർകോഴ്സ് ചെയ്യുന്ന സമയത്ത് മാത്രമല്ല, ഔട്ടർ ലെയറിൽ ഭയങ്കരമായ പെയിൻ ഉണ്ടാവും. ഇന്നർ തൈസിലൊക്കെ ഭയങ്കര വലിച്ചിലേക്ക് പീരിയഡ്സിന്റെ സമയത്തൊക്കെ ഉണ്ടാവുന്ന തരത്തിലുള്ള എക്സ്ട്രീം പെയിൻ ഒക്കെ അവർ ഫീൽ ചെയ്യും. മാത്രമല്ല ഈ സെക്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരാഴ്ച വരെയൊക്കെ ഈ പെയിന് കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാവും എന്നുള്ളൊക്കെ രീതിയിൽ പറയും. ഇതൊക്കെ ചില ഭർത്താക്കന്മാരോട് പറഞ്ഞാൽ പോലും ഭർത്താക്കന്മാർ അക്സെപ്റ്റ് ചെയ്യില്ല. ഇത് സ്ഥിരമാണ്, ഇത് പല ആളുകൾക്കും ഉള്ളതാണ്, നീ ഇതിങ്ങനെ ഇത്ര വലിയ പ്രശ്നമാക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കുന്നവരുണ്ട്. എന്നാൽ അതുപോലെ തന്നെ കൃത്യമായി മനസ്സിലാക്കി പെട്ടെന്ന് ഡോക്ടേഴ്സിനെ കാണിക്കുന്നവരുണ്ട്. അപ്പൊ ഇവിടൊക്കെ യഥാർത്ഥം നമ്മൾ മനസ്സിലാക്കേണ്ട ഇത്തരം പ്രശ്നങ്ങളിലൊക്കെ അവയർനെസ് ആണ് ഇമ്പോർട്ടന്റ്. ഇതൊക്കെ പറയുമ്പോൾ നമുക്ക് അറിയാം
ബോധമില്ലായ്മയാണ്, അറിവില്ലായ്മയാണ്. അപ്പൊ അറിവ് കൊടുക്കുക, അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. അറിവ് കൊടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ്. എന്തിനാണ് സെക്സ്? നമുക്ക് ആദ്യം കൊടുക്കേണ്ട അറിവ് അതാണ്. എന്തിനാണ് സെക്സ്? കല്യാണത്തിന് മുമ്പ് സെക്സ് ചെയ്യുന്നതും കല്യാണത്തിന് ശേഷം സെക്സ് ഒരു ടൂൾ ആവുന്ന സമയത്ത് എപ്പോ ചെയ്താലും കുഴപ്പമില്ല എന്നുള്ളൊരു പോയിന്റോട്ട് എത്തും. അതല്ല, ഒരു ടൂൾ അല്ല. സെക്സ് എന്ന് പറയുന്ന ഒരു സ്പിരിച്വൽ കണക്ഷനാണ്. അത് എപ്പോഴെങ്കിലും തോന്നുന്ന സമയത്ത്, വേണ്ട സമയത്ത് തോന്നുന്ന ഒരു കാര്യമല്ല. എനിക്ക് ഭക്ഷണം കഴിക്കണം എന്ന് പറയുന്ന പോലെ അല്ല സെക്സ് വേണം എന്ന് പറയുന്നത്. വളരെ ഡിഫറെന്റ് ആയ ഒരു കാര്യമാണ്. എന്റെ ജീവിതത്തിന്റെ അല്ലെങ്കിൽ എന്റെ ശരീരത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ആവശ്യമാണ് ബ്രീത്തിങ് എന്ന് പറയുന്നത്, ഓക്സിജൻ എന്ന് പറയുന്നത്. അതുപോലെ അല്ല സെക്സ് എന്ന് പറയുന്നത്. അതുപോലെ നമുക്ക് സ്നേഹമാണ്, അതുപോലെ നമുക്ക് ഹോണസ്റ്റ്, സത്യസന്ധത, ട്രാൻസ്പെറൻസി, ഇതൊക്കെയാണ് അതുപോലെ നമുക്ക് വേണ്ടത്. ബ്രീത്ത് എന്താണോ അതുപോലെ നമുക്ക് വേണ്ട കാര്യങ്ങളാണ് അതൊക്കെ. അല്ലാതെ സെക്സ് എന്ന് പറയുന്നത് ഇത്തരം കാര്യങ്ങളിൽ നിന്ന് തുടങ്ങുന്ന ഒരു 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 സിസ്റ്റം മാത്രമാണ് സെക്സ് എന്ന് പറയുന്നത്. ബട്ട് അത് എൻഡ് ചെയ്യുന്നത് സ്പിരിച്വലി ആണ്. അത് എൻഡ് ചെയ്യുന്നത് കംപ്ലീറ്റ്ലി നമ്മുടെ ആത്മീയമായിട്ട്, രണ്ടുപേരുടെ ആത്മാവും കൂടി ചേരുന്നത്. ശരീരമല്ല ഇണ ചേരുന്നത്, ആത്മാവ് ഇണ ചേരുന്നതിന് തുല്യമായിട്ടായിരിക്കണം സെക്സ് നടക്കേണ്ടതെന്നാണ് ഞാൻ പറയാറുള്ളത്. കാരണം അത്രയും സ്പിരിച്വൽ കണക്ഷൻ ഉണ്ടാവണം. രണ്ടുപേരും അവിടെ ഈവൻ പെയിന് പോലും അറിയാത്ത തരത്തിലേക്ക് രണ്ടുപേരും ലയിച്ചു ചേരുന്നതാണ് സെക്സ് എന്ന് പറയുന്നത്. അത്രത്തോളം ലയിച്ചു ചേരണമെങ്കിൽ അവരുടെ മനസ്സ് ഇമോഷണലി അവർ അത്രയും ബോണ്ടിങ്ങിലായിരിക്കണം, ഫിസിക്കലി അത്ര ബോണ്ടിങ്ങിലായിരിക്കണം, മെന്റലി അത്ര ബോണ്ടിങ്ങിലായിരിക്കണം. അവര് സംസാരങ്ങളും മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ഒക്കെ, റെസ്പെക്റ്റും ഈ പറയുന്ന അണ്ടർസ്റ്റാൻഡിങ്ങും അപ്രിസിയേഷനും ഗ്രാറ്റിറ്റ്യൂഡും എല്ലാം ഉണ്ടായിരിക്കണം. അപ്പൊ ഇതെല്ലാം ഉൾക്കൊണ്ടിട്ടുള്ള ഒരു സർക്കിളാണ് സെക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അത് വെറുതെ ഒരു ടൂളായിട്ട് മാത്രം കാണുമ്പോഴാണ് ഇത്തരം പ്രശ്നങ്ങളിലേക്ക് പോവുകയും പ്രത്യേകിച്ച് സ്ത്രീകളിൽ എന്ത് ചെയ്യാണ് സെക്കൻഡറി അനോർഗാസിം അല്ലെങ്കിൽ സെക്കൻഡറി ആയിട്ടുള്ള ഓർഗാസം ഇല്ലായ്മ, ഓർഗാസം നഷ്ടപ്പെടുന്ന ഒരവസ്ഥ സ്ത്രീകളിൽ സ്ഥിരമായിട്ട് ഇപ്പൊ വളരെ കോമൺ ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രോബ്ലം കൂടിയാണ്. അപ്പൊ അതിലെപ്പോഴും ഈ ഒരു ഭാര്യ ഭർത്താക്കന്മാരിൽ ഭയങ്കരമായ അവയർനെസ് ഉണ്ടായിരിക്കണം, പാരന്റ്സിൽ അവയർനെസ് ഉണ്ടായിരിക്കണം, സൊസൈറ്റിയിൽ അവയർനെസ് ഉണ്ടായിരിക്കണം. ഇത്രയും കാര്യങ്ങളാണ് ഇപ്പൊ ചെറിയൊരു സമയമുള്ളൂ, അതുകൊണ്ട് എനിക്ക് ഇത്രയും ഇപ്പൊ പറയാനുള്ളൂ. ബാക്കി നമുക്ക് ഇനി കൂടുതൽ സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നമുക്ക് കൂടുതലായിട്ട് ഡീൽ ചെയ്യാം. ഓക്കെ, പിന്നെ അതിന്റെ കൂടെ തന്നെ നമുക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാല് മിസ്ഇൻഫോർമേഷൻ ആട്ടോ. അത് അറിവില്ലായ്മ എന്ന് പറയുമ്പോൾ സെക്സിനെ പറ്റിയിട്ട് കുറെ അറിവുണ്ട് നമ്മൾ ധരിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ അറിവുകളൊക്കെ പല ബുക്കുകൾ വായിച്ചതിന്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ എന്താ പറയാ പല രീതിയിലുള്ള വീഡിയോസ് കണ്ടതിന്റെ ഭാഗമായിട്ടുള്ള അറിവുകൾ തന്നെ ഉള്ളൂ. അത് നമുക്ക് ആരൊക്കെ എതിർത്ത് കഴിഞ്ഞാലും വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ഫാക്ട് ആണ് അത്. അതാണ് നമ്മുടെ അറിവിന്റെ ഒരു ഒറിജിൻ എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാല് പല പോൺ വീഡിയോസ് ആയിരിക്കാം, അല്ലെങ്കിൽ പല വായനകളായിരിക്കാം, അങ്ങനെ പലതും ആയിരിക്കാം, അല്ലെങ്കിൽ പ്രണയ കാവ്യങ്ങളായിരിക്കാം, സിനിമകളായിരിക്കാം. ഇങ്ങനെയൊക്കെ ആയിരിക്കും നമ്മുടെ ഒരു പ്രണയത്തിന്റെയും സ്നേഹത്തിന്റെയും സെക്സിന്റെയും ഒക്കെ നമ്മുടെ ഒരു ഒറിജിൻ ഓഫ് നമ്മുടെ വിസ്റ്റത്തിന്റെ ഒറിജിൻ, അല്ലെങ്കിൽ നമ്മുടെ അറിവുകളുടെ ഒറിജിൻ എന്ന് പറയുന്നത്. അത്തരം അറിവുകൾ കൊണ്ട് ആ മിസ്ഇൻഫോർമേഷൻസ് ലീഡ് ചെയ്യുന്ന എങ്ങോട്ടായിരിക്കും? അത് വല്ലാതെ ഡീറ്റെയിൽ ചെയ്ത് പോകുന്നത് നമ്മൾ പോലും അറിയാത്ത ഒരു ലോകത്തേക്കാണ്. അങ്ങോട്ടേക്ക് പോകുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യാണ്, ഈ പറയുന്ന സ്ട്രേഞ്ചേഴ്സ് ഒക്കെ ആയിരിക്കും. അവിടെ ഈ ഒരു ആക്ഷൻ നടക്കുന്ന സമയത്ത് രണ്ടുപേർക്കും കൺസെന്റ് ഉണ്ടോ, രണ്ടുപേരും താല്പര്യമുണ്ടോ, പ്രിപ്പയർഡ് ആണോ എന്നുള്ള ധാരണകളൊന്നും ഇല്ല. പിന്നീട് ഇത് പിന്നെ എന്ത് ചെയ്യാണ്, വലിയൊരു പ്രോബ്ലം ആയിട്ട്, മാനസികമായിട്ട് ശാരീരികമായിട്ട് ഒരു പ്രശ്നമായിട്ട് മാറുകയും ചെയ്യും. ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള മിസ്ഇൻഫോർമേഷനും ഇങ്ങനത്തെ കാരണങ്ങളിലേക്ക് എത്തിക്കുന്നു എന്നുള്ളത് കൂടിയാണ് ഇപ്പൊ പറയാനുള്ളത്. അപ്പൊ ഇത്രയാണ് നമുക്ക് ഇന്നത്തെ വിഷയത്തെ പറ്റി സംസാരിക്കാനുള്ളത്. ഇതുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും ഡൗട്ട്സുകളോ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് സംസാരിക്കാം. യൂനിസ്, യെസ്, അതായത് ഞാനത് കംപ്ലീറ്റ് കേട്ടു. ഞാൻ ഐ എം റിയലി ഒരു ഫാക്ട് ഒന്നു, അതായത് നിയർലി ഒരു 50 പേരോളം പാർട്ടിസിപ്പേറ്റ് ചെയ്തു. അപ്പോൾ അതിൽ നിന്ന് എന്താണ് കാണുന്നത്, ഈ ടോപ്പിക്കിൻ്റെ റിലവൻസ്. ഈ ടോപ്പിക് ഇസ് വെരി റിലവൻറ്റ്. അല്ലാന്നുണ്ടെങ്കിൽ ഇത്രയും പേര് ഇത് കേൾക്കാനായിട്ട് വരത്തില്ല. അതിൽ ഒരു 1/3, നിയർലി 33% സ്ത്രീകളാണ് വന്നിട്ടുള്ളത് കേട്ടോ. ഇതാണ് ചില എൻ്റെ വെബ്സൈറ്റിലുള്ള ഫാക്ട്സ് വിച്ച് യു മൈറ്റ് ഹാവ് മിസ്ഡ്, ബിക്കോസ് നിങ്ങൾ ടോക്ക് കൊടുത്തിരിക്കുകയാണല്ലോ, ആ സമയത്ത് ഇത് നോക്കാനുള്ള സമയമില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു സിമ്പിൾ പ്രിവെൻഷൻ വെച്ചാൽ നിങ്ങൾ ആദ്യം പറഞ്ഞു, അതായത് അമ്മ പറയും എല്ലാം ഭർത്താവ് പറയുന്ന എല്ലാം അതുപോലെ ചെയ്തോളണം. എന്താണ് ഒരു ഇതുമില്ല, പെണ്ണിനെ അറിഞ്ഞുകൂടാ, മറ്റേ ആൾക്കും ഇതിനെക്കുറിച്ച് ഒരു കാര്യമായിട്ട് ഒന്നും അറിഞ്ഞുകൂടാ. ഇപ്പോഴത്തെ ഇവരുടെ സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ പയ്യന്മാരുടെ സെക്സ് എഡ്യൂക്കേഷൻ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കുറേ പോൺ വീഡിയോ കണ്ടിട്ടുണ്ട്, അതാണ് അവരെ തമ്മിലുള്ള അവരുടെ സെക്സ് എഡ്യൂക്കേഷൻ. അതിന് ദേ ഡോണ്ട് റിയലൈസ് ഈ പോൺ വീഡിയോസ് ഉള്ള എല്ലാവരും വന്നിട്ട് അവർക്ക് ഒറ്റ സ്ട്രച്ചിൽ ഷൂട്ട് ചെയ്യുന്നതല്ല, ഈ പല രീതിയിലും വന്നിട്ട് മാനിപ്പുലേറ്റ് ചെയ്തിട്ട് 1/2 മണിക്കൂർ 1 മണിക്കൂർ ഒക്കെ ഉള്ളതൊക്കെ കാണിക്കുന്നത്. അത് ഒരു നോർമൽ ഇതായിട്ടുള്ളത് വെച്ചാൽ കൂടിപ്പോയ ഒരു 5 മിനിറ്റാണ് ആവറേജ് മോസ്റ്റ് ഓഫ് ദി ടൈം ഒരു സെക്സിൻ്റെ ഇതൊക്കെ. അത് എത്രയോ സ്റ്റഡി റിപ്പോർട്ട്സ് എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇതൊന്നും അറിയാതെ ഇവർ തന്നെ അവർ ദേ ഡെവലപ്പ്
ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്, പലതരത്തിലുള്ള കോംപ്ലക്സ് ഇവർ ഡെവലപ്പ് ചെയ്യും. എന്നിട്ട് ആ ലെങ്ത് ഓഫ് ദി പീനിസ്, അതും മറ്റേത് കാണിക്കുന്നതല്ല, ആ കൂടി 8 ഇഞ്ചും 10 ഇഞ്ചും ഒക്കെ ഉള്ളതൊക്കെയാണ് അത് കാണിക്കുന്നത്. അത് നോക്കുമ്പോൾ പിന്നെയും ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് വരും. പിന്നെ ഈ പെണ്ണുങ്ങൾ കാണിച്ചാൽ ഇതിനെക്കുറിച്ച് ഒന്നും അറിഞ്ഞും കൂടാ. അതുകൊണ്ട് ദി ബെസ്റ്റ് വേ, സിമ്പിൾ സൊല്യൂഷൻ ഞാൻ പറയുന്നത്, ഇത് ഈ കേൾക്കുന്ന മിക്കവർക്കും ഇതിനെ എല്ലാവർക്കും പ്രയോജനത്തില്ല. കല്യാണം നിശ്ചയിച്ചു കഴിഞ്ഞല്ലോ, അറേഞ്ച്ഡ് മാരേജ് ആണെച്ചാലും അല്ലെങ്കിൽ അറേഞ്ച്ഡ് അല്ലാത്ത മാരേജ് ആണെച്ചാലും അതിന് ഒരു 10 ദിവസം മുമ്പ് തന്നെ ഈ ബോയ്ക്കും ഈ ഗേളിനും ഇതിനെക്കുറിച്ച് കറക്റ്റായിട്ടുള്ള സെക്സിനെ കുറിച്ചുള്ള എല്ലാത്തിനുള്ള ഒരു ഓതന്റിക് ആയിട്ടുള്ള ഇൻഫർമേഷൻ, ഒരു ബുക്ക് 200 പേജോ 250 പേജോ വരത്തുള്ളൂ, അത് കൊടുത്തവർ വായിച്ചു കഴിഞ്ഞാലും അവർക്ക് ഒരു കൺഫ്യൂഷൻ ഇല്ല. ആദ്യം ഫസ്റ്റ് നൈറ്റിൽ തന്നെ എന്താണ് എന്നുള്ളത്. ദെൻ കമ്മ്യൂണിക്കേഷൻ, ആസ് യൂഷ്വൽ കമ്മ്യൂണിക്കേഷൻ ആയിട്ടൊക്കെ അത്രയും ചെയ്ത് കഴിഞ്ഞാലുണ്ടല്ലോ ഈ നല്ലൊരു ശതമാനം ഇതും ഒഴിവാക്കാൻ പറ്റും. ദാറ്റ്സ് ഓൾ മൈ സിമ്പിൾ സൊല്യൂഷൻ സജഷൻ. ഓക്കെ, താങ്ക് യു. ഇറ്റ്സ് എ ഗുഡ് ടോക്ക്. ഇത്രയും പേര് വന്നത് അതിൻ്റെ അർത്ഥം യെസ്, ഒരുപാട് പേർക്ക് പറയാനായിട്ട്, അത് ചോദിക്കാനായിട്ട് മടിയുള്ളവരൊക്കെയാണ്. ഇപ്പോൾ ഇതിൽ തന്നെ ഒരുപാടൊക്കെ സംശയമുണ്ട്. ഒരാൾ പോലും കൈപ്പൊക്കത്തില്ല, ഒരാൾ പോലും പറയത്തില്ല. ബാക്കിയുള്ളവർ എന്ത് വിചാരിക്കും, 4 പേര് എന്ത് വിചാരിക്കും, ഈ 4 പേര് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കും അറിഞ്ഞൂടാ. 4 പേര് എന്ത് വിചാരിക്കും, ഇതും പറഞ്ഞ് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കും, സഫർ ചെയ്യും. ഓക്കെ, താങ്ക് യു. താങ്ക് യു സർ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ചോദിക്കാൻ ഒരുപാട് ഉണ്ടെന്ന് അറിയാം. ചോദ്യങ്ങൾ ചോദിക്കുക കേട്ടോ, എല്ലാവരും ചോദിക്കണം. കാരണം നിങ്ങളുടെ ചോദ്യങ്ങളാണ് യഥാർത്ഥത്തിൽ ഇത്തരം ഫ്രീ വെബിനാറുകൾ കൊണ്ടുള്ള പ്രധാനപ്പെട്ട ഉദ്ദേശം. ആ ചോദ്യങ്ങളിലൂടെയും, അതായത് നിങ്ങളുടെ അല്ലെങ്കിൽ നിങ്ങൾക്ക് വന്ന പേഷ്യൻസിലൂടെ വന്ന അനുഭവങ്ങൾ എന്താണെങ്കിലും അതിവിടെ പറയുമ്പോൾ ഒന്നും കൂടെ അത് എന്ത് ചെയ്യും, ഡീറ്റെയിൽ ആവും. ഒന്നും കൂടെ അതൊരു, ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ എത്രത്തോളം ശരിയാണെന്നുള്ളതും ആളുകൾക്ക് അത് കൺവിൻസ് ചെയ്യാനും സഹായിക്കും. നിങ്ങളിൽ ഓരോരുത്തരുള്ള അനുഭവങ്ങൾ പറയാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെ സംശയങ്ങൾ എന്തെങ്കിലും ഫീൽ ചെയ്താൽ അത് ചോദിക്കാം. അതൊക്കെ ചോദിക്കുന്നതിലൂടെ. ഓക്കെ, അപ്പൊ വീണ്ടും ഞാൻ വെയിറ്റ് ചെയ്യാണ് ആളുകളുടെ ചോദ്യങ്ങൾക്ക് വേണ്ടിയിട്ട്. ഓക്കെ, ആർക്കും ചോദ്യം ഇല്ല എന്നുള്ളതാണോ? ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചോദിക്കാം. നിങ്ങളെ ആരും കാണുന്നില്ല. ഡോക്ടർ വേണുഗോപാൽ സാർ പറഞ്ഞതുപോലെ 4 പേര് അറിയുമെന്ന് വിചാരിച്ച് ചോദിക്കാതിരിക്കരുത്. ആ 4 പേര് ആരെന്നും നമുക്കറിയില്ല. പരമമായ ഒരു സന്തോഷത്തോടെയുള്ള ഒരു ലൈഫ്, ഒരു സെക്ഷൽ ലൈഫ് ആസ്വദിച്ച് മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് ഇവിടെ എന്ത് ക്വസ്റ്റ്യനും ചോദിക്കാം. ഇനി ചോദിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ടൈപ്പ് ചെയ്ത് അയച്ചാലും മതി. അതെ, ആദ്യം ഒരാൾ ഹലോ, യെസ് യെസ് യെസ്. ഓക്കെ, ഗുഡ്. സാർ നേരത്തെ ഒരു കേസ് പറഞ്ഞില്ലേ, അല്ല, ഭർത്താവ് ഭാര്യയുടെ. ഒരു സെക്കൻഡ്. ആദ്യം ഒരാൾ ചോദിച്ചു തുടങ്ങിയാൽ പിന്നെ ബാക്കിയുള്ളവർക്ക് ആ ബ്രേക്ക് ചെയ്യും. ആദ്യം ഒരാൾ ചോദിച്ചാൽ മതി. അത് ചോദിക്കുന്ന പട്ടിക ഒരു സ്ത്രീ ചോദിച്ചു കഴിഞ്ഞാൽ അതായിരിക്കും ഓൾ ദി മോർ ബ്രേക്ക്. ഓക്കെ സാർ, ഞാൻ തന്നെ ചോദിക്കാം. ഒരു ലേഡി, അവർക്ക് ഏകദേശം ഒരു 30-40 വയസ്സിനകത്ത് പ്രായമുണ്ട്. ഇപ്പോഴും അവർക്ക് പെയിൻഫുൾ ആണ് എന്നാണ് പറയുന്നത്. അവർക്ക് ഇൻസർട്ട് ചെയ്യുന്ന സമയത്ത് വല്ലാതെ പെയിൻഫുൾ ആവുകയും പലപ്പോഴും ചെറിയ രീതിയിൽ ബ്ലീഡിങ് ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട് എന്ന് അവർ പറയുന്നുണ്ട്. ഡോക്ടറെ കാണിക്കാൻ പലപ്പോഴും പറഞ്ഞു കൊടുത്തു എന്താണ് ഈ അവസ്ഥ എന്നുള്ളത് ഡോക്ടർക്ക് മാത്രമേ അറിയാവൂ. അപ്പൊ നിങ്ങൾ ഡോക്ടറെ കാണിക്കുക എന്ന് പലപ്പോഴും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പക്ഷെ അവര് ഒരു നാണക്കേട് വിചാരിച്ചിട്ട് അവർ പോകുന്നില്ല. പക്ഷെ അവർക്ക് താല്പര്യമുണ്ട്, ഹസ്ബൻഡിനെ സന്തോഷിപ്പിക്കണം. ഞാൻ പറയാം, ഹസ്ബൻഡിനെ സന്തോഷിപ്പിക്കുന്നതിന് പുറമെ നമ്മുടെ ബോഡിയിലെ ഒരു ഹാപ്പിനെസ്സും കൂടി ഫുൾഫില്ല് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അവിടെയും നമ്മുടെ ബോഡിയോട് നമുക്കൊരു കടമയുണ്ടല്ലോ. അപ്പോ അദ്ദേഹത്തെ സന്തോഷിപ്പിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ ബോഡിയിലും ആ ഒരു സെക്ഷുവൽ ആയിട്ടുള്ള ആ ഒരു സന്തോഷം, ആ ഒരു ഹാപ്പിനെസ്, ആ ഒരു ഓർഗാസം, എല്ലാ സംഭവങ്ങളും ഫുൾഫിൽ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്.
ഇപ്പൊ 2 കൂട്ടുകാർക്കും അത് വേണം. അതുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കാണിക്കൂ എന്ന് പറഞ്ഞു. അവർക്ക് ഞാൻ ഈ ലിങ്ക് അയച്ചു കൊടുത്തു, ജോയിൻ ചെയ്തോ എന്നുള്ളത് അറിയില്ല. അപ്പൊ എന്താണ് നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റുന്നത്? അല്ല, ഇവിടെ നമ്മളിപ്പോ എന്താണ് നമുക്ക് കേട്ടാൽ തന്നെ മനസ്സിലാവും ഇപ്പൊ നമ്മൾ പറഞ്ഞതിന്റെ ശരികൾ എത്രയെന്നുള്ളത്. കാരണം എത്രത്തോളം അവരതിനെ എന്താണ് സംസാരിക്കാതിരിക്കുന്നോ, അല്ലെങ്കിൽ അത് പുറത്ത് പറയാതിരിക്കുന്നോ, അല്ലെങ്കിൽ അതിനെ ട്രീറ്റ് ചെയ്യാതിരിക്കുന്നോ, അത്രത്തോളം അവർ പേടി കൂടിക്കൊണ്ടേയിരിക്കും. വീണ്ടും വീണ്ടും ഇതിന്റെ അനുഭവങ്ങൾ മോശമായിക്കൊണ്ടേയിരിക്കും. അപ്പൊ ഇത്തരം കാര്യങ്ങൾ പ്രത്യേകിച്ച് ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് ഭയങ്കര പെയിൻ ആണെന്നും ബ്ലഡ് വരുന്നു എന്നൊക്കെ പറയുമ്പോൾ അവിടെ കുറച്ചും കൂടെയൊക്കെ അവരുടെ ആ ഒരു പേടി റീസൺ സൈക്കോസൊമാറ്റിക് ആയിട്ടുള്ള ഡിസോർഡർ ആവാനാണ് കൂടുതൽ സാധ്യത. കാരണം അവര് ഒരു ബോഡീന്റെ ഫിസിയോളജിക്കൽ ആയുള്ള ഫംഗ്ഷന്റെ പ്രശ്നമാണെങ്കിൽ ഒരു കാരണവശാലും അവർക്ക് അത് വെച്ചുകൊണ്ടിരിക്കാനോ അത് ആ ബുദ്ധിമുട്ടിൽ തന്നെ വീണ്ടും സെക്സ് ചെയ്യാനോ അവരെ കൊണ്ട് കഴിയില്ല. കാരണം അവിടെ നല്ല സ്വെല്ലൻ, നല്ല നീര് വെച്ച് ഭയങ്കരമായ പ്രശ്നങ്ങളാവും. അത് UTI, സ്ഥിരമായിട്ടുള്ള UTI അവർക്ക് ഉണ്ടാക്കും. അപ്പൊ ഒരു കാരണവശാലും അവർക്ക് അതിനെ ഫിസിയോളജിക്കൽ റീസൺ ആണെങ്കിൽ, അല്ലെങ്കിൽ ശാരീരിക ഘടനയുടെ ഒരു പ്രശ്നമാണെങ്കിൽ ഒരു കാരണവശാലും അവർക്ക് ഒരുപാട് നാളത്തേക്ക് ഇതിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയില്ല. അപ്പൊ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, ഇപ്പോ കുറെ കാലമായി കല്യാണം കഴിഞ്ഞതെങ്കിൽ സ്വാഭാവികമായിട്ടും അവരുടെ കാരണം മിക്കവാറും നല്ലൊരു ശതമാനം സാധ്യത സൈക്കോളജിക്കൽ ആണ്. സോ അവിടെ നമുക്ക് എന്തായാലും ഇത്തരം രീതിയിലുള്ള അവരുടെ കോഴ്സ് അറിയണം. എന്തുകൊണ്ടാണ്, എവിടുന്ന് അത് തുടങ്ങിയിട്ടുള്ളത്, എങ്ങനെയായിരുന്നു ഇവർ തമ്മിലുള്ള ഒരു കെമിസ്ട്രി എങ്ങനെയായിരുന്നു, തുടക്കത്തിൽ എങ്ങനെയായിരുന്നു, അതിന് മുമ്പ് അവർ പാസ്റ്റ് എക്സ്പീരിയൻസ് എന്താണ്, ഇങ്ങനെയുള്ള ഒരുപാട് ഹിസ്റ്ററി നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവരുടെ ഒരു പാറ്റേൺ നമുക്ക് കിട്ടും. അതിലൂടെയാണ് നമുക്ക് ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റുക. എന്തൊക്കെയാണെങ്കിലും നമ്മൾ ഈ പറഞ്ഞ ഫസ്റ്റ് കാര്യം തന്നെയാണ്. നമ്മൾ ആരായാലും ഈ പറയുന്ന കാര്യം ആദ്യം ഡോക്ടറെ കാണിക്കുക, ഒരു ഗൈനക്കിനെ ആദ്യം കാണിക്കുക, ഒപ്പീനിയൻ എടുക്കുക, ഇത് ഏത് രീതിയിലുള്ള പ്രശ്നമെന്ന് മനസ്സിലാക്കുക. അതിനുശേഷം ഈ പറയുന്ന സൈക്കോളജിക്കൽ ആണെന്ന് കൺഫേം ആയി കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ട്രീറ്റ്മെന്റ് ചെയ്യുക. അത് ഫസ്റ്റ് സ്റ്റെപ്പ് അതാണ്. അത് ചെയ്യാണ്ട് നമുക്ക് സെക്കൻഡ് സ്റ്റെപ്പിനെ കുറിച്ച് സംസാരിക്കാൻ പറ്റില്ല. ഓക്കെ. സ്ത്രീകൾക്ക് അവരുടെ ഓർഗനെ കുറിച്ച് വ്യക്തമായ അറിവില്ലായ്മയും അവർ പ്രയോറിറ്റി ചെയ്തതും. എന്തായാലും ചോദ്യങ്ങൾ കംപ്ലീറ്റ് ഞാൻ വായിച്ചില്ലേ. വ്യക്തമായ പ്രയോറിറ്റി ചെയ്യാത്തതും പലപ്പോഴും കോംപ്ലിക്കേറ്റ് ആകാറുണ്ട്. യെസ്, അതന്നെ. അത് ഇപ്പൊ എന്റെ സെക്ഷുവാലിറ്റി എന്ന് പറയുന്ന നമ്മുടെ കോഴ്സിൽ ഫസ്റ്റ് ഡേ കംപ്ലീറ്റ്ലി മെയിൽ ആൻഡ് ഫീമെയിൽ സെക്ഷൽ ഓർഗൻസിനെ പറ്റി സംസാരിക്കും. കംപ്ലീറ്റ്ലി ഒരു തിയററ്റിക്കൽ ആയിട്ടുള്ള നമ്മളൊരു ബയോളജി ക്ലാസ്സിലൊക്കെ ഇരിക്കുമ്പോൾ എന്തൊക്കെയാണ് ഡീറ്റെയിൽ ചെയ്യുന്നത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് ഡീറ്റെയിൽ ചെയ്യുന്നത്. കാരണം നമുക്ക് അറിഞ്ഞുകൂടാ എന്താണ് ഈവൻ സ്ത്രീകളിൽ ഉണ്ടാവുന്ന സെക്ഷൽ റെസ്പോൺസ് സൈക്കിൾ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. 4 സ്റ്റേജസ് ആയിട്ട് നടക്കുന്ന ഈ 4 സ്റ്റേജസിൽ എന്ത് മാറ്റങ്ങളാണ് വരുന്നത് എന്നുള്ളത് ഒരു സ്ത്രീയെ ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയൊക്കെ ഉണ്ടോ എന്നൊക്കെയാണ് ചോദിക്കുക. കാരണം ആ ക്ലാസ്സിൽ പോലും, ആ വർക്ക്ഷോപ്പിൽ പോലും ഞാൻ എന്ത് ചെയ്യുന്നില്ല, ഇൻ ഡെപ്തിൽ ഓരോന്നും പറയുന്നില്ല. അത് പറയാത്തതിന്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ആ ഇരിക്കുന്ന ആളുകളിലേക്ക് എത്തേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറയുന്നത്. ഇൻ ഡെപ്തിൽ ഒരാളും ചോദിക്കുന്നില്ല. ഒരാളെ ആരെങ്കിലും ഒന്ന് ചോദിച്ചാലല്ലേ നമുക്ക് ഇനി കൂടുതൽ പറയാൻ പറ്റുള്ളൂ. ആ ഒരു കാര്യം പറഞ്ഞാൽ പോലും എനിക്ക് തോന്നുന്നു ഒരു തവണ എനിക്ക് ക്ലാസ്സിൽ കിട്ടിയ ഒരു ഫീഡ്ബാക്കിൽ പറയുന്നുണ്ട്, അവര് കുറച്ച് പ്രായമായിട്ടുണ്ട്. അവർ പറയുന്നത് ഇത്രയൊക്കെ ചേഞ്ചസ് ഒരു സ്ത്രീയുടെ ശരീരത്തിൽ വരുന്നുണ്ട് എന്നുള്ളത് ഇപ്പോഴാണ് മനസ്സിലാക്കിയത്. കാരണം കല്യാണം കഴിഞ്ഞിട്ട് ഒരുപാട് വർഷമായി, മക്കൾക്ക് മക്കളായി. എന്നിട്ട് ഇപ്പോഴാണ് ഇതിന്റെ യഥാർത്ഥത്തിലെ അവസ്ഥ, ഇതാണ് സെക്സ് എന്നുള്ളതും, ഇത്രയും സെക്ഷൽ ആയിട്ടുള്ള ആക്ടിൽ ഒരു സ്ത്രീയെ സംബന്ധിച്ച് ഇത്രയും ഒരു റെസ്പോൺസ് സൈക്കിൾ ഉണ്ട്, ഇത്രയും ചേഞ്ചസ് ഉണ്ട്, അല്ലെങ്കിൽ ആ ചേഞ്ച് നമുക്ക് സെൽഫിൽ ഇതുവരെ തോന്നിയിട്ടില്ലല്ലോ എന്നുള്ളതിന്റെ ഒരു പരാതിയായിട്ട് പറയും. കാരണം തോന്നാത്തതിന്റെ വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ആ തോന്നാത്തതിന്റെ കാരണം അറിവില്ലായ്മയാണ്. ആ അറിവുകളിലേക്കാണ് നമ്മൾ ഈ സാർ പറയുന്ന സെക്സ് എഡ്യൂക്കേഷൻ കൊണ്ടുപോകേണ്ടത്. എന്താണ് സ്ത്രീ എന്നുള്ളതും, സ്ത്രീയുടെ സെക്ഷൽ ഓർഗൻസ് എന്താണെന്നുള്ളതും അതിനെക്കുറിച്ച് ആദ്യം അറിവുണ്ടാവേണ്ടത് സ്ത്രീക്കാണ്. കാരണം ഇവിടെ ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഇത്തരം കേസുകളിൽ അപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു അനുഭവത്തിൽ പറയുകയാണെങ്കിൽ അവരുടെ ഒരു സെക്ഷൽ ഓർഗൻസിനായിട്ട് ബേസ് ചെയ്ത്, പ്രത്യേകിച്ച് വെജൈനൽ വാളിലോ അല്ലെങ്കിൽ സെർവിക്കൽ ഏരിയയിലോ ഏതെങ്കിലും തരത്തിലുള്ള ഗ്രോത്ത് ഫോം ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും തരത്തിൽ ഇവർക്ക് ബ്ലോക്കേജ് ഉണ്ടോ, സ്റ്റിനോസിസ് ഉണ്ടോ, ഇതൊന്നും നമ്മൾ അറിയുന്നില്ല. ഇത് പറയുന്ന പോലെ സെക്സ് ചെയ്യുമ്പോൾ നോർമൽ കാര്യമാണ്, അത് ഭർത്താവിനോട്ടുള്ള ഒരു സാഹചര്യം നമ്മൾ ശരിയാക്കണ്ടേ, അയാൾക്ക് സന്തോഷം വേണ്ടേ എന്നുള്ള ധാരണയിൽ നിൽക്കുമ്പോൾ ഒരുപക്ഷെ അത് ക്യാൻസർലോസിലോട്ട് വരെ എത്തുന്ന സാഹചര്യങ്ങൾ ഉണ്ടാക്കാം. റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഒരേ സ്റ്റിമുലേഷൻ കൊടുത്ത് അവിടെ എക്സ്ട്രാ ഗ്രോത്ത് വരും. ആ എക്സ്ട്രാ ഗ്രോത്തിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നു പറയുന്നത് ക്യാൻസർ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളുണ്ട്, പോസിബിലിറ്റീസ് ഉണ്ട്. അപ്പൊ നമ്മുടെ അറിവില്ലായ്മ തന്നെയാണ് എന്താണ് ഈ ഓർഗൻ, എന്താണ്
എവിടെയാണ് എന്താണ് യൂറിനറി ബ്ലാഡർ എവിടെയാണ്, യൂട്രസ് എവിടെയാണ്, യൂട്രസിൽ നിന്നുള്ള കണക്ഷൻ എങ്ങനെയാണ്, യൂറിനേഷന്റെ മൂത്രനാളി എവിടെയാണ് ഓപ്പൺ ചെയ്യുന്നത്, ഓപ്പണിങ്സ് എന്തൊക്കെയാണ്, ഓരോ ഓപ്പണിങ്സിന്റെയും എന്താണ് പ്രയോറിറ്റീസ് എന്തൊക്കെയാണ്, അതിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, ഇതെല്ലാം ഇൻ ഡെപ്തിൽ ഓരോ സ്ത്രീയും അറിഞ്ഞിരിക്കണം. അപ്പൊ അത് അറിയാത്തതിന്റെ ഭാഗമാണ് ഇത്തരം സാഹചര്യങ്ങൾ വരുമ്പോൾ അത് നോർമലാണ്, അത് കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു പോകുന്നത്. അത് എപ്പോഴേ കുഴപ്പമാവുന്നുള്ളൂ വെച്ചാൽ അതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു കേസിൽ ഞാൻ ബാംഗ്ലൂരൊക്കെ നിൽക്കുന്ന സമയത്ത് നമ്മളൊരു ഹോസ്പിറ്റലിലൊക്കെ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ ഒരിക്കൽ നിൽക്കുന്ന സമയത്ത് ഒരു വജൈനൽ ഗാംഗ്രീൻ എന്ന് പറയുന്നത്, അതായത് ഒരു പ്രസവത്തിന്റെ ഭാഗമായിട്ട് അവർക്ക് പ്രസവം കഴിഞ്ഞു, പക്ഷെ അതിനുശേഷം ഈ പറയുന്ന എപ്പിസെറ്റോമി എന്ന് പറയും, അവിടെ ഒരു വജൈനൽ ഏരിയയിൽ ചെറിയൊരു മുറിവുണ്ടാക്കിയിട്ട് ആ കുട്ടിയുടെ ഹെഡ് പുറത്തോട്ട് വരാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്യുന്നത്. പക്ഷെ ആ മുറിവ് കൃത്യമായിട്ട് ഉണങ്ങാത്തതിന്റെ ഭാഗമായിട്ട് ആ ഭാഗത്ത് നെക്രോസിസ് വന്ന് അവിടെ ആ സർക്കുലേഷൻ സ്റ്റോപ്പായി വെജൈനൽ ഏരിയ കംപ്ലീറ്റ്ലി ഗാംഗ്രീൻ, അതായത് ആ സ്കിന്നടക്കം എടുത്ത് ഒഴിവാക്കേണ്ട ആ ഒരു സിറ്റുവേഷൻ ആ സ്ത്രീയിലേക്ക് വന്നു. ഇതൊക്കെ ഇവരൊക്കെ പറയുന്ന പോലെ പ്രത്യേകിച്ച് അറിവില്ലാത്തതുകൊണ്ടും വളരെ സാധാരണക്കാരായ കുറെ ആളുകൾ. പക്ഷെ അന്ന് ആ മാം, എന്റെ ഗൈനക്കിൽ ഉണ്ടായിരുന്ന ചീഫ് ഡോക്ടർ മാം ഈ ഭർത്താവിനെ വിളിച്ചിട്ട് പൂരെ തെറിയായിരുന്നു, ഭയങ്കര ചീത്ത പറച്ചിലായിരുന്നു. കാരണം ഈ ഒരു മുറിവുണ്ടായി, ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് പോലും നിങ്ങൾ എന്തുകൊണ്ട് ഭാര്യയെ ഡോക്ടറെ കാണിച്ചില്ല എന്ന് പറഞ്ഞപ്പോ അവർക്ക് രണ്ടുപേർക്കും അപ്പോഴാണ് അറിയുന്നത് ഇത് ഇനി സർജറി ചെയ്ത് ഇത് റിമൂവ് ചെയ്ത് മാത്രം ഇനി ഒരു ഓപ്ഷൻ ഉള്ളൂ, ഇല്ലെങ്കിൽ അത് ഉള്ളിലേക്കുള്ള അവയവത്തിന് വരെ ബാധിക്കും എന്ന് പറഞ്ഞപ്പോഴാണ് ഇതിന്റെ സീരിയസ്നെസ് മനസ്സിലാവുന്നത്. അപ്പൊ നമുക്ക് കുറഞ്ഞ പക്ഷം എന്താണ് നമ്മൾ ഓർഗൻ എന്നുള്ളതും അതിലൂടെ ഈ സെക്ഷൽ എഡ്യൂക്കേഷനിലൂടെ ഒക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ എന്നുള്ളത് എത്ര ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ളത് ഈ പറയുന്ന ഒരു അനുഭവം വെച്ചിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റും. ഹലോ. സാറേ, നേരത്തെ ഒരു കേസ് പറഞ്ഞില്ല, ഒരു ലേഡി ഭർത്താവ് ഫിഗർ കറക്റ്റ് അല്ലെന്നുള്ള ലെവലിൽ പറഞ്ഞത് ഒരു കേസ്. ആ ഒരു കേസിന് എന്താ സജഷൻ ചെയ്യാൻ പറ്റുക? അവർ ഫിഗർ കറക്ഷൻ നടത്തണമെന്നുള്ള ലെവലിലാണോ സജഷൻ കൊടുക്കുക? അല്ലല്ല, ഒരിക്കലല്ല. നമ്മളിപ്പോ ഒരു ബോഡി ഷേമിങ് നടന്നു കഴിഞ്ഞാല് അവരുടെ ബോഡി, ഞാൻ പറഞ്ഞല്ലോ, സെക്സ് ഈസ് നോട്ട് അബൌട്ട് യുവർ ബോഡി സ്ട്രക്ചർ. സെക്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ ബോഡിയെ ആകർഷിച്ചുകൊണ്ട് ഉണ്ടാകുന്ന ഒരു സാധനമല്ല. അതൊക്കെ നമ്മുടെ തെറ്റിദ്ധാരണയാണ്. ഒരു ശരീരത്തിനെ കണ്ടിട്ടോ അല്ലെങ്കിൽ ശരീരത്തിന്റെ രൂപം കണ്ടിട്ടോ അല്ല സെക്ഷൽ അറൗസൽ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം തന്റെ പാർട്ട്ണർ തുണി അയച്ചിട്ട് കഴിഞ്ഞാൽ സെക്ഷൽ അറൗസൽ ഉണ്ടാവുന്ന ഒരിക്കലും വിചാരിക്കരുത്. സ്ത്രീയെ സംബന്ധിച്ച് ഒരിക്കലും അങ്ങനെ ഉണ്ടാവുന്നില്ല. സ്ത്രീയുടെ മൈൻഡ് സെറ്റ് സെക്സിനോട് ഡിഫറെന്റ് ആണ്. പക്ഷെ ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം ചെറിയ രീതിയിൽ ഒരു ന്യൂഡ് കണ്ടാൽ തന്നെ ഒരു അറൗസൽ ഉണ്ടാവും. കാരണം രണ്ടുപേരുടെയും ശരീരത്തിൽ ഉണ്ടാവുന്ന ഹോർമോൺസ് ഡിഫറൻസ്, രണ്ടുപേരുടെയും എവല്യൂഷൻസ് ഡിഫറെന്റ് ആണ്. ആണിന്റെ സെക്ഷൽ ആയിട്ടുള്ള എവല്യൂഷൻ ഡിഫറെന്റ് ആണ്, സ്ത്രീയുടെ സെക്ഷൽ ആയിട്ടുള്ള എവല്യൂഷൻ ഡിഫറെന്റ് ആണ്. അപ്പൊ അതുകൊണ്ടുള്ള കുറച്ച് കാര്യങ്ങൾ അതിലുള്ളൂ. അതുകൊണ്ട് ഒരു ആണ് എപ്പോഴും പെണ്ണിനെ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു ബോഡി സ്ട്രക്ചറോ അല്ലെങ്കിൽ ബോഡിന്റെ മാസും കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് ഡീറ്റെയിൽ ചെയ്ത് ഇങ്ങനെയുള്ള ഒരാൾ തന്നെ എനിക്ക് സെക്ഷൽ പാർട്ട്ണറായിട്ട് കിട്ടണം എന്നൊക്കെ വാശി പിടിച്ചു കഴിഞ്ഞാൽ നടക്കുന്ന ഒരു കാര്യമല്ല. അപ്പൊ അതിനു വേണ്ടി കല്യാണം കഴിച്ചതിന് ശേഷം നിങ്ങൾ ഇങ്ങനെ ആവണം, ബോഡി ഇങ്ങനെ ആവണം, ഇത്ര ബോഡി വർക്ക്ഔട്ട് ചെയ്യണം, എന്നാലേ ഈ പറയുന്ന കാര്യങ്ങൾ പോണാവുള്ളൂ എന്ന് പറയുന്നതിന്റെ അർത്ഥം അത് ശരിക്കും ഭർത്താവിന് ഒരു കൗൺസിലിംഗ് കൊടുക്കണ്ടേ സാറേ? ശരിക്കും ഭർത്താവിന് തന്നെയാണ് ഞാൻ കൊടുത്തത്. ഭർത്താവിന് കൊടുത്തിട്ട് തന്നെയാണ് ഹീൽ ചെയ്ത്. ഭർത്താവിന് റിയലൈസ് ചെയ്തത് ഞാൻ പറഞ്ഞല്ലേ, ഭർത്താവിനെ റിയലൈസ് ചെയ്യിപ്പിച്ച് ആ വീട്ടുകാർക്കൊക്കെ കാര്യങ്ങൾ മനസ്സിലായതിന് ശേഷമാണ് ആ വീട്ടിൽ നിന്ന് രണ്ടുപേരും മാറി താമസത്തിന് ശേഷമാണ് അവർക്ക് നല്ലൊരു ജീവിതം സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ശരിക്കും സാറ് പറഞ്ഞത് അതേപോലെയാണല്ലോ, വൈഫിന് ഭർത്താവ് അങ്ങനെ ഇതുണ്ടെന്നുള്ള ലെവലിലാണ് സാറ് പറഞ്ഞത്. അപ്പൊ ശരിക്കും ഭർത്താവിന് കൊടുത്താൽ മാത്രമല്ല, അല്ലെങ്കിൽ പിന്നെ വൈഫിനോട് ഇങ്ങനെ പറഞ്ഞ് ബോഡി ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറയേണ്ടി വരും. അല്ല, ഇങ്ങനെ ഒരു പ്രോബ്ലം വരുന്ന സമയത്ത് ഭാര്യയുടെ പ്രശ്നം മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഞാനത് എങ്ങനെ ഡീൽ ചെയ്തതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതിപ്പോ നിങ്ങൾ ചോദിച്ചപ്പോഴാണ് ഞാൻ പറയുന്നത്. അതായത് ഭർത്താവിനാണ് ഭർത്താവ് വന്നു, ഭർത്താവിനോട് സംസാരിച്ചു, അവരുടെ കാര്യങ്ങൾ കൃത്യമായി റിയലൈസ് ചെയ്തു, അവരതിന് ശേഷം അവരുടെ ഹീലിംഗുള്ള പ്രോസസ്സ് ചെയ്തു, അവർ മാറുകയും വീട്ടിൽ നിന്ന് ആ ഒരു എൻവയോൺമെന്റിൽ അവർ മാറിയതിന് ശേഷം അവർ ഹാപ്പി ആയിട്ട് ജീവിക്കുന്നുണ്ട്. അത് ഈ കാമസൂത്ര എന്ന് പറഞ്ഞ മറ്റേ ബുക്കിനെ കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? അതിലൊക്കെ ഉള്ളത് വല്ല കറക്റ്റ് ആയിട്ടുള്ള നമ്മുടെ സയന്റിഫിക് ആയിട്ടുള്ള ടൈപ്പ് എന്തെങ്കിലും റെഫറൻസ് ഉണ്ടോ? അല്ല, അതൊക്കെ ഈ പറയുന്ന ശരീരത്തിനെ സെക്സിനേക്ക് കണക്ട് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ശരീരത്തിനല്ല സെക്സിനായിട്ട് കണക്ട് ചെയ്യുന്നത്, മൈൻഡിനെയാണ്, സ്പിരിച്വൽ ആണ് സെക്സിനെ കണക്ട് ചെയ്യുന്നത്. അത് നമ്മുടെ പ്രണയത്തിൽ നിന്ന് മാത്രം ഉൾക്കൊള്ളുന്ന ഒരു കാര്യമാണ്. പ്രണയത്തിനെ സെക്സ് ആയിട്ടാണ് കാവ്യങ്ങളിൽ ഉപയോഗിക്കുന്നത്.
കാമസൂത്രയിൽ ഉപയോഗിക്കുന്നത്. അതൊരിക്കലും ശരിയല്ല. പ്രണയം ഡിഫറെന്റ് ആണ്. പ്രണയത്തിൽ നിന്ന് ഈ പറയുന്ന വിശ്വാസവും സ്നേഹവും സന്തോഷവും സമാധാനവും ആത്മീയതയും ഉൾക്കൊള്ളുന്നതാണ് സെക്സ് എന്ന് പറയുന്ന ആക്ട്. ശരിക്കും ഈ മറ്റേ ഏതൊരു മുനി എഴുതിയെന്നുള്ള ലെവലിലല്ല പറയണ ഒറിജിനലി കാമസൂത്ര. അതില് വന്ന കോൺസെപ്റ്റും വെറും സെക്സ് അടിസ്ഥാനപ്പെടുത്തി മാത്രമല്ലേ? തീർച്ചയായിട്ടും അത് ശരീരത്തിനോടുള്ള രണ്ട് ശരീരങ്ങൾ സെക്സിലായിട്ട് ഏർപ്പെടുമ്പോഴുള്ള കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത്. അത് നമ്മൾ അറിയേണ്ട കാര്യമില്ല. അത് ഓരോ ശരീരവും ഓരോ ഡിഫറെന്റ് ആണ്. എന്റെ ശരീരത്തിനെ പോലെ ആയിരിക്കില്ല നിങ്ങൾ. ഓരോ ആളുകളുടെ ശരീരത്തിന് പ്രകൃതം ഡിഫറെന്റ് ആയിരിക്കും, സെക്ഷൽ തോട്ട്സ് ഡിഫറെന്റ് ആയിരിക്കും, അറിവുകൾ ഡിഫറെന്റ് ആയിരിക്കും. ഡിപ്പെൻഡ് ചെയ്യും, ഓരോ കാര്യത്തെ ഡിപ്പെൻഡ് ചെയ്യും രണ്ടുപേരുടെ. അത് ആ ഡിഫറൻസ് ആണ്, ആ രണ്ടുപേരുടെ ഡിഫറൻസ് ആണ് ആ പ്രണയം കൊണ്ട് ഒരുമിപ്പിക്കുന്നത്. ഞാനും എന്റെ ഭാര്യയും തമ്മിലുള്ള ഡിഫറൻസ് ഒരുപാടായിരിക്കും. ഞാൻ വേറൊരു കൾച്ചറും ഞാൻ വേറൊരു രീതിയിൽ നിന്നായിരിക്കും, എന്റെ വൈഫ് വേറെ രീതിയിൽ നിന്നായിരിക്കും. ഞങ്ങൾ രണ്ടുപേരും ഒരുമിക്കുന്നത് ഞങ്ങളുടെ ഇമോഷണൽ ബോണ്ടിങ് ആണ്, ഞങ്ങളുടെ സ്നേഹമാണ്. ആ സ്നേഹത്തിൽ നിന്നാണ് ഈ പറയുന്ന പ്രണയം, ആ പ്രണയത്തിൽ നിന്നാണ് സെക്ഷൽ ആയിട്ടുള്ള ആക്റ്റും ഈ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് എത്തുന്നത്, അല്ലാതെ ശരീരം കൊണ്ടല്ല. ശരീരം കൊണ്ട് എന്ന് തോന്നുന്നു അന്ന് മുതൽ നമുക്ക് സെക്സ് മടുത്തോളൂ. കേൾക്കാവോ? കേൾക്കാം. ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. നമ്മള് ഇപ്പൊ കുറച്ചു മുമ്പ് പറഞ്ഞില്ലായിരുന്നു ചില സ്ത്രീകൾക്ക് സെക്സിനെ പറ്റി താല്പര്യം ഉണ്ടാവില്ല എന്നുള്ള കാര്യങ്ങൾ. അപ്പൊ അത് ട്രോമയാണോ അതോ സെക്ഷുവാലിറ്റി ആണോ എന്നെങ്ങനെ അറിയും? അത് ഹിസ്റ്ററി വെച്ചാൽ അറിയും. ട്രോമയാണെന്ന് ഹിസ്റ്ററിയിൽ ഉണ്ടാവുമല്ലോ, പ്രത്യേകിച്ച് ഒരു കുഴപ്പമില്ല. തുടക്കം മുതലേ ചില ആളുകൾ ഉണ്ടാവും, ജനനം മുതൽ ജനിച്ചതിൽ ഇതുവരെ ഓർഗാസം ഫീൽ ചെയ്യാത്തവരുണ്ടാവും, ഇതുവരെ ഡിസയർ ഫീൽ ചെയ്യാത്തവരുണ്ടാവും. അത്ര ആളുകൾ സെക്ഷൽ ആയിട്ട് തന്നെയാണ് കാണുക. അവർക്ക് ഇതുവരെ പ്രൈമറി, അതായത് പ്രൈമറി അനോർഗാസ്മിക് ആണ്. പ്രൈമറി ആയിട്ട് തുടക്കം മുതൽ അവർക്ക് ജന്മന ആ ഒരു ഡിസൈർ ഇതുവരെ വന്നിട്ടില്ലെങ്കിൽ നമുക്കത് പറയാം. നേരെ മറിച്ച് അവർക്ക് ഇടയ്ക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു, പിന്നീട് എപ്പോഴും ഇല്ലാതായതാണെങ്കിൽ സെക്കൻഡറി അനോർഗാസ്മിക് ആണ്. അപ്പോൾ സെക്കൻഡറി എന്ന് വരുമ്പോൾ അവരൊരു പ്രോബ്ലം ഉണ്ടാവും, അപ്പോഴാണ് അത് ട്രോമയാവുന്നത്. പ്രൈമറിയിൽ ട്രോമയൊന്നും ഇല്ല, അവരെ ജന്മന അവർക്ക് ആ ഒരു ഫീൽ ഇല്ലാത്തതുകൊണ്ടാണ്. അങ്ങനെ ഉണ്ടാവാം, അങ്ങനെയുള്ള ആളുകളുണ്ട്. ട്രോമ എന്ന് പറയുമ്പോൾ ആ ട്രോമ കാറ്റഗറിയിൽ എന്തൊക്കെ ആയിട്ട് വരും, എന്തൊക്കെ വരാൻ ചാൻസസ് ഉണ്ട്? ചിലപ്പം ലൈക്ക് ചില കേസസിൽ മോളസ്റ്റേഷൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ പിന്നെ ചില കേസസിൽ ഈവ് ടീസിങ്ങോ അല്ലെങ്കിൽ പിന്നെ ബോഡി ഷേമിങ്, അങ്ങനെ കുറെ ട്രോമാസ് പറഞ്ഞില്ലേ? അപ്പൊ അതില് മൾട്ടിപ്പിൾ ഓപ്ഷൻസ്, ലൈക്ക് ഓപ്ഷൻസ് അല്ല പക്ഷെ മൾട്ടിപ്പിൾ എങ്ങനത്തെ ട്രോമാസ് ആണ് സെക്സ്വാലിറ്റിനെ, അത് ഏതൊക്കെ എലിമെന്റ്സിനാണ് സെക്സ്വാലിറ്റിനെ ഡെവലപ്പ് ചെയ്യുന്നത്? ഏതൊക്കെ എലിമെന്റ്സ് ആണ് ഇങ്ങനെ ഒരു ഏതൊക്കെ ട്രോമാസ് ആണ് ഈ നെഗറ്റീവായിട്ട് ബാധിക്കുന്നത് അല്ലെ? അതെ, നെഗറ്റീവായി ബാധിക്കുന്നത് നമ്മൾ പ്രധാനപ്പെട്ട ഈ പറഞ്ഞ കാര്യങ്ങൾ, അതായത് എന്താണ്, ആങ്സൈറ്റികൾ, ഫിയർ, പേടി. അത് ചിലപ്പോൾ കല്യാണത്തിനോട് മാത്രമായിരിക്കും പേടി, ലൈഫിൽ വേറെ കുഴപ്പമൊന്നും ഉണ്ടല്ലോ. ഈ പറയുന്ന പാർട്ട്ണർ സിസ്റ്റത്തിനോട് പേടിയുള്ള ആൾക്കാരുണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്ത്രീകളിലൂടെ മാത്രം ജീവിച്ച് വളർന്ന ആളുകളുണ്ട്. പെൺകുട്ടികൾ സ്കൂളുകളിൽ ഗേൾസ് ഓൺലി ഗേൾസ് സ്കൂളിൽ പഠിച്ച കുട്ടികൾ, അതിനുശേഷം വന്ന് അങ്ങനെ പാർട്ട്നേഴ്സിനായിട്ട് പ്രത്യേകിച്ച് ബോയ്സിനായിട്ട് ബന്ധമില്ലാത്ത കുട്ടികൾക്കാണെങ്കിൽ അവർക്ക് അതൊരു ഭയമായിരിക്കും, അതൊരു ഫിയർ എലമെന്റ് ആയിരിക്കും. അപ്പോൾ ഫിയർ എലമെന്റ് അവർക്ക് ട്രോമയായിട്ട് മാറാം. അതുപോലെ തന്നെയാണ് പറയുന്ന സെക്ഷൽ അബ്യൂസസ്, മൊളസ്റ്റേഷൻസ് ഒക്കെ ആവുന്നു. പിന്നെ എന്താണ്, നമ്മളിപ്പോ പറഞ്ഞ എല്ലാ റീസൺസും അതിലുണ്ട്, ഗിൽറ്റ്, ഷെയിം എല്ലാം വരുന്നു. അതിന് കൂടെ ഞാൻ ഈ മിസ് ഇൻഫോർമേഷൻസ്, ആവശ്യമില്ലാത്ത ഇൻഫോർമേഷൻസ് കേട്ടിട്ട് പേടിക്കുന്നു, മാതാപിതാക്കളിൽ നിന്ന് ഇത്തരം കിട്ടുന്ന അറിവുകളിലൂടെ പേടിയുണ്ടാവുന്നു, സുഹൃത്തുക്കളുടെ സംസാരങ്ങളിലൂടെ ഇപ്പൊ ഒരാളുടെ അനുഭവം കേട്ടിട്ട് പേടിക്കുന്നു. അപ്പൊ ഒരാളുടെ അനുഭവം പറയുന്നു, ഇപ്പൊ നമ്മളൊക്കെ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഇത്തരം ക്ലാസ്സുകൾ, പ്രത്യേകിച്ച് ഡിസ്പ്രോണിയൊക്കെ നമുക്ക് ക്ലാസ്സിൽ ടീച്ചേഴ്സ് ക്ലാസ് എടുക്കുന്ന സമയത്ത് അവിടെ നമുക്കറിയാം, മെഡിക്കലി ഒരു സ്പേസിലേക്ക് ഒരു ലെക്ചർ വന്ന് ക്ലാസ് എടുക്കുമ്പോൾ അവിടെ എത്രത്തോളം ഓപ്പൺ ആയിട്ടായിരിക്കും കാര്യങ്ങൾ പറയാന്നുള്ളത്. കാരണം അത്രയും ഓപ്പൺ ആയിട്ട് സംസാരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അവിടെ ഇരിക്കുന്ന എല്ലാ ഡോക്ടേഴ്സുമാണ്. അപ്പൊ അവിടെയൊക്കെ അവർ പറയുന്ന സമയത്ത് അതിന് ട്രീറ്റ്മെന്റിന്റെ ബേസ് പോലും പറയുന്നത് അത് കേട്ടിട്ട് പേടിക്കുന്ന ആളുകളുണ്ട്. അതായത് ട്രീറ്റ്മെന്റിൽ ചെയ്യേണ്ട, പ്രത്യേകിച്ച് ഡിസ്പ്രോണിയൊക്കെ നമ്മൾ ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് 1 ഫിംഗർ 2 ഫിംഗർ 3 ഫിംഗർ മെത്തേഡുകളൊക്കെ ഉണ്ട്. ഒരു ഫിംഗർ യൂസ് ചെയ്തിട്ട് ഈ പറയുന്ന വെജനൽ ഏരിയ ഓപ്പൺ ആവുന്നുണ്ടോ നോക്കണം, 2 ഫിംഗർ ഓപ്പൺ ആവുന്നുണ്ടാവും, 3 ഫിംഗർ ഓപ്പൺ ആവും, എപ്പോഴാണ് പെയിൻ ഉണ്ടാവുന്നത്, അതിനൊരു ഇവാലുവേഷൻ സാധനങ്ങളൊക്കെ ഗൈനക്കിൽ പോയി നമ്മൾ ഡോക്ടേഴ്സിന് പോയി കഴിഞ്ഞാൽ അവർ ചെയ്ത് കാണിക്കും, അവർ പറഞ്ഞുതരും. അപ്പോൾ ഇതൊക്കെ നമ്മൾ ക്ലാസ്സുകളിൽ പഠിക്കുന്ന സമയത്ത് ഇത് കേട്ടിട്ട് എന്ത് ചെയ്യാണ്, കേൾക്കുന്ന പെൺകുട്ടികൾ, ഡോക്ടേഴ്സ് ആണ്, അവർ ഓൾറെഡി ഡോക്ടേഴ്സ് ആവാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന, അവർക്ക് അത് കേട്ടിട്ട് ഉള്ള പേടി കാരണം പിന്നെ കല്യാണം തന്നെ വേണ്ട എന്ന് പറയുന്ന ആൾക്കാരൊക്കെ, കല്യാണം വേണ്ട എന്ന് പറഞ്ഞ സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്.
അപ്പൊ അത്തരമുള്ള ഇൻഫോർമേഷൻസ് വരെ നമ്മൾ കേൾക്കും, നമ്മൾ അത് എങ്ങനെ പെർസീവ് ചെയ്യുന്നതനുസരിച്ചിരിക്കും. അപ്പൊ നമ്മുടെ ഉള്ളിൽ ഓൾറെഡി ഒരു പേടി കിടക്കുന്നുണ്ട്. ഇത്തരം ചില ഇൻഫോർമേഷൻസ് നമ്മൾ ആ അറിവുകളിലേക്ക് വേണ്ടിയിട്ടാണെങ്കിൽ പോലും അത്തരം അറിവുകൾ വരെ നമുക്ക് എന്ത് ചെയ്യും, ഒരു ഫിയർ എലമെന്റ് ആയിട്ട് മാറും. അങ്ങനത്തെ ഇൻഫോർമേഷൻസ് ഇനി അതൊന്നും അല്ല, മിസ് ഇൻഫോർമേഷൻസ് ആവാം. സുഹൃത്തുക്കളിടയിൽ സംസാരിക്കുന്ന സമയത്ത് ആരുടെയെങ്കിലും അനുഭവങ്ങൾ പറയുമ്പോൾ അത് ഇനി നമ്മുടെ ലൈഫിൽ ഉണ്ടാവുമല്ലോ എന്നുള്ള പേടിച്ചിട്ട് അങ്ങനെ ഈ പറയുന്ന സെക്സിനോട് താല്പര്യം കുറയും, ഓർഗാസം നഷ്ടപ്പെടുകയൊക്കെ ചെയ്യും. ഇങ്ങനെയൊക്കെ ഒരുപാട് നമുക്ക് എത്രയും എലമെന്റ് നമുക്ക് പറയാം. ഓരോ ആളുകളുടെ ലൈഫ് സ്റ്റൈലിലും അവരുടെ സറൗണ്ടിങ്ങിനനുസരിച്ച് ഡിപ്പെൻഡ് ചെയ്തിരിക്കും അവരുടെ ഈ റീസൺസ് എന്ന് പറയുന്നത്. എനിക്കൊരു ആളെ അറിയാം. അപ്പൊ ആ കുട്ടിയുടെ പ്രശ്നം മോസ്റ്റ്ലി അവർക്ക് ആരും എന്നെ തൊടുന്നത് ഇഷ്ടമല്ല എന്നാണ് പറയുന്നത്. സ്പെസിഫിക്കലി മെയിൽസ് തൊടുന്നത് ഇഷ്ടമല്ല. പക്ഷെ ആ കുട്ടിക്ക് അട്രാക്ഷൻസ് ഉണ്ട്, ക്രഷ് ഉണ്ട്, ഇമോഷൻസ് ഇല്ലായികയില്ല. പക്ഷെ ഈ ഒരു കോൺസെപ്റ്റ്, സെക്സ് എന്ന് വരുന്ന കോൺസെപ്റ്റ് വരുമ്പോഴത്തേക്ക് ആ കുട്ടിക്ക് പേടിയാണ്. അപ്പൊ ഇപ്പൊ സാറ് പറഞ്ഞ പോലെ കല്യാണം വേണ്ടെന്ന് തന്നെയാണ് ആ കുട്ടി പറയുന്നത്. മോസ്റ്റ്ലി സെക്സിനോടുള്ള പേടിയാണ്. പക്ഷെ ആ കുട്ടി എന്തോ ആള് സംസാരിച്ചിരുന്നു, ആളോട് സംസാരിച്ച റീസൺ എന്തെങ്കിലും പറഞ്ഞു, എന്തുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത് പറഞ്ഞു? ആ കുട്ടി കൂടുതലും പറയുന്നത് എനിക്ക് അറിയാൻ മേലാത്ത ഒരാളെ എങ്ങനെയാണ് ഞാൻ തൊടുന്നത്, അത് എനിക്ക് ഇഷ്ടമല്ലാത്തൊരു കാര്യമാണെന്നാണ് പറയുന്നത്. പക്ഷെ കുറച്ചുകൂടെ ചോദിച്ചു കഴിഞ്ഞപ്പം പണ്ടൊരു സമയത്ത് കുട്ടി കുഞ്ഞായിരുന്ന സമയത്ത് ഒരു സെക്ഷൽ അബ്യൂസ് നടന്നിട്ടുണ്ട്. മൊളസ്റ്റേഷൻ ആണ് നടന്നിരിക്കുന്നത്. ആ കുട്ടി അറിഞ്ഞിരുന്ന ഒരാള് കുഞ്ഞായിരുന്നപ്പം വേണ്ടാത്ത രീതിയിൽ തൊടാൻ നോക്കി. അത് ഇഷ്ടപ്പെട്ടില്ല. അന്ന് അറിഞ്ഞില്ല, പിന്നീട് അതിനെപ്പറ്റിയുള്ള കുറ്റബോധമാണ്. പിന്നീട് കുറച്ചുകൂടെ ഡിഗ് ചെയ്തപ്പോ പിടികിട്ടിയത് ആ കുട്ടീനെ തന്നെ ബ്ലെയിം ചെയ്യുന്നു. ഞാൻ എന്താണ് ശബ്ദം ഉണ്ടാക്കാനിരുന്നത്, ഞാൻ എന്താണ് ഒന്നും പറയാഞ്ഞത്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. പിന്നെ ഫാമിലിയോട് പറഞ്ഞിരുന്നപ്പം ഫാമിലി പറഞ്ഞത് ഇതിനിപ്പോ വേറെ ആരോടും പറയണ്ട, നാണക്കേടാവും, ഇതൊക്കെ ചീത്തക്കാരിയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഈ രണ്ട് പേടികളും മിക്സ് ആയിട്ടുണ്ട്. പക്ഷെ ആ കുട്ടിക്ക് പിന്നെ ഡൗട്ട് ഉണ്ട്, ആ കുട്ടി സെക്ഷൽ ആണോ എന്ന്. കാരണം ആരും തൊടുന്നത് ഒരിക്കലും ഇഷ്ടപ്പെട്ടിട്ടില്ല. അപ്പം അങ്ങനെ ഒരു കൺഫ്യൂഷനിലാണ്. ഇതിൽ കൃത്യമായിട്ട് റീസൺ ഉണ്ടല്ലോ, ഇത് കൃത്യമായിട്ട് റീസൺ ഉണ്ട്. കുട്ടി അസെക്ഷൽ ആണോ അല്ലേ എന്നുള്ളത് നമുക്ക് വിടാം. അതിലേക്ക് നമുക്ക് എത്തണമെങ്കിൽ ഇനി ആ ആളെ തന്നെ നമുക്ക് മീറ്റ് ചെയ്താലേ പറയാൻ പറ്റുള്ളൂ. ആളുടെ അനുഭവങ്ങൾ, എക്സ്പീരിയൻസ് നമ്മൾ ചോദിക്കുന്നതിലൂടെയാണ് അത് മനസ്സിലാക്കുക. ബട്ട് ഇവിടെ ആൾക്ക് എന്തുകൊണ്ട് ആ പറയുന്ന തൊടുന്നത് ഇഷ്ടമല്ല എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി നമുക്കത് കേട്ട അറിവുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഗിൽട്ടാണ്, ഗിൽട്ട് കൊണ്ടാണ്. കാരണം അന്ന് അറിയില്ലെങ്കിലും പിന്നീട് ആ വിഷയങ്ങളൊക്കെ അറിഞ്ഞപ്പോ സ്വാഭാവികമായിട്ടും ഭയങ്കര കുറ്റബോധം ഉണ്ടാവും. അത് നമ്മുടെ ഉള്ളിലുള്ള പല വിഷയങ്ങളും നമുക്കൊക്കെ ഉണ്ടാവുന്ന ഒരു കാര്യമാണ്. പക്ഷെ ആ സിറ്റുവേഷനിൽ ഞാനൊന്നും മിണ്ടിയില്ലല്ലോ, ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഉള്ളില് ആ ഒരു ആരെങ്കിലും ഒന്ന് തെറി വിളിച്ചാലോ അല്ലെങ്കിൽ ഒന്ന് ചീത്ത വിളിച്ചാലോ നമുക്കൊന്നും പ്രതികരിക്കാൻ പറ്റിയില്ലല്ലോ എന്നൊക്കെ പറയുന്ന നമ്മുടെ ഒരു മനുഷ്യന്റെ ഉള്ളിൽ ഈഗോ ഹേർട്ട് ചെയ്യുന്ന ചില സിറ്റുവേഷൻസ് ഉണ്ട്. ആ ഈഗോ ഹേർട്ട് ചെയ്യുന്ന സമയത്ത് അത് ചില ആളുകൾ ഗിൽട്ടായിട്ട് ഫോം ചെയ്യുകയും പിന്നീട് നിരന്തരമുള്ള തോട്ട് പ്രോസസ്സിലൂടെ അത് നമ്മളിൽ തന്നെ ഫീലിംഗ് ആയിട്ട് വരികയും ചെയ്യും. അപ്പൊ ആ ഫീലിംഗ് ആണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് പിന്നെ ശരീരത്തിന് അത് ബാധിച്ചുകൊണ്ട് നമുക്ക് പിന്നെ അതായത് ഒരാൾ തൊടുന്നതൊക്കെ ആ ഒരു പ്രസൻസ് ഓഫ് സാധനം വരും. നമുക്ക് ആ ഒരു ഗിൽറ്റിൽ എന്തായിരുന്നു അന്ന് നമ്മൾ പ്രസന്റ് ആയിരുന്നെങ്കിൽ നമ്മൾ ചെയ്തിരിക്കുക, ആ ചെയ്തിരിക്കേണ്ട എലമെന്റ് ഇപ്പൊ ഒരാൾ തൊടുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യും. ആ രീതിയിലേക്ക് അയാൾ എത്തിയിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള സാധനം, കാരണം അവിടെ നമുക്ക് റിമൂവ് ചെയ്യേണ്ടത് ആ ട്രോമയാണ്. അതിൽ ഹീലിംഗ് കൊണ്ടുവരണം. ആ ഗിൽറ്റിന് നമ്മൾ ഇല്ലാണ്ടാക്കണം. ആ ഇമോഷൻസ് ഇല്ലാതാക്കി കഴിഞ്ഞാൽ മാത്രമേ അയാൾക്ക് നല്ല ലൈഫ് കിട്ടുള്ളൂ. അങ്ങനെ കിട്ടിയാലും അയാൾ സെക്ഷുവലി ആക്റ്റീവ് ആവും എന്നുള്ളത് ഇപ്പോഴത്തെ പ്രസന്റ്ലി അയാളുടെ അനുഭവങ്ങളും കാര്യങ്ങളും വെച്ച് മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ. സർ, ഇതിന് ഏതെങ്കിലും സ്പെസിഫിക് ട്രീറ്റ്മെന്റ് മെത്തേഡ് ഉണ്ടോ? ട്രീറ്റ്മെന്റ് മെത്തേഡുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സെക്സ് തെറാപ്പി എന്ന് പറഞ്ഞൊരു സംഭവം നമുക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടല്ലോ. അപ്പൊ അങ്ങനെയുള്ള രീതിയിലുള്ള കുറച്ച് തെറാപ്പികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും അതിൽ ഏറ്റവും കൂടുതൽ ഈസിനെസ്സിലേക്ക് പോകുന്ന ട്രോമ എന്താന്ന് മനസ്സിലായി നമ്മൾ CBT ഒക്കെ ചെയ്ത് ആ ട്രോമനെ ക്ലിയർ ചെയ്തുകൊണ്ട് പോകുമ്പോൾ ആ ട്രോമയെ മാറുന്നുള്ളൂ. പിന്നീട് അങ്ങോട്ട് ആ സെക്ഷൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് ആക്ഷൻ വരുന്നത് അവരുടെ അവയർനെസ് മാത്രം മതി. നല്ല രീതിയിൽ ആ പ്രണയത്തിനെ പറ്റിയിട്ടും അവരുടെ പറയുന്ന ശാരീരിക ഘടനകളെ പറ്റിയിട്ടും അവർക്ക് കൃത്യമായ അറിവുകളും മൈൻഡ്ഫുൾനെസ്സും നമ്മുടെ കുറച്ച് മെത്തേഡ്സുകളൊക്കെ യൂസ് ചെയ്ത ഇത്തരം മൈൻഡ് റീപ്രോഗ്രാമിംഗ് മെത്തേഡ് തന്നെ ഞാൻ ചെയ്യാറുള്ളത്. അതിലൂടെ തന്നെയാണ് അത് ഈസി ആയിട്ട് കിട്ടാറുമുണ്ട്. വലിയ ബുദ്ധിമുട്ടൊന്നും വരാറില്ല. പക്ഷെ ഈ പറഞ്ഞ പോലെ ഈ ഡെപ്ത് എത്ര ഉണ്ട് അതനുസരിച്ച് സമയം ഒരുപാട് എടുക്കും. ആ ഇമോഷൻ വിട്ടുപോകാൻ ചിലപ്പോൾ സമയം ഈസി ആയിരിക്കും. ബട്ട് അയാളുടെ നോർമൽ ലൈഫിലോട്ട് എത്തി
ഒരു എന്താ പറയുക നല്ലൊരു വിവാഹ ജീവിതം അതിനനുസരിച്ച് പിന്നെ അങ്ങോട്ടേക്ക് പോകുന്ന രീതികളൊക്കെ പെർഫെക്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ അതിന് ഒരുപാട് സമയമെടുക്കും. താങ്ക് യു. ഗുഡ് ഈവനിങ് സർ. ഗുഡ് ഈവനിങ്. സർ, കൗൺസിലിംഗ് ആണ് ഞാൻ ചെയ്യുന്നത്. അപ്പം ഓക്കെ. ഫാമിലി കൗൺസിലിംഗ് ആളുകൾ വരുമ്പം മിക്കവാറും ഒരു 45 ഒരു 48 എബവ് ആയ ലേഡി മെനോപോസിനോടൊക്കെ അടുക്കുമ്പോൾ നോർമലി അവർക്ക് ഒന്നാമത് ഏജ് ആയി എന്നുള്ളൊരു ഫീല്, പിന്നെ മെനോപോസ് ആവുമ്പോൾ ഈ സെക്സിനോട് ഇൻട്രസ്റ്റ് ഇല്ലായ്മ, അങ്ങനെയൊക്കെ വന്നു കഴിയുമ്പം ഹസ്ബൻഡ് ഓട്ടോമാറ്റിക്കലി എക്സ്ട്രാ മാരിറ്റൽ അഫെയറിലേക്ക് പോകുമല്ലോ. അങ്ങനത്തെ കുറെ കേസസ് വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ഈ സ്ത്രീകളെ എങ്ങനെയാണ് നമ്മളത് പറഞ്ഞ് ക്ലിയർ ചെയ്യേണ്ടതെന്നൊന്ന് പറയോ? ഇവിടെ രണ്ട് കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. ഒന്ന്, മെനപ്പോസ് സമയത്ത് സ്ത്രീകളിൽ വരുന്ന ചേഞ്ചസ് അത് സെക്സിനെ ബാധിക്കുന്ന ഒന്നല്ല എന്നുള്ളതാണ്. കാരണം ശാരീരികമായുള്ള ഘടനകളിൽ അവർക്ക് വ്യത്യാസങ്ങൾ വരുന്നുണ്ടെങ്കിലും ഹോർമോണൽ ചേഞ്ചസ് ഒക്കെ വരുന്നുണ്ടെങ്കിലും ഭർത്താവുമായിട്ടുള്ള നല്ല ഒരു പ്രണയത്തിലാണെങ്കിൽ അവർക്ക് എന്തുണ്ട്, നല്ല രീതിയിൽ തന്നെ ആ ഒരു സെക്ഷൽ ആക്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. എത്രയോ ആളുകൾ നമ്മളിൽ ട്രീറ്റ്മെന്റുകൾ എടുത്തിട്ട് തന്നെ അത് പോസിറ്റീവായിട്ട് കണ്ടിട്ടുണ്ട്. ഒരുപാട് നമ്മൾ പേഷ്യൻസിലൂടെ തന്നെ നമ്മളത് കാണാറുണ്ട്. അപ്പോ മെനപ്പോസ് ആയി എന്നുള്ളതുകൊണ്ടോ ഏജ് കഴിഞ്ഞു എന്നുള്ളതുകൊണ്ടോ പലർക്കും ഒരു തെറ്റിദ്ധാരണ ഉണ്ട്. അതോടെ കഴിഞ്ഞു, സെക്ഷൽ ലൈഫ് അതോടെ കഴിഞ്ഞു എന്ന് പറയുന്ന തെറ്റിദ്ധാരണ ഉണ്ട്. അത് ഒരു കൺസെപ്റ്റ് ആണ് ഒരു കാര്യം. രണ്ടാമത്തത്, ഇനിയിപ്പോ ഒരു കല്യാണം കഴിഞ്ഞ ഒരു ഭാര്യക്ക് അല്ലെങ്കിൽ ഭാര്യക്ക് ആ ഒരു സെക്ഷൽ ഫീൽ ഇല്ലെങ്കിൽ എൻ്റെ ഒരു ചോദ്യം വരുന്നത്, എന്തുകൊണ്ടാണ് അയാൾ എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പിന് പോയത്? അപ്പോൾ ഭാര്യ എന്ന് പറയുന്നത് അയാളുടെ കൺസെപ്റ്റില് സെക്സ് മാത്രമാണെങ്കിൽ സെക്സ് കിട്ടിയില്ല എന്നുള്ളതുകൊണ്ട് മാത്രമായിരുന്നോ കല്യാണത്തിന് വേണ്ടി അയാൾ വന്നത്? അപ്പോൾ കല്യാണത്തിന്റെ ഇന്റൻഷൻ സെക്സ് മാത്രമായിരുന്നു എന്നാണോ? അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ എനിക്ക് ഞാൻ ചോദിക്കാറുണ്ട് അത് എല്ലാവരോടും. കാരണം നമ്മുടെ ഇന്റൻഷൻ വളരെ ഭയങ്കര പോസിറ്റീവ് ആയിരിക്കണം. ഞാൻ കല്യാണം കഴിക്കുന്നത് സെക്സിന് വേണ്ടിയിട്ടല്ല. ഓക്കെ. അപ്പൊ സെക്ഷൽ ആയിട്ടുള്ള ആക്ഷനിൽ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഭാര്യ ഭർത്താക്കന്മാരിൽ ഡിസ്കഷൻസ് വരികയും അതിനെ ഹീൽ ചെയ്യാനുള്ള മെത്തേഡുകൾ കൃത്യമായി ചെയ്തോ എന്നുള്ളതാണ് ഒരു കാര്യം. അങ്ങനെ ചെയ്തിട്ടും അവർ ഓക്കെ അല്ലെങ്കിൽ ഓക്കെ കുഴപ്പമില്ല. അപ്പൊ നമ്മൾ ചില ആളുകളൊക്കെ പറയാറുണ്ട്, ഓക്കെ കുട്ടികളില്ല എന്നുള്ളതുകൊണ്ട് വേറെ കല്യാണം കഴിക്കുന്നു, അല്ലെങ്കിൽ കുട്ടികളില്ല എന്നുള്ളതുകൊണ്ട് ഡിവോഴ്സ് ചെയ്യുന്നു. അപ്പൊ കുട്ടികൾ ഉണ്ടാവുക എന്നുള്ളതാണ് അവര് കല്യാണത്തിന്റെ ഉദ്ദേശം. അതുകൊണ്ടാണ് അത്തരം കാര്യങ്ങളോട്ട് അവർ പോകുന്നത്. എന്നാൽ അതേപോലെ തന്നെ ചില ആളുകൾ കുട്ടികളില്ലെങ്കിൽ എന്താ, നമ്മൾ രണ്ടുപേരും ഇല്ലേ, നമ്മൾ നല്ല ഹാപ്പി ആയിട്ട് ഇരുന്നാൽ പോരെ എന്ന് പറയുന്നവരുണ്ട്. അപ്പൊ അവരുടെ ഒരു ലവ് എലമെന്റ് ഡിഫറെന്റ് ആണ്, മറ്റൊരാളുടെ ലവ് എലമെന്റ് ഡിഫറെന്റ് ആണ്. അപ്പൊ ഇത്തരം ലവ് എന്ന സംഭവത്തിലേക്ക് നമ്മൾ കൊണ്ടുപോകണം ഇത്തരം കാര്യങ്ങൾ. ഒരിക്കലും ഒരു ഓക്കെ വൈഫിന് ഒരു 19 വയസ്സായപ്പോഴേക്കിന് ഒരു സെക്ഷൽ ആയിട്ടുള്ള സിസ്റ്റം നഷ്ടപ്പെട്ടു, ആഗ്രഹങ്ങൾ ഇല്ലാതായി, അതുകൊണ്ട് അയാൾ ഒരു എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പിൽ പോയി എന്ന് പറയുന്നതിനേക്കാളും അത് വലിയൊരു പ്രശ്നമായിട്ടാണ് ഞാൻ അതിനെ കാണാറുള്ളത്. കാരണം ട്രസ്റ്റ് ആണ് ഇതിലൊക്കെ കിടക്കുന്നത്. ഈ ട്രസ്റ്റ് നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് അതിലൊരു കാര്യം. ഇനി വിഷയത്തിലേക്ക് വരാം. ഇനി അങ്ങനെയുള്ള വിഷയത്തിലേക്ക് നമുക്ക് ഒരു എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പിലേക്ക് പോവുക എന്ന് പറയുന്നതിന്റെ കാര്യം ഞാൻ പറഞ്ഞു. പക്ഷെ ആ ഒരു സമയത്ത് ആ സ്ത്രീക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് സഹായാവസ്ഥയിൽ നിൽക്കുന്ന സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ശാരീരികമായുള്ള ഘടനകളും മാനസികമായുള്ള ഘടനകളെയൊക്കെ നമുക്ക് മാറ്റി വെക്കാൻ പറ്റും, ശരിയാക്കാൻ പറ്റും. പക്ഷെ ശരിയാക്കണമെങ്കിൽ ഒരൊറ്റ കാര്യം അവിടെ ആവശ്യമുണ്ട്. ഈ ഭാര്യ ഭർത്താക്കന്മാർ നമ്മൾ ഭയങ്കര സ്നേഹത്തിലായിരിക്കണം. ആ എലമെന്റ് ഇല്ലാതെ സെക്സ് ഉണ്ടെങ്കിലേ സ്നേഹമുള്ളൂ എന്ന് പറയുന്നിടത്ത് സെക്സ് വരത്തില്ല. സ്നേഹം ഉണ്ടെങ്കിലേ സെക്സ് വരത്തുള്ളൂ. അപ്പൊ അത് റിവേഴ്സ് ചെയ്യാൻ നമ്മള്, സ്നേഹമാണ് ഇവിടെ പ്രൈം ആയിട്ട് കിടക്കുന്ന സാധനം, അതിനുശേഷമാണ് സെക്സ് വരുന്നത്. ഒരിക്കലും ഭാര്യ ഭർത്താവ് സെക്സ് ഇല്ലാത്തതുകൊണ്ട് അവർ സ്നേഹം കുറഞ്ഞ് അവർ പോയി എന്ന് പറയുന്നൊരു കാര്യം ഉണ്ടാകാൻ പാടില്ല. പറഞ്ഞോളൂ. ഇത് വേറെ എന്തെങ്കിലും ഇഷ്യൂ ഒക്കെ ആയിട്ടായിരിക്കും വരിക. ഈ വന്ന് പറഞ്ഞു വരുമ്പോഴാണ് കുറെ അതെ അതെ നാളുകളായിട്ട് ഈ ഒരു സംഭവം ഇല്ല എന്ന് മനസ്സിലാവുന്നത്. അതെ അപ്പം ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ഒക്കെ ആയിട്ടായിരിക്കും നമ്മുടെ അടുത്തേക്ക് വരുന്നത്. അപ്പൊ അവിടെ ഞാൻ പറഞ്ഞല്ലോ, അത് അങ്ങനത്തെ കാര്യങ്ങളിൽ ഈ ഒരു അവയർനെസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ അവയർനെസ് അങ്ങനെ കേസ് വരാറുണ്ട്, ഒരുപാട് കേസ് വരാറുണ്ട് അങ്ങനത്തെ. അതായത് പ്രായമായതെന്നുള്ളതല്ല, ചെറിയ രീതിയിൽ തന്നെ ഒരു 35 40 ഏജ് ഒക്കെ ആകുമ്പോഴേക്കും തന്നെ ഈ സെക്ഷൽ ഇല്ലാത്തതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്യുന്നു, എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പിലേക്ക് പോകുന്നു എന്നൊക്കെ പറയുമ്പോൾ അവിടെ റിയലൈസ് ചെയ്ത് നല്ല അവയർനെസ് കൊടുത്തു കഴിഞ്ഞാൽ ഇവർക്ക് ഭയങ്കര ഗിൽറ്റ് ഒക്കെ തോന്നും, ഭയങ്കര സങ്കടമൊക്കെ തോന്നും. അവർ തമ്മിൽ നല്ല ക്ഷമ പറയും,
ഫൊഗീവ്നെസ്സും കാര്യങ്ങളൊക്കെ കൊടുത്ത് അവർ പിന്നെ നല്ല സ്നേഹത്തിൽ ജീവിക്കുകയും മെല്ലെ 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 അവരിൽ അത്തരം ഒരു ഡിസയറുകൾ വീണ്ടെടുക്കാൻ പറ്റുകയൊക്കെ ചെയ്യാറുണ്ട്. പക്ഷെ അത് വളരെ കുറവാണ്, വളരെ കുറഞ്ഞ ആളുകൾ മാത്രമേ അതിന്റെ എഫേർട്ട് ഇടുള്ളൂ. ഇത് ഇനി മുന്നോട്ട് പോകില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ ചെയ്യാൻ പറയാറുള്ളത്, ഓക്കെ, എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പിന് പോകുന്നതിന് പകരം ബെറ്റർ ടു സ്റ്റോപ്പ്. അത് മര്യാദക്ക് കാര്യങ്ങൾ സംസാരിച്ച് ഡിവോഴ്സ് ചെയ്തതിനു ശേഷം വേറെ കല്യാണം കഴിക്കാം. അതിനാണ് കുറച്ചുകൂടി അന്തസ്സുള്ളത്. അപ്പൊ അത്തരം കാര്യങ്ങൾ നമ്മൾ ഒരിക്കലും സപ്പോർട്ട് ചെയ്യാതിരിക്കുക. പിന്നെ കൂടെ ഈ പറയുന്ന വിഷയങ്ങളെ ട്രീറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ എടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത്രയേ ഉള്ളൂ. അയാൾക്ക് എന്താണ് നേരത്തെ വേണമെങ്കിൽ പറയായിരുന്നു എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് കുറ്റപ്പെടുത്താമെങ്കിലും നേരത്തെ പറയോ പറഞ്ഞില്ല എന്നുള്ളതല്ല. നമ്മുടെ അടുത്ത് മുമ്പിൽ വന്ന സിറ്റുവേഷനിൽ പിന്നെ നമ്മൾ കൊടുക്കേണ്ട അഡ്വൈസ് എനിക്ക് തോന്നുന്നു എപ്പോഴും അവയർനെസ്സിലേക്കാണ് കൂടുതൽ ധാരണ കൊടുക്കേണ്ടത്. ഭർത്താവിന് നല്ല അവയർനെസ് കൊടുക്കണം ഈ കല്യാണത്തിനെ പറ്റിയിട്ടും ട്രസ്റ്റിനെ പറ്റിയിട്ടും ഓണസ്റ്റ് ആയ സ്വഭാവത്തിനെ പറ്റിയിട്ടും സ്നേഹത്തെ പറ്റിയിട്ടും ഒക്കെ നല്ലൊരു അവയർനെസ് കൊടുത്ത് അയാൾ ആദ്യം തിരിച്ചെടുക്കാൻ പറ്റുന്നുണ്ടോ എന്ന് ആദ്യം അറിയണം. അങ്ങനെ അയാൾ തിരിച്ചു വരാൻ തയ്യാറുണ്ടെങ്കിൽ അല്ലേ ഈ ഭാര്യയിൽ നമുക്ക് ഈ സെക്ഷലായ കാര്യങ്ങൾ കൊണ്ടുവരാൻ പറ്റുള്ളൂ. കാരണം അയാൾ സപ്പോർട്ട് ചെയ്യാണ്ട് ഈ വൈഫിൽ നമുക്ക് സെക്ഷലായിട്ട് എന്ത് മാറ്റം കൊണ്ടുവരാൻ പറ്റും. ഹസ്ബൻഡ് നല്ല രീതിയിൽ മനസ്സിൽ ഫൊഗീവ് ഒക്കെ ചെയ്ത് സ്നേഹത്തോടെ തിരിച്ചു വന്ന് ഞാൻ സ്നേഹിക്കാൻ തയ്യാറാണെന്നൊക്കെ തിരിച്ചറിവിൽ വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന വൈഫിൽ നമുക്ക് മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റും. ജിനേഷ് ജി, ആ ജാസ്മിനെ കൊണ്ട് ആദ്യം പറയിച്ചു തുടങ്ങിയപ്പോൾ സ്റ്റാർട്ടിങ് ട്രബിൾ എല്ലാം പോയി എത്ര പേര് ഇപ്പൊ ചോദ്യങ്ങളും സംശയങ്ങളും ചോദിച്ചു ഇപ്പൊ 1.5 മണിക്കൂറിലേറെയായി. ഇതാണ് ഇതിന്റെയൊക്കെ ആദ്യം ഒരാൾ തുടങ്ങണം കേട്ടോ. ആദ്യം തുടങ്ങുമ്പോഴേ പിന്നെ ബാക്കിയുള്ള ജോയിൻ ചെയ്തു. ഡോക്ടർ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. എങ്ങനെ ചാറ്റിൽ ആരോ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. A friend of mine has been married since 12 years, but she didn't ever felt successful. She didn't ever took initiative from her side. It to be very painful for her. How to overcome this? ഇത് നമുക്ക് ഇപ്പൊ ഇവിടെ പെയിൻഫുൾ അവര് ഇതുവരെ ഒരു ഓർഗാസം ഫീൽ ചെയ്തിട്ടില്ല എന്ന് പറയുന്നു. അപ്പൊ ലൈഫിൽ ഇതുവരെ ഓർഗാസം ഫീൽ ചെയ്തിട്ടില്ല എന്നുള്ളതാണോ അതോ ഫീൽ ചെയ്തിട്ടുണ്ട് ഇപ്പൊ സെക്ഷൽ ആക്ടിവിറ്റിയിൽ വന്നപ്പോ പെയിൻഫുൾ ആയി എന്നുള്ളതാണോ? എന്താണ് അത് ഉദ്ദേശിച്ചത് ഒന്ന് പറയാമോ? ലൈഫിൽ ഇതുവരെ ഓർഗാസം ഫീൽ ചെയ്തിട്ടില്ല എന്നുള്ളതാണോ? യെസ്, ലൈഫിൽ ഇതുവരെ ഓർഗാസം ഫീൽ ചെയ്തിട്ടില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ പറയുന്ന പോലെ ഈ പറയുന്ന ഒരു അസെക്ഷൽ ആവാനുള്ള സാധ്യതയുണ്ട്. ഓർഗാസം പ്രൈമറി അനോർഗാസ്മിക് ആയിരിക്കും. ഓർഗാസം പ്രൈമറി ആയിട്ട് ഇല്ലാത്ത ഒരാൾ ലൈഫിൽ ഇല്ലാത്ത ഒരാൾക്ക് അത് വരിക എന്നുള്ളത് പോസിബിലിറ്റീസ് വളരെ കുറവാണ്. അത് നമുക്ക് എല്ലാ കേസുകളിലും അങ്ങനെയാണ്. പ്രൈമറി കേസുകളിൽ ഇനീഷ്യേറ്റ് ചെയ്യാൻ ഇച്ചിരി പാടാണ്. അത് എൻ്റെ അടുത്ത് അങ്ങനെ വന്ന കേസുകളിൽ ഞാൻ തുടക്കത്തിലൊക്കെ കുറച്ച് എഫേർട്ട് ഇട്ട് കഴിഞ്ഞാലും എനിക്ക് റിസൾട്ട് കാണാറില്ല. I have to leave to take care to another. Oh, sure. Okay, sir. Thank you. For always seems to enjoyable for her. Means അതായത് ഓർഗാസം ഉണ്ടല്ലോ. അപ്പോ ഓർഗാസം ഇല്ല എന്നല്ല. ഓർഗാസം മീൻസ് ഇന്റർകോഴ്സിൽ മാത്രമല്ല ഓർഗാസം എന്ന് പറയുന്നത്. ആ ഒരു ഫോർപ്ലേ ചെയ്യുന്ന സമയത്തും അവിടെ ഓർഗാസം ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അവിടെ എന്തുണ്ട്, ആള് ഓക്കെയാണ്, അത് എൻജോയ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ആൾക്ക് ആ ഒരു ഓർഗാസം ഫീൽ ചെയ്യുന്നുണ്ട്, ഡിസയർ ഉണ്ട് എന്നുള്ളതിന്റെ അർത്ഥം. അങ്ങനെ ഉണ്ടെങ്കിൽ അവിടെ ഈ പറയുന്ന ഡിസ്പ്രോണിയ മാത്രമേ ഉണ്ടാവുള്ളൂ. അതായത് ഇന്റർകോഴ്സിന് മാത്രം സമയത്ത് പെയിൻ ഉണ്ടാവുള്ളൂ. അപ്പൊ അതിന്റെ റീസൺ ആണ് അറിയേണ്ടത്. അതിന്റെ റീസൺ നമുക്ക് സംസാരിച്ചാലേ അറിയുള്ളൂ. കോഴ്സ് കിട്ടണല്ലോ. ഇപ്പൊ ഇങ്ങനെ ഒരു കേസാണ് ഇപ്പൊ നമ്മൾ സംസാരിച്ചു ഓൾറെഡി. അതിന്റെ റീസൺ ആക്കട്ടെ, അവരുടെ അടുത്ത് ഹിസ്റ്ററി ചോദിച്ചുകൊണ്ടിരിക്കണം, അവർ പാസ്റ്റ് എക്സ്പീരിയൻസ് അറിയണം, അവർക്ക് അനുഭവിക്കുന്ന സമയത്ത് എന്ത് തരത്തിൽ പെയിൻ ആണ് ഫീൽ ചെയ്യണം. ബെറ്റർ ടു നമ്മൾ കൂടുതൽ കോൺടാക്ട് ചെയ്തിട്ടും കിട്ടാത്ത ഒരാളാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഒരു ഗൈനക്കിനെ കാണിക്കാൻ പറയും. ഷീ ഡിഡ്ന്റ് ഹാഡ് എനി അബ്യൂസ്. അത് അബ്യൂസ് ഉണ്ടാവണമെന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാരണങ്ങൾ ഏതും ആവാം. അബ്യൂസ് തന്നെ ആവണമെന്നില്ല. ചുമ്മാ ഫിയർ ആയാൽ മതി, ഒരു ആങ്സൈറ്റി ആയാൽ മതി, അല്ലെങ്കിൽ ലൈഫിൽ എപ്പോഴെങ്കിലും അവർ അനുഭവിച്ച സബ് കോൺഷ്യസിൽ അവരുണ്ടായിരുന്ന എന്തെങ്കിലും അറിവുകളായോ എന്തെങ്കിലും ഇൻഫോർമേഷൻസ് ആയാൽ മതി. അപ്പോ ഇനി അതൊന്നും ഇല്ലെങ്കിൽ ഏറ്റവും നല്ലത് ഒരു ഗൈനക്കിനെ കാണിക്കാൻ പറയാം. ഫിസിയോളജിക്കൽ റീസൺ കൊണ്ടാണോ, അല്ലെങ്കിൽ പറയാം അതേ റീസൺ എന്ന് പറഞ്ഞാൽ ഈ വെജൈനൽ കനാലിൽ ഭയങ്കര സ്റ്റിനോസിസ് വരും. അതായത് ഭയങ്കര അത് എന്താണ് ഒരു സെക്ഷൽ അറോസൽ കിട്ടിക്കഴിഞ്ഞാൽ എക്സ്പാൻഡ് ചെയ്യുന്നില്ല. അങ്ങനെ എക്സ്പാൻഡ് ചെയ്യാത്ത കേസുകളിൽ വെജാനിസ്മസസ് വന്നുകൊണ്ടോ അല്ലെങ്കിൽ ഇത്തരം ഡിസ്പ്രോണിയ തന്നെ ഫിസിയോളജിക്കലി ശരീരത്തിന്റെ ഘടനകൾ കൊണ്ട് തന്നെ വരാനുള്ള സാധ്യതകളുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു കേസാണ് ഗൈനക്കിനൊന്ന് ഡയറക്റ്റ് മീറ്റ് ചെയ്യാൻ പറയാം, ഡോക്ടറെ കാണിക്കാൻ പറയാം. ഹലോ ഡോക്ടർ, ഇവിടെ ഇപ്പൊ ആ ഒരു കേസില് അവരുടെ പ്രസന്റ് സിറ്റുവേഷൻ ചിലപ്പോ എന്തെങ്കിലും അവിടെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു ചിലപ്പോ അവരുടെ ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിലുള്ള പ്രശ്നങ്ങളൊക്കെ ആവാം, അതൊക്കെ സാർ. പക്ഷെ അവര് തുടക്കം മുതലേ ഉണ്ടെന്നാ പറയുന്നത്, ഇപ്പോഴല്ല. അതല്ല അവരുള്ള വീടുകളിൽ ഉള്ള അവസ്ഥകളോ മറ്റെന്തെങ്കിലും
അവരെ അനുഭവങ്ങളാവാം, കേട്ട അനുഭവങ്ങളൊക്കെ ആവാം. യെസ്, അതിനൊക്കെ സാധ്യതകളുണ്ട്. ഒരുപാട് ഹിസ്റ്ററി. അപ്പൊ ഞാൻ പറഞ്ഞില്ല, ഹിസ്റ്ററി ഒരുപാട് ഡീപ്പ് ചെയ്ത് പോകുമ്പോഴാണ് കിട്ടുക ഈസ് ദിസ് ക്യൂറബിൾ. ഈ പറയും ഫിസിയോളജിക്കൽ കാര്യമാണെങ്കിൽ ക്യൂറബിൾ ആണ്, സൈക്കോളജിക്കൽ ആണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ അതിന്റെ റീസൺ കിട്ടണം. റീസൺ കിട്ടുന്നത് വരെ ക്യൂറബിൾ അല്ല. അതിന്റെ കോഴ്സ് കിട്ടിയില്ലെങ്കിൽ ചുമ്മാ നമ്മൾ സംസാരിച്ചുകൊണ്ടോ മൈൻഡ്ഫുൾനെസ് കൊടുത്തോണ്ടൊന്നും അത് ക്ലിയർ ആവില്ല. വീണ്ടും ആ പേടി, ആ കറക്റ്റ് ഇൻസ്റ്റിറ്റ് ടൈമിലോട്ട് എത്തുന്ന സമയത്ത് അവർക്ക് പേടി ഉണ്ടാവും. ആ പേടി, ആ ഫിയർ ആ ഫിയർ എലമെന്റ് വീണ്ടും വീണ്ടും കൂടിക്കൊണ്ടേയിരിക്കും. തോട്ട് അങ്ങനെ വന്നുകൊണ്ടിരിക്കല്ലേ. നമ്മൾ കോൺഷ്യസ്ലി ഒരു വട്ടം ചിന്തിക്കുന്നുണ്ടെങ്കിൽ സബ് കോൺഷ്യസ്ലി 1000 അല്ലെങ്കിൽ 1000 തവണ ആ തോട്ട് പ്രോസസ് ചെയ്തിട്ടുണ്ട്. സോ ആ ഫീല് നമുക്ക് ഓൾറെഡി ശരീരത്തിൽ വരുമല്ലോ. അപ്പോ ആ ഒരു കറക്റ്റ് ടൈം ആകുമ്പോഴേക്കിന് ആ ഫിയർ ഓൺ ആവുകയും ചെയ്യും, പേടിക്കുകയും ചെയ്യും. അപ്പൊ അതിന് കോഴ്സ് കൃത്യമായിട്ട് കിട്ടി ഹീൽ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും ക്യൂർ ആവില്ല. ഫിസിയോളജിക്കൽ ആണെങ്കിൽ നമുക്ക് കുറച്ച് ട്രീറ്റ്മെന്റ് മെത്തേഡ്സുകളൊക്കെ ഉണ്ട്, അതുകൊണ്ട് തന്നെ അത് ക്ലിയർ ആവുകയും ചെയ്യും. ഒരു കാണുന്നുണ്ട് വൺസ് എ വീക്ക് ഈസ് ഇറ്റ് എ ഹെൽത്തി റിലേഷൻഷിപ്പ്? അതെ, തീർച്ചയായിട്ടും. ഞാൻ ഒരിക്കലും സെക്സ് സ്കെഡ്യൂൾ ഞാൻ കൊടുക്കുന്നത് ഇൻഫെർട്ടിലിറ്റി കേസുകൾക്ക് മാത്രമാണ്. അല്ലാതെ മര്യാദയ്ക്ക് ജീവിച്ചു പോകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം, അവർക്ക് മക്കളുണ്ട്, അവർ ശാരീരികമായിട്ട് പ്രശ്നങ്ങളും ഇല്ല, അവർക്ക് എപ്പോൾ സെക്സ് ചെയ്യണം എന്നുള്ളത് അവർ തീരുമാനിക്കുന്ന അനുസരിച്ചാണ്. അത് മന്ത്ലി വൺസ് ചെയ്ത് കഴിഞ്ഞാൽ ഹെൽത്തി ആണ്. അവർക്ക് എപ്പോഴാണോ അവർ അതിൽ ഓക്കെ ആവുന്നത്. സെക്സ് എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒരു സാധനമായിട്ട് മാരേജിൽ ഫസ്റ്റ് പാറ്റേണിൽ കൊണ്ടുവരരുത്, ഒരിക്കലും കൊണ്ടുവരാം. അങ്ങനെ കൊണ്ടുവന്നുകൊണ്ടാണ് ഇവിടെ എല്ലാ പ്രശ്നങ്ങളും സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അവിടെ നമുക്ക് സ്നേഹവും സമാധാനമൊക്കെ ആയിട്ട് ഫസ്റ്റ് കൊണ്ടുവരിക. അതൊക്കെ കഴിഞ്ഞ പ്രണയത്തിന്റെ ഒക്കെ താഴെയാണ് സെക്സ് കൊണ്ടുവരേണ്ടത്. അപ്പൊ അവിടെ നമുക്ക് വീക്ക്ലി വൺസോ അല്ലെങ്കിൽ 2-3 ഡേയ്സ് കൂടുമ്പോൾ തന്നെ ഇവർ തമ്മിൽ ഓക്കെ ആണ്, ഇവർ തമ്മിൽ നല്ല ഇതിലാണ് പോകുന്നത്, രണ്ടുപേർക്കും ശാരീരികമായിട്ടും മാനസികമായിട്ടും ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലെങ്കിൽ അവർക്ക് ചെയ്യാം, ഒരു കുഴപ്പമില്ല. ഞാൻ എപ്പോഴും പറയില്ലേ, സെക്സ് എന്നുള്ളത് പ്രീ പ്ലാൻഡ് അല്ല. അത് രണ്ടുപേരും ഒരുമിച്ച് നിൽക്കുന്ന സമയത്ത് ആ ബെഡിൽ നടക്കേണ്ട ഒരു സാഹചര്യത്തിൽ എത്തേണ്ട ഒരു കാര്യമാണ്. ഒരിക്കലും പ്രീ പ്ലാൻഡ് ആയിട്ട് നമ്മൾ ഇങ്ങനെ ഒരു സ്കെഡ്യൂൾ ചെയ്യേണ്ട ഒരു സാധനമല്ല. അത് ഏത് രീതിയിലാണെങ്കിലും അവർക്ക് എപ്പോഴാണോ പറ്റുന്നത് അതിൽ ആ ചെയ്യുന്ന സെക്സിൽ അവർ എത്രയും ഹാപ്പി ആണെങ്കിൽ അതിനൊരു ടൈമില്ല. ആ ചെയ്യുന്നത് മാസത്തിൽ ഒരു തവണ ആണെങ്കിലും അത് ഹെൽത്തി റിലേഷൻഷിപ്പ് തന്നെയാണ്. ഓക്കെ, ഇനി ആർക്കെങ്കിലും ചോദ്യം ഉണ്ടോ? ഏകദേശം 10 മണി അടുപ്പിച്ചു. സമയമായി, 10 മണിയായി അല്ലേ? അതെ. അപ്പൊ ഇനി ബാക്കി നമുക്ക് ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്യാം. ഗ്രൂപ്പ് ലിങ്ക് അതിലേക്ക് അയച്ചിട്ടുണ്ട്. എനിവേ ഒരുപാട് ക്വസ്റ്റ്യൻസിന് ആൻസർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മളെ ഡോക്ടർ വേണുഗോപാൽ സാർ പറഞ്ഞതുപോലെ ക്വസ്റ്റ്യൻസ് ഇല്ലാത്തത് കൊണ്ടല്ല ചോദിക്കാത്തത്. പലർക്കും ഈ ഒരു വിഷയത്തോട് ഇപ്പോഴും ഒരു നാണക്കേടും ബുദ്ധിമുട്ടും ഒക്കെ തോന്നിയിട്ടാണ് പലരും ചോദിക്കാത്തത്. ഇവിടെയും ഇപ്പൊ നമുക്കൊരു പൊതുസഭയിൽ ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് മാത്രമേ പലരും ചോദിച്ചിട്ടുള്ളൂ. അതിനപ്പുറത്തേക്ക് ഇപ്പോഴും ഹൈഡ് ചെയ്ത് വെച്ചേക്കാണ് ഉള്ളിനകത്ത്. അപ്പോ എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നമുക്ക് ആ ഗ്രൂപ്പിൽ, ഡോക്ടറിന്റെ ഗ്രൂപ്പ് ലിങ്ക് അതിനകത്തേക്ക് അയച്ചിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് നിങ്ങൾക്ക് ആ ലിങ്കിൽ ജോയിൻ ചെയ്തതിന് ശേഷം അതിൽ ഡിസ്കസ് ചെയ്യാവുന്നതാണ്. എനിവേ സാറ് തന്നെ ആൻസർ പറയണമെന്ന് നിർബന്ധമൊന്നുമില്ല. അറിയുന്നവർക്ക് അത് പറയാം. അതിനകത്ത് ഒരുപാട് ഡോക്ടേഴ്സും മറ്റ് ആൾക്കാരൊക്കെ എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്തല്ലോ. അപ്പൊ ആർക്കും സംസാരിക്കാം. എന്റെ സാറ് തന്നെ വന്നിട്ട്, അതെ, ഫ്രീ ആയിട്ട് ഇപ്പൊ ഡോക്ടർ സാറിന്റെ ഗ്രൂപ്പാണ്, സാറ് തന്നെ വന്നിട്ട് ആൻസർ പറയട്ടെ എന്ന് വിചാരിച്ചിട്ട് കാത്തിരിക്കരുത്. കഴിയുന്നവരൊക്കെ ആൻസർ കൊടുക്കുക. പിന്നെ അത് നല്ലൊരു ഡിസ്കഷൻ, അതിനകത്ത് ഹെൽത്തി ആയിട്ടുള്ള ഡിസ്കഷൻസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ഇപ്പോഴും നടക്കുന്നുണ്ട്. അപ്പൊ എല്ലാവരും അതിൽ ജോയിൻ ചെയ്യാം. എന്തായാലും ഇത്രയും സമയം നമുക്ക് വേണ്ടി സംസാരിച്ച സാറിന് ഒരുപാട് അവയർനെസ് ഇതുമായിട്ട് നമുക്ക് തന്നെ കിട്ടിക്കഴിഞ്ഞു. എന്തായാലും സാർ ഇതിൽ ജോയിൻ ചെയ്ത് ഇത്രയും സമയം നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്ത ഡോക്ടർ സാറിന് വിമൽ അക്കാഡമിയുടെയും എന്റെ വ്യക്തിപരമായ പേരിൽ ഞാൻ ബിഗ് താങ്ക്സ് പറയാണ്. എനിവേ താങ്ക് യു സോ മച്ച്. വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, ഗുഡ് നൈറ്റ്.